അജു ബ്രോ ഓഡിബിൾ ആണോ? അതെ അജയ്, ഓഡിബിൾ ആണ്. കുട്ടികളും പയ്യെ ജോയിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടേ. ജസ്റ്റ് ഒന്ന് വീഡിയോ കൂടെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ. എല്ലാം ക്ലാരിറ്റി കുറവൊന്നുമില്ലല്ലോ. ഇല്ല ഇല്ല, കുഴപ്പമില്ല. ലൈറ്റിന്റെ ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ, ബട്ട് കുഴപ്പമില്ല. ഓക്കെ. ആ, ഞാൻ ഓക്കെ. ഞാൻ നോക്കാം, ലൈറ്റ് കൊണ്ടുകൂടെ സെറ്റ് ആക്കാം. ഓക്കെ. ഓക്കെ. ഓക്കെ.
ഹലോ അജയ്. ആ അജു കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ആ, perfect. ഹലോ. സോ ഹലോ everyone. കേൾക്കാം കേൾക്കാം, ക്ലിയർ ആണ്, കാണാം. ഐ വിൽ ഗിവ് എ സ്മോൾ ഇൻട്രോ അബൌട്ട് യു ആൻഡ് ആഫ്റ്റർ ദാറ്റ് അജയ് യു ക്യാൻ ഹാൻഡിൽ ദ സെഷൻ. സോ ഗുഡ് ഈവനിങ് എവ്രി വൺ. സോ ഇന്നത്തെ നമ്മളൊരു സ്പെഷ്യൽ ടോക്ക് അല്ലെങ്കിൽ നമ്മളുടെ അച്ചീവേഴ്സ് ടോക്കിനായിട്ട് നമ്മുടെ റിക്വസ്റ്റ് മാനിച്ച് ഇവിടെ വന്നിരിക്കുന്നത് അജയ് ആർ രാജാണ്. സോ ഈ വർഷത്തെ UPSC സിവിൽ സർവീസിൽ 180ാമത്തെ റാങ്ക് നേടി ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയും അവിടുത്തെ ഇക്കോസിസ്റ്റംസ് യൂസ് ചെയ്ത് ഫ്ലറിഷ് ചെയ്തൊരു വ്യക്തിയാണ്. സോ ഹി വിൽ ബി ഗൈഡിങ് എസ് എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഒരു നല്ല കോളേജിൽ പഠിക്കുന്നതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അവിടെ നിന്ന് കിട്ടുന്ന ഇൻപുട്സ് എങ്ങനെ ഭാവിയിൽ നിങ്ങൾക്ക് യൂസ് ആക്കും എന്ന് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് മേക്ക് ഷുവർ നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ കാണും പലയിടത്തും പഠിക്കുന്നതിൻ്റെയും കാര്യങ്ങളും എല്ലാം നിങ്ങൾ എഴുതി വെക്കുക. സോ ആഫ്റ്റർ ഹിസ് സെഷൻ ഈസ് ഓവർ ഹി വിൽ ബി ടേക്കിംഗ് സം ക്വസ്റ്റ്യൻസ് ആസ് വെൽ. സോ ട്യൂട്ടോറിയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഐ ഗീവ് എ വെരി വാം വെൽക്കം ടു അജയ്. ഓവർ ടു യു. മ്യൂട്ടാണ് അജയ്, മ്യൂട്ടാണ്. ഇപ്പൊ ഓഡിബിൾ അല്ലേ? യെസ് 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 യെസ്. ഓക്കെ. ഗുഡ് ഈവനിങ് എവ്രി വൺ. സോ എൻ്റെ പേര് അജയ്. ഈ വർഷത്തെ സിവിൽ സർവീസ് എക്സാമിനേഷന് ഓൾ ഇന്ത്യ റാങ്ക് 109 ആണ് എൻ്റെ റാങ്ക്. ഇപ്പം അജു പറഞ്ഞതുപോലെ ടോട്ടലി ഒരു ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഡക്റ്റ് ആണ്. ഇന്നലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു സെഷൻ എടുത്തിരുന്നു. അപ്പം അതിൽ ഞാൻ എന്നെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തത് ഡൽഹിയിൽ നിന്ന് പഠിച്ച് അവസാനം ഡൽഹിയിൽ നിന്ന് പഠിച്ച സ്കില്ല് വെച്ചിട്ട് ഇത്തവണത്തെ ലിസ്റ്റിൽ വന്ന ഒരാളെന്നുള്ള രീതിയിലാണ്. വൈ? ബിക്കോസ് ഡൽഹി ഹാഡ് എ ലോട്ട് ടു ഓഫർ. അത് എൻ്റെ കേസിൽ മാത്രമല്ല, എന്നെ അങ്ങോട്ട് വിട്ടത് എൻ്റെ ബ്രദറാണ്. ഹി വാസ് ഓൾസോ എ ഡൽഹി അലൂമിനി. പുള്ളിയും ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഞങ്ങൾ ആക്ച്വലി രണ്ട് റൈവൽ കോളേജസിൽ പഠിച്ച ആൾക്കാരാ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്ന അറിയില്ല, ബട്ട് സെയിന്റ് സ്റ്റീഫൻസ് കോളേജും ഹിന്ദു കോളേജും ടോപ്പ് 3യിൽ നിൽക്കുന്ന NIRF റാങ്കിങ്ങിന്റെ ടോപ്പ് 3യിൽ നിൽക്കുന്ന രണ്ട് കോളേജസ് ആണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പേരുകളൊന്നും വിളിക്കില്ല കോളേജിന്റെ. ഞങ്ങൾ പറയാ കോളേജ് അക്രോസ് ദ റോഡാണ്. കാരണം ഒരു റോഡിന്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ടാണ് ഞങ്ങളെ കോളേജ് നിൽക്കുന്നത്. അപ്പോൾ ശശി തരൂർ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പഠിച്ചിട്ടുള്ള കോളേജാണ് എൻ്റെ കോളേജ്. അതേസമയം ചേട്ടൻ്റെ കോളേജ് എന്ന് പറയുന്നത് വേറൊരു സെറ്റ് ഓഫ് അലൂമിനി ആണ്. ഗൗതം ഗംഭീർ മുതൽ ഒരുപാട് ഇൻഡിവിജ്വൽസിനെ അവരും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങൾ തമ്മിൽ എപ്പോഴും അടി ഉണ്ടാകുന്ന കോളേജസുകളാണ്, റൈവൽ കോളേജസ് ആണ്. സോ മൈ പോയിന്റ് ഇസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. അതായത് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചാൽ പോരെ, ഈ പഠിക്കുന്ന സ്ഥാപനം ഡസ് ഇറ്റ് റിയലി മാറ്റർ? അതിന്റെ ഉത്തരം ഞാൻ കുറച്ച് നിങ്ങളുടെ ക്ലാസ്സിന് മുമ്പ് ഐ വാസ് ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ ഡിഫറെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം ചില സ്റ്റാറ്റുകൾ ഞാൻ പറയാം, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും എന്തുകൊണ്ടാണ് ഈ സാധനം വരുന്നത് എന്നുള്ളത്. ഇത്തവണത്തെ സിവിൽ സർവീസ് റിസൾട്ട്സിൽ ടോപ്പ് 10 നോക്കിക്കഴിഞ്ഞാൽ റാങ്ക് 3rd, റാങ്ക് 4th, റാങ്ക് 6th ആൻഡ് റാങ്ക് 9, 4 പേര് ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ പ്രൊഡക്റ്റ് ആണ്. അതേസമയം ഈ വർഷത്തെ റിസൾട്ടില് മൊത്തം 900 എനിക്കൊന്ന് 50 സംതിങ് പേരാണ് ഉള്ളത്. അതിൽ 103 പേര് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അതിനു പുറമെ ഇന്ത്യയിൽ ഇപ്പോഴത്തെ അണ്ടർ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുള്ള അണ്ടർ ഗ്രാജുവേറ്റ്സിന്റെ ഇടയിൽ 48 ലാക്സ് ആണ്, 48 പോയിന്റ് സംതിങ് ലാക്സ് ആണ് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും ഹയസ്റ്റ് ഓഫർ ചെയ്തിട്ടുള്ളത്. അതായത് ജസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികൾക്കാണ്, അല്ലാതെ എഞ്ചിനീയറിംഗ് സ്ട്രീം മാത്രമല്ല ഞാൻ പറയുന്നത്. ആർട്സിലെ സ്ട്രീമിന്റെ കേസിലാണ് ഞാൻ പറയുന്നത്. MBAയിൽ ഡിഫറെന്റ് ആയിരിക്കും ഉറപ്പായിട്ടും. പക്ഷെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു നോർമൽ ഗ്രാജുവേഷൻ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുള്ള പാക്കേജ് ഡൊമസ്റ്റിക് പാക്കേജ് ആണ് ഇന്ത്യൻ കമ്പനീസ് ഓഫർ ചെയ്തത്. 48 ലാക്സ് ആണ്. അതായത് പെർ മന്ത് ഏകദേശം 4 ലാക്സ് ആണ് ആ കുട്ടിക്ക് കിട്ടുന്നത്. ലേഡി ശ്രീറാം എന്ന് പറഞ്ഞ കോളേജ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൈം കോളേജാണ്. അപ്പോൾ അവിടുത്തെ ഒരു കുട്ടിക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇത്രയും ഫാക്ട്സ് പറഞ്ഞതില്ല, നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വരുന്നു എന്നുള്ളത്. എന്നാൽ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർക്കെല്ലാം ഇത് അച്ചീവ് ചെയ്യാൻ പറ്റില്ലായിരുന്നോ? അല്ലെങ്കിൽ ഇത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്തുകൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സിവിൽ സർവീസ് പോലെയുള്ള ഒരു
കോമ്പറ്റീറ്റീവ് ആയ എക്സാമിൽ ക്ലിയർ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇവിടെയാണ് നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ മാറ്റർ ചെയ്യുന്നതെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. ഇനി എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഐഡന്റിറ്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ മാറും. അതായത് നിങ്ങൾ പഠിച്ച സ്ഥാപനം ആക്ച്വലി നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡിംഗ് ഫാക്ടർ ആണ്. ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ എവിടെ പോയാലും ഐ ആം എ സ്റ്റിഫേനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ വിൽ റെസ്പെക്ട് യു. അതേസമയം ആ കോളേജിൽ നിന്നുള്ള പഠിച്ചവരാണെങ്കിൽ അവർ നമ്മുടെ അടുത്ത് ഓടി വരും. ബിക്കോസ് അവർക്കൊരു ഒരു സഹോദര, അതായത് അവിടെ പഠിച്ച ഒരാൾ എന്ന രീതിയിൽ ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു ബ്രദർഹുഡ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു ബോണ്ട് ഫീൽ ചെയ്യും. ഈ ബോണ്ടാണ് ആക്ച്വലി നിങ്ങളുടെ ഐഡന്റിറ്റി. നിങ്ങൾ ഒന്നും അല്ലെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് ഒരു സ്റ്റിഫേനിയൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ബ്രിങ്സ് ഇറ്റ്സ് ഓൺ ഒരു ഫാമിലി ഫീലിംഗ് ഉണ്ട്. അത് എല്ലാ കോളേജസിലും അങ്ങനെ തന്നെയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ കേസിൽ വരുമ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ ഐഡന്റിറ്റിന്റെ, നിങ്ങൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നതിന്റെ ഒരു ഫാക്ടറായിട്ട് നിങ്ങളുടെ കോളേജ് മാറും. നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ കോളേജിൽ നിന്ന് കിട്ടാൻ പോകുന്ന എക്സ്പോഷറാണ്. എക്സ്പോഷർ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് നിങ്ങളുടെ കരിക്കുലം എക്സ്പോഷർ, അതായത് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചേഴ്സ്. ഇപ്പൊ എന്റെ കേസിലാണെങ്കിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എക്സെപ്ഷണലി ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ യൂണിവേഴ്സിറ്റീസിൽ, പുറത്തുള്ള യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഷിക്കാഗോ അല്ലെങ്കിൽ കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് പോലെയുള്ള ടോപ്പ് റാങ്കിങ്, നോട്ട് ഇൻ ദ കൺട്രി ബട്ട് ഇൻ ദ വേൾഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ നിന്ന് PhD കഴിഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ ഫർദർ ആയിട്ടുള്ള പോസ്റ്റ് ഡോക്ക് പോലത്തെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ടീച്ചേഴ്സാണ്. സോ അവർ ഓഫർ ചെയ്യുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കിട്ടുന്നതിനേക്കാൾ മച്ച് 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 ബിഗർ ആയിരിക്കും. കാരണം അവരുടെ അപ്രോച്ചേ ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ഇവിടുത്തെ പോലെ എന്താ പറയാ, കണ്ണും ലൈക്ക് എന്താ വലുതാക്കിയിട്ട് കണ്ണുരുട്ടി കാണിച്ചിട്ട് പേടിപ്പിക്കുന്ന ഒരു സാധനമല്ല. ദേ വിൽ റെസ്പെക്ട് യുവർ പ്രൈവസി. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാവരെയും പിടിച്ച് മറ്റേ വടി കാണിച്ച് ക്ലാസ്സിൽ ഇരിപ്പിക്കുന്ന പരിപാടിയല്ല. കാരണം ടീച്ചേഴ്സിന് അറിയാം കുട്ടികളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. എസ്പെഷ്യലി നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ യു ആർ ആൻ അഡൾട്ട്. അപ്പൊ ഒരു അഡൾട്ടിനോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ടീച്ചേഴ്സിന് അറിയാം. അതേപോലെയാണ് തിരിച്ച് സ്റ്റുഡൻസും. കാരണം അത്രയും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ്. അപ്പൊ അവര് ഓഫർ ചെയ്യുന്ന ഒരു ക്ലാസ്, അവരത്രയും പ്രിപ്പയർഡ് ആയിട്ട് വരുന്ന ഒരു ക്ലാസ്സിൽ അതിനോട് ഈക്വൽ ആയിട്ടുള്ള തിരിച്ച് ആ റെസിപ്രോസിറ്റി കാണിക്കുക എന്നുള്ള സാധനം നമ്മൾ ഓട്ടോമാറ്റിക്കലി വരും. അത് കോളേജിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു കാര്യമാണ്. ഇതാണ് ക്ലാസ്സസിന്റെ കേസിൽ. രണ്ടാമത്തെ ഫാക്ടറാണ് ഞാൻ പറഞ്ഞ എക്സ്ട്രാ കരിക്കുലർ എക്സ്പോഷർ. നിങ്ങൾക്ക് സ്കൂളുകളിൽ ക്ലബ്ബുകൾ ഉണ്ടാവും, ഡിബേറ്റിംഗ് ക്ലബ്ബ്, ക്വിസ് ക്ലബ്ബ് പോലെയുള്ള ക്ലബ്ബുകൾ ഉണ്ടാവും. അതേപോലെ ഞങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അതിനെ വിളിക്കുന്നത് സൊസൈറ്റികളാണ്. അതായത് വി ഹാവ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സൊസൈറ്റീസ്. ഇപ്പോൾ തിയേറ്റർ സൊസൈറ്റി ഉണ്ട്, ഡ്രാമ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. അതിന് പുറമെ മ്യൂസിക് സൊസൈറ്റി ഉണ്ട്. സോ ഈ സൊസൈറ്റി ലീഡർഷിപ്പ് സൊസൈറ്റികളുണ്ട്. ഇൻഫോർമൽ ഡിസ്കഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഈ നമ്മളെ ലോൺസ് ഉണ്ടല്ലോ, പുല്ലിട്ട ലോൺസിൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ലോൺസ് ഉണ്ടല്ലോ എല്ലാ ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും. സോ അവിടെ ഇത് ഞങ്ങൾക്ക് ഡിസ്കഷൻസ് എടുക്കാം. ഐ മീൻ ഒരു ഗ്രൂപ്പ് എല്ലാവരും വന്ന് ഒരു ദിവസം ഒരാഴ്ചയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇഷ്യൂസിനെ പറ്റിയിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ള 44ഓളം സൊസൈറ്റികളാണ് ഞാൻ പഠിച്ച കോളേജിൽ, അതായത് സെന്റ് സ്റ്റീഫൻസിൽ ഉണ്ടായിരുന്നത്. സോ ഞങ്ങളുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത് 8:30 to 1:30 ഞങ്ങൾക്ക് ക്ലാസ്സും 2 മണിക്ക് ശേഷം പിന്നെ 10 മണി വരെ ഫുൾ സൊസൈറ്റി ആക്ടിവിറ്റീസിനുള്ളതാണ്. ഈ സൊസൈറ്റി ആക്ടിവിറ്റി ഇതൊക്കെ എന്തിനാ, ഇതൊക്കെ നമ്മൾ ആക്ച്വലി ഇതെന്താ നമ്മുടെ പ്രോഗ്രസ് കാർഡിൽ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ജോലി തരാൻ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നത് ഒരു നാരോ തോട്ടാണ്. കാരണം 2-3 റീസൺസ് പറയാം. ഇപ്പൊ പ്രാക്ടിക്കൽ ആയിട്ടാണ് നിങ്ങൾക്ക് റീസൺ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. കോളേജില്, അതായത് കോളേജ് എത്തുന്നവരെ നിങ്ങളുടെ CUET സ്കോർ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. കോളേജ് എത്തിക്കഴിഞ്ഞാൽ അവർ നോക്കുന്നത്, അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പ്ലേസ്മെന്റ് ഇരിക്കുന്നവര് അല്ലെങ്കിൽ നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോൾ അവർ നോക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായ സ്കോർ ഉണ്ടോ എന്നല്ല, നിങ്ങൾ അവിടുത്തെ ടോപ്പ് 1 ആണോ എന്നല്ല അവർ നോക്കുന്നത്. മറിച്ച് നിങ്ങളൊരു ഓൾറൗണ്ടർ ആണോ. ഓൾറൗണ്ടർ ഇൻ ദ സെൻസ് നന്നായിട്ട് സ്റ്റഡി മാനേജ് ചെയ്യുന്നുണ്ട്, അതേസമയം നിങ്ങൾ ഈ സൊസൈറ്റീസിൽ പങ്കെടുത്തുകൊണ്ട് അതിന് മീനിങ് ഫുൾ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് നിങ്ങൾ ആ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആണോ, നിങ്ങൾ ആ സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പർ ആയിട്ട് നിങ്ങൾ എന്തൊക്കെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ആവറേജ് ഒരു ആസ് എ ഓൾറൗണ്ടർ സ്കില്ലാണ് ശരിക്കും നിങ്ങൾ പ്ലേസ്മെന്റ് പോകുമ്പോൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നതും അവർ നോക്കുന്നതും. അല്ലാതെ എല്ലാം തികഞ്ഞ ഒരു പഠിപ്പീനല്ല അവർക്ക് മാർക്കറ്റിലാണെങ്കിലും ആവശ്യം, മറിച്ച് ഒരു ഡൈവേഴ്സിറ്റി ഓഫ് എക്സ്പീരിയൻസ് ഉള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ക്ലബ്ബുകളുടെ വിവിധങ്ങളായ പരിപാടികൾ നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അറിയാണ്
എന്തെന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഒരു നല്ല ഓർഗനൈസറായി മാറും. നിങ്ങൾ ആ പരിപാടിക്ക് വേണ്ടി പെർമിഷൻ എടുക്കണം. ആ പരിപാടിക്ക് വേണ്ടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സിനെയും ഗസ്റ്റുകളെയും നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം. ഇൻവൈറ്റ് ചെയ്യാൻ അതേസമയത്ത് നിങ്ങൾ അതിനു വേണ്ടിയുള്ള ഫിനാൻസ് മാനേജ് ചെയ്യണം. അതിനുവേണ്ടിയുള്ള സ്പോൺസർഷിപ്പ് പിച്ച് ചെയ്യണം. ആ സ്പോൺസേഴ്സിനെ കൺവിൻസ് ചെയ്യണം. സോ ഇങ്ങനെയുള്ള ഒരു എൻ നമ്പർ ഓഫ് കാര്യങ്ങൾ നിങ്ങൾ ഓർഗനൈസ് ചെയ്യും. ഈ ഓർഗനൈസേഷണൽ സ്കില്ല് ആക്ച്വലി നിങ്ങൾക്ക് വരുന്നത് ഇതേപോലെ പരിപാടികൾ ചെയ്യുമ്പോഴാണ്. ഇതാണ് നിങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷനിലും ഇന്റർവ്യൂവിലും, പ്ലേസ്മെന്റിന്റെ സമയത്ത് ഇന്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ഉണ്ട്. ആ സമയത്ത് അവർ ചെക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഇന്റർ പേഴ്സണൽ സ്കില്ലാണ്. അല്ലാതെ ക്ലാസ് റൂമിൽ ആരോടും മിണ്ടാതെ ഒരു പരിപാടിയിലും പങ്കെടുക്കാതെ ബുക്കിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കുട്ടിക്ക് പ്ലേസ്മെന്റിന് പോയ 0 മാർക്കായിരിക്കും. സോ ഇനി അങ്ങോട്ടുള്ള അല്ലെങ്കിൽ സോറി 12th കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓൾ റൗണ്ട് പെർഫോമൻസ് ആണ്. അതിൽ നിങ്ങളുടെ മൾട്ടിപ്പിൾ ടാലന്റ്, ഇന്റർപേഴ്സണൽ സ്കിൽ, ഇതൊക്കെയാണ് ശരിക്കും കമ്പനികളാണെങ്കിലും നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ, ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോൾ ഈ യൂണിവേഴ്സിറ്റികളും ചെക്ക് ചെയ്യുന്നു. ഇതാണ് എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള എക്സ്പോഷർ. ഇനി തേർഡ് ഒരു ഫാക്ടർ ഉണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കോളേജസുകളെല്ലാം ആക്ച്വലി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസുമായിട്ട് ടൈഡ് അപ്പ് ആണ്. ഇൻ ദ സെൻസ് ദാറ്റ് അവിടുന്ന് വർഷങ്ങളായിട്ട് ആൾക്കാർ പുറത്തേക്ക് മാസ്റ്റേഴ്സിനും PhDക്കും വേണ്ടി പോകുന്നതാണ്. സോ പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ദർ ഇസ് ദിസ് കോൺസെപ്റ്റ് കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്രെഡിബിലിറ്റി. അതായത് ഫോറിൻ യൂണിവേഴ്സിറ്റി നോക്കും നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത് എന്നുള്ളത്, ഏത് കോളേജാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നിങ്ങൾ വരുന്നത് എന്നുള്ളത്. അപ്പൊ അവര് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം, അവിടെ ഇതിനു മുമ്പ് ആ പെർട്ടിക്കുലർ കോളേജിൽ നിന്ന് കുട്ടികൾ വന്നിട്ടുണ്ടോ, എന്തായിരുന്നു അവരുടെ പെർഫോമൻസ്. അങ്ങനെ വർഷങ്ങളായിട്ട് കുട്ടികൾ വരുന്നതും അതേപോലെ നല്ല കാൻഡിഡേറ്റ്സ് വരുന്ന കോളേജുകളെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്രെഡിബിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം സ്റ്റീഫൻസ് അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എല്ലാ കോളേജസും ഈ ഒരു ടാഗ് ഉള്ളതാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്രെഡിബിലിറ്റി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റീഫൻസ് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷന് പോകുന്ന സമയത്ത്, അതായത് ഫോറിൻ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പോകുന്ന സമയത്ത് ഉറപ്പായിട്ടും ഒരു സ്റ്റീഫൻസ് എന്നുള്ള അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കാൻഡിഡേച്ചർ ഭയങ്കര സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി സ്ട്രോങ് ആവും. കാരണം വർഷങ്ങളായി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് അവിടെ വന്ന ഈ ഫോറിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി എക്സെപ്ഷണലി വെൽ ആയിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ 2-3 എക്സാമ്പിൾ പറയാം. ഇന്ത്യയിൽ നിന്ന് ഓക്സ്ഫോർഡിലേക്ക് ഒരു സ്കോളർഷിപ്പ് ഉണ്ട്, റോഡ് സ്കോളർഷിപ്പ് എന്നാണ് അതിന്റെ പേര്. റോഡ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആകെ 5 പേർക്ക് മാത്രം കിട്ടുന്ന സ്കോളർഷിപ്പ്. ലോകത്തിൽ മൊത്തം 95 പേർക്കേ കിട്ടുന്നുള്ളൂ. അതില് ഓക്സ്ഫോർഡിൽ പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്സ്ഫോർഡിനെ പറ്റി നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസും അതേപോലെ റാങ്കിങ്ങിൽ ടോപ്പിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. സോ ഈ ഓക്സ്ഫോർഡിലേക്ക് പോകുന്ന അഞ്ച് ഇന്ത്യക്കാരില് 1-2 ഇന്ത്യക്കാർ ഉറപ്പായിട്ടും, നിങ്ങൾക്ക് അതിൽ എന്നോട് വേണമെങ്കിൽ ബെറ്റ് വയ്ക്കാം, മിനിമം ഒരാളോ ഒന്നിൽ കൂടുതൽ ആൾക്കാരോ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കും. അതിൽ തന്നെ എല്ലാ വർഷവും കൂടുതലും സ്റ്റീഫൻസ് എന്നുള്ള ഒരാൾ ഉണ്ടാകാറുണ്ട്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ വർക്ക് ചെയ്യുന്നത് കൊണ്ടും കൂടിയാണ്. കുട്ടികളുടെ കഴിവിനെ ഞാൻ നിസ്സാരവൽക്കരിക്കല്ല, മറിച്ച് നമ്മൾ എവിടെ പഠിച്ചു എന്നുള്ളത് മാറ്റർ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സ്കോളർഷിപ്പുകൾ ഉറപ്പായിട്ടും മാറ്റർ ചെയ്യും. കാരണം അവർ ചെക്ക് ചെയ്യും വർഷങ്ങളായി നിങ്ങൾ വരുന്ന സ്ഥാപനത്തിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ടോ, ആ കുട്ടികളുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഈ വരുന്ന കുട്ടീനെ നമുക്ക് ധൈര്യത്തോടെ എടുക്കാൻ പറ്റൂല്ലോ എന്ന്. കാരണം ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് 2 വർഷത്തേക്കുള്ള സ്കോളർഷിപ്പാണ്. വലിയൊരു എമൗണ്ട് നിങ്ങളിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ ഈ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് പറഞ്ഞാൽ നിങ്ങൾ വൃത്തിക്ക് അത് ആ സ്കോളർഷിപ്പ് യൂട്ടിലൈസ് ചെയ്യുന്ന കോൺഫിഡൻസ് അവർക്കും. സോ ഈ 3 ഫാക്ടറാണ് അവർ ഈ ക്രെഡിബിലിറ്റി നോക്കുന്നത്. ഞാൻ ഇതിന്റെ 3rd റൗണ്ട് വരെ എത്തി, പക്ഷെ എനിക്ക് ഫൈനൽ സെലക്ഷൻ കിട്ടിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലാരിറ്റിയോടെ സംസാരിക്കുന്നത്. അതേസമയം എനിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓക്കെ ഞാൻ പണിയെടുത്തിട്ടുണ്ട്, ബട്ട് അതിന് പുറമെ സ്റ്റീഫൻസ് എന്ന് പറയുന്ന ഒരു ടാഗ് എന്റെ കൂടെ ഉള്ളതും കൂടിക്കൊണ്ടാണ്. സോ ഇതാണ് നിങ്ങളുടെ അടുത്തൊരു അവന്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിലും പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി പോവാം, സിവിൽ സർവീസിന് പോവുക, അതല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി നിങ്ങൾക്ക് പുറത്തുള്ള യൂണിവേഴ്സിറ്റീസിൽ, ലോകത്തിലെ വിവിധങ്ങളായ യൂണിവേഴ്സിറ്റിയിൽ വിത്ത് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും സെൻട്രൽ യൂണിവേഴ്സിറ്റി, എസ്പെഷ്യലി ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, ഡൽഹി യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യും എന്നുള്ളതാണ്. സോ എവിടെ പഠിച്ചു എന്ന് നിങ്ങൾക്ക് ഒരു എവിടെ പഠിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ ഇതാണ് അതിനുള്ള ആൻസർ. നിങ്ങൾക്ക് ഡൽഹി അലൂമിനീസിനെ നോക്കാം, അവരെവിടെയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് നോക്കാം. അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ വർഷത്തെ റിസൾട്ടും. എല്ലാ വർഷത്തെ റിസൾട്ടും നിങ്ങൾ നോക്കിക്കോ, ടോപ്പ് 10 ഒരു ഒറ്റ ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് വെരി വെരി റെയർ ആണ്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള റീസൺ ആണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം അക്കാഡമിക് കൾച്ചർ അതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ നാഷണൽ അല്ലെങ്കിൽ വേൾഡ് റെക്കോർഡ്സ് എല്ലാം വരുന്നത് ഒളിമ്പിക്സിലാണ്.
എന്തുകൊണ്ടായിരിക്കും ഒളിമ്പിക്സിൽ വേൾഡ് റെക്കോർഡ്? ഈ നാട്ടിൽ നമ്മളെ കാണും ലൈക്ക് ചിലപ്പം നല്ല എക്സെപ്ഷണൽ ടാലന്റ് ഉള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ ഒളിമ്പിക്സിൽ വരുമ്പോഴാണ് വേൾഡ് റെക്കോർഡ്സ് എല്ലാം ഉണ്ടാകുന്നത്. അതിനുള്ള ഒറ്റ റീസണേ ഉള്ളൂ, ഒരു രാജ്യത്തെ ഏറ്റവും ബെസ്റ്റ് ടാലന്റുകളെല്ലാം ഒരുമിച്ച് വന്ന് കോമ്പീറ്റ് ചെയ്യാണ്. സോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാണ്, നിങ്ങളെ പെർഫോം ചെയ്യാനുള്ള കേപ്പബിലിറ്റി അല്ലെങ്കിൽ ആ കോമ്പറ്റീഷൻ കൂടുന്ന കാരണം തന്നെ നിങ്ങളും ഓട്ടോമാറ്റിക്കലി അപ്ഗ്രേഡ് ചെയ്യപ്പെടും. സിമിലർലി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കേസിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് 1010 എന്തുകൊണ്ട് 4 സിവിൽ സർവൻസ് വരുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, സോറി, 4 ഡൽഹി യൂണിവേഴ്സിറ്റിക്കാർ വരുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഇത് തന്നെയാണ്. കാരണം വിവിധങ്ങളായ സിലബസ്, അതായത് സ്റ്റേറ്റ് സിലബസ്, അതായത് എത്രയോ സ്റ്റേറ്റുകളുടെ സ്റ്റേറ്റ് സിലബസ്, ICSE, CBSE, IGSE പോലെയുള്ള ഇഷ്ടംപോലെ സിലബസുകളിലെ ടോപ്പേഴ്സ് ഒക്കെയാണ് ആക്ച്വലി നിങ്ങളുടെ ക്ലാസ്മേറ്റ്സുകൾ ആകാൻ പോകുന്നത്. സോ അവരുമായിട്ട് ക്ലാസ് റൂം, നമ്മൾ സ്കൂളിലെ പോലത്തെ അൺഹെൽത്തി കോമ്പറ്റീഷൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരുമായിട്ട് നിങ്ങൾ ക്ലാസ് റൂം സ്പേസുകൾ ഷെയർ ചെയ്യുന്ന സമയത്തും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്തും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കേപ്പബിലിറ്റിയും കൂടും. അങ്ങനെ കൂടി വന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അല്ലാതെ ഞാൻ ഭയങ്കര എക്സെപ്ഷണൽ ആയ ഒരു മനുഷ്യനൊന്നും ആയിരുന്നില്ല. ജസ്റ്റ് ബിക്കോസ് ഐ ഗോട്ട് അടിപൊളിയായിട്ടുള്ള കുറെ ക്ലാസ്മേറ്റ്സ് ആൻഡ് കോളേജ് മേറ്റ്സ് ഉള്ളത് കൊണ്ടും കൂടിയാണ് ഞാൻ ഈ വർഷം, ഐ മീൻ ഈ വർഷം നല്ല ഇൻ ജനറൽ എന്റെ കേപ്പബിലിറ്റി കൂടിയിട്ടുള്ളത്. സോ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? സെയിം ലോജിക് ആണ്. എല്ലാത്തിലെയും ബെസ്റ്റ് ടാലന്റുകളാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്, എസ്പെഷ്യലി ഫ്രം ദ നോർത്ത്. അതുകൊണ്ടാണ് ഈ ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും അവരെല്ലാം ലൈഫിൽ എക്സെപ്ഷണലി വെൽ ആയിട്ട് ചെയ്യുന്നത്. സോ ഇതാണ് ആക്ച്വലി സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്റെ കേസിൽ ചെയ്തിട്ടുള്ളത്. ഇനി അതെങ്ങനെ സ്പെസിഫിക്കലി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ഒന്ന്, ഒരു സ്ട്രോങ് ബോണ്ട് ഓഫ് ഫ്രണ്ട്സ് ആണ്. എന്റെ സിവിൽ സർവീസ് പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ എനിക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റീഫൻസിൽ തന്നെ പഠിച്ചിട്ടുള്ള ജൂനിയേഴ്സും സീനിയേഴ്സും ഉള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. അതില് ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. ഞങ്ങളുടെ ഒരു ഗ്യാങ്ങിലെ ഭൂരിഭാഗം ആൾക്കാർ ഇപ്പൊ സിവിൽ സർവീസിൽ തന്നെയാണ്. 2023 നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തൊക്കെ, ഞാൻ വെറുതെ തള്ളുന്നാന്ന് നിങ്ങൾ വിചാരിക്കരുത്. 2023 30ാമത്തെ റാങ്ക് കിട്ടിയ വിഷ്ണു ശശികുമാർ എന്റെ ജൂനിയർ ആയിരുന്നു. അതേ വർഷം തന്നെ 59ാമത്തെ റാങ്ക് കിട്ടിയ ബെഞ്ചോ പി ജോസ്, അദ്ദേഹം IAS ആണ് ഇപ്പം. അദ്ദേഹം ഡൽഹി കേഡറിൽ IAS ഓഫീസറാണ്. എന്റെ സൂപ്പർ സീനിയർ ആയിരുന്നു കോളേജിൽ. അതേ വർഷം തന്നെ 225ാമത്തെ റാങ്ക് കിട്ടിയ നെവിൻ കുരുവിള തോമസ് IPS ആണ്. അവനും എന്റെ ജൂനിയർ ആയിരുന്നു. സോ ഈ 3 പേരും എന്റെ ഗ്യാങ് ആയിരുന്നു. കോളേജ് കഴിഞ്ഞ് എന്റെ സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ എനിക്ക് ഈ റാങ്ക് കിട്ടാനും ഈ 3 പേരും സിഗ്നിഫിക്കന്റ് റോളാണ് ഇത്തവണ വഹിച്ചിട്ടുള്ളത്. അതേപോലെ KS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ 3rd റാങ്ക് കിട്ടിയ ആൽബർട്ട് എബ്രഹാം, അദ്ദേഹം എന്റെ സൂപ്പർ സീനിയർ. അദ്ദേഹം എന്റെ പ്രിപ്പറേഷനിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങളൊരു 6-7 പേരുള്ള ഗ്യാങ്ങില് ഇനി 2 പേരും കൂടെ കയറാൻ ബാക്കിയുള്ളൂ. അവര് 3 പ്ലസ് ആൽബർട്ട് ഏട്ടനും ഞാൻ ഉൾപ്പെടെ 5 പേര് ഓൾറെഡി കയറി കഴിഞ്ഞു. ഇത് കാണിക്കുന്നത് എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ബോണ്ടും, അതായത് നമ്മള് കോളേജ് സ്പേസുകളിൽ പലപ്പോഴും നമ്മുടെ ഇൻഡിവിജ്വൽ കഴിവുകൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇന്ററാക്ഷൻസ്, നമ്മൾ ഇടപഴകുന്ന ആൾക്കാര്, നമ്മൾ ഈ സൊസൈറ്റികളിലൊക്കെ പങ്കെടുത്ത് കിട്ടുന്ന കുറെ ബന്ധങ്ങൾ, ഇതൊക്കെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു സൗഹൃദം ഉറപ്പായിട്ടും എന്റെ ട്രാൻസിഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്റെ പ്രിപ്പറേഷന്റെ ആൻസർ റൈറ്റിംഗ് ആയിക്കോട്ടെ, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, ഇതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള എക്സ്പോഷർ. അതായത് എന്റെ കോൺഫിഡൻസ്, നമ്മൾ എപ്പോഴാണ് കോൺഫിഡന്റ് ആകുന്നത്? വെൻ യു ഹാവ് വെൻ യു തിങ്ക് ഓക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ എക്സ്പോഷറും കിട്ടിയിട്ടുണ്ടെന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതായിരുന്നു. ഞാൻ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തും ഞാൻ എക്സാംസ് എഴുതുന്ന സമയത്തും എനിക്ക് കിട്ടാനുള്ള എല്ലാ ബെസ്റ്റ് എക്സ്പോഷറും എനിക്ക് സ്റ്റീഫൻസ് തന്നിട്ടുണ്ട്. ഒന്ന്, ഞാൻ ഇന്റർനാഷണലി ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഹാർവേർഡ് ബിസിനസ് സ്കൂളിന്റെ ലീഡർഷിപ്പ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ട് ഐ ട്രാവൽ ടു ദുബായ് ടു അറ്റൻഡ് ദാറ്റ് കോൺഫറൻസ്. അതെങ്ങനെയാ വരുന്നത്? അഗൈൻ കോളേജിന്റെ പ്ലേസ്മെന്റ് സെല്ലിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മെയിൽ ആയിരുന്നു. അതിന് അപ്ലൈ ചെയ്തു. അതിന്റെ 3 ലെവൽ ഓഫ് സെലക്ഷന് പോയി പങ്കെടുത്തു, കിട്ടി. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് റൈറ്റിംഗ് സ്കിൽസ് ആണ്. പുറത്തേക്കുള്ള യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് തന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ആ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ പെർട്ടിക്കുലർ കോഴ്സ് അപ്ലൈ ചെയ്യുന്നു എന്നുള്ള ഒരു റൈറ്റപ്പ് എഴുതണം. ഇങ്ങനെയുള്ള കുറേ റൈറ്റപ്പ് ഞാൻ എൻ്റെ പല സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടും പല യൂണിവേഴ്സിറ്റിയിലേക്ക് വേണ്ടി എഴുതി 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 ഓട്ടോമാറ്റിക്കലി എനിക്കൊരു റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ ആ ഒരു സ്കില്ലാണ് മെയിൻസിനൊക്കെ പോകുമ്പോൾ എനിക്ക് എപ്പോഴും ലൈക്ക് കൈത്താങ്ങായിട്ടുള്ളതും എൻ്റെ കോൺഫിഡൻസ് ബിൽഡിംഗ് ഫാക്ടർ ആയിട്ടുള്ളത്. 3 എന്ന് പറയുന്നത് പല ടൈപ്പ് ഓഫ് എക്സ്പോഷർ. അതായത്
ഇന്ത്യയിലെ ബെസ്റ്റ് ടാലന്റുമായിട്ട് നിങ്ങൾ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ തോട്ട് പ്രോസസ് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ക്രൗഡ് തന്നെയാണ് നിങ്ങൾ ഡൽഹി പോകുമ്പോൾ ആക്ച്വലി ഇന്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന ക്രൗഡ് ഇവരൊക്കെ തന്നെ ആയിരിക്കും. സോ എന്താണ് ക്രൗഡിന്റെ പൾസ് എന്നുള്ളത് ഓൾറെഡി ഞാൻ ഒരു 5 വർഷത്തെ എക്സ്പോഷർ ഡൽഹിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. നാലാമത്തെ ഒരു വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു ഫാക്ടർ പറയുകയാണെങ്കിൽ, നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ, സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ആക്ച്വലി പോകുന്നത് ഡൽഹിയിലേക്കാണ്. പലർക്കും ഡൽഹി ആ സമയത്ത് ഒരു ന്യൂ പ്ലേസും, പലരും ടെൻഷനോടെ ഡൽഹിയിൽ പോകുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു കോളേജിൽ പോകുന്ന അതേ ഫീലോട് കൂടിയാണ് ഞങ്ങൾ ഡൽഹിയിൽ പോകുന്നത്. കാരണം ആഹ്, ആ സ്പേസ് ഞങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ്. ഞങ്ങള് എന്താ പറയാ, കോളേജ് കാലത്ത് സ്പെൻഡ് ചെയ്ത ടൈമൊക്കെയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്റർവ്യൂ കൊടുക്കാൻ പോകുന്ന സ്ഥലങ്ങൾ. ഐ മീൻ അതിന്റെ അകത്തല്ല, മറിച്ച് അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, സെൻട്രൽ ഡൽഹി എന്നൊക്കെ പറയുന്നത്. സോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു ഹോം ഗ്രൗണ്ടിൽ പോയി ഒരു മാച്ച് കളിക്കുന്ന അതേ സെയിം ഫീലോട് കൂടിയാണ് ഞങ്ങളെല്ലാം പോകുന്നത്. സോ അങ്ങനെ ഒരു ആഡ് ഓൺ ഫീച്ചറും കൂടിയാണ്. ഒരു കാര്യം ഞാൻ വിട്ടുപോയത്, ഞങ്ങൾക്ക് നമ്മുടെ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ചെയ്യും. അതായത് നമ്മളൊരു ഷോർട്ട് പീരീഡിൽ ചില സ്ഥാപനങ്ങളിലോ കമ്പനികളിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുക. അതായത് നമ്മുടെ CV ബിൽഡിംഗ് എന്ന് പറയും. CV നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ബയോഡാറ്റയാണ്. നമ്മുടെ പ്ലേസ്മെന്റിനാണെങ്കിലും നമ്മൾ പുറത്തേക്കുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനാണെങ്കിലും ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അപ്പം ഈ CV ബിൽഡിംഗ് ശരിക്കും പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ ആദ്യത്തെ സെമസ്റ്റർ തൊട്ടേ നമുക്ക് തുടങ്ങും. അത്തരത്തിലുള്ള ഒരു ഓറിയന്റേഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. ബിക്കോസ് ഒന്നാമത് നമ്മുടെ സീനിയേഴ്സ് നമുക്ക് അത്തരത്തിലുള്ള ഇൻപുട്സ് തരും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഇതേപോലെ CV ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. കേരളത്തിൽ ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യം, കേരളത്തിൽ ലാസ്റ്റ് സെമസ്റ്റർ ആകുമ്പോഴാണ് ആൾക്കാർ CV ബിൽഡിങ്ങിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത് പോലും. അതേസമയം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ലൈക് ഫസ്റ്റ് ഡേ തൊട്ട് അവർ ദേ സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ലൈക് ബിൽഡിംഗ് ദെയർ CV, ഇംപ്രൂവിങ് ദെയർ പേഴ്സണാലിറ്റി. കാരണം എനിക്ക് ട്രാൻസ്ലേഷൻ, ഞാൻ ഒരു കോളേജിൽ പഠിപ്പിച്ച ആളും കൂടെയാണ് കേരളത്തിൽ. അപ്പൊ എനിക്ക് ആ ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കേരളത്തിലെ കുട്ടികൾ ലാസ്റ്റ് സെമസ്റ്റർ ഒക്കെ ആകുമ്പോഴാണ് CV ബിൽഡിങ്ങിനെ പറ്റിയൊക്കെ ശ്രദ്ധിക്കുന്നത് പോലും. സോ ഇത്തരത്തിൽ ഇന്റേൺഷിപ്പുകൾ പോയി ചെയ്യുക. അതായത് ബ്രേക്കിന്റെ സമയത്ത്, സമ്മർ ബ്രേക്കിന്റെ സമയത്ത് ഞങ്ങൾ ആരും വീട്ടിൽ പോയി ചില്ല് ചെയ്യല്ല, മറിച്ച് ഞങ്ങള് ലൈക്ക് അത്രയും സീരിയസ് ക്രൗഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പലരും നീതി ആയോഗിലോ, കാരണം ഡൽഹിയിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ കുറെ ആക്സസ് ഉണ്ടല്ലോ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലോ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് പാർലമെന്റിലൊക്കെ പോയി ഇന്റേൺഷിപ്പുകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്പനികളിൽ പോയി ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് ലൈക്ക് ദേ മേക്ക് അവരുടെ ബയോഡാറ്റ, കരിയർ, ഇതെല്ലാം അവർ അവിടെ നിന്നാണ് ബിൽഡ് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ ഒരു നാഷണൽ ലെവൽ കോമ്പറ്റീഷന്റെ ഒരു പൾസ് അറിയുന്നതും അതേപോലെ അതിന് വേണ്ട കുറെ സ്കിൽ സെറ്റ് ബിൽഡ് ചെയ്യുന്നതൊക്കെ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ആൻഡ് ദി അതർ തിങ് ഈസ് കോൾഡ് നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് നിങ്ങൾക്ക് അത്ര ഫെമിലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം 12th കുട്ടികളാണ്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കോണ്ടാക്റ്റുകൾ. ഇപ്പൊ എന്റെ ബാച്ചിലുള്ള ഈ വർഷം സർവീസിലുള്ള 6 പേരുണ്ട്. 25ാമത്തെ റാങ്ക് കിട്ടിയ ഭവിക എന്ന് പറയുന്ന ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്. അതേപോലെ 150 റാങ്കിൽ ഞാനുണ്ട്. 212 വേറൊരു ബാച്ച്മേറ്റ് ഉണ്ട്. 500 സംതിങ് റാങ്കിൽ വേറൊരു ബാച്ച്മേറ്റ് ഉണ്ട്. 893 റാങ്കിൽ വേറൊരു ബാച്ച്മേറ്റ് ഉണ്ട്. സോ ഇത്രയും പേര് എന്റെ ബാച്ച്മേറ്റ് ആണ്. ഇതിന് പുറമെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ബാച്ചിൽ തന്നെ പലരായിട്ട് കയറിയിട്ടുണ്ട്. ഒരു മലയാളിയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2024 കഴിഞ്ഞ വർഷം 80ാം റാങ്ക് കിട്ടി ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന റീനു എന്ന് പറയുന്നത് എന്റെ ബാച്ച്മേറ്റ് ആണ്. അവരുടെ ബാച്ചിൽ തന്നെ, അവരുടെ എക്കണോമിക്സ് ക്ലാസ്സിൽ തന്നെ എനിക്ക് തോന്നുന്നു 4 IAS ഓഫീസേഴ്സും 2 IFS ഓഫീസേഴ്സും ഒരു IPS ഓഫീസറും. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒറ്റ ക്ലാസ്സിലാണ് അവർ ഇത്രയും പേരുള്ളത്. ഇതെല്ലാം പോസിബിൾ ആകുന്നത് നെറ്റ്വർക്കും കൂടിയാണ്. അതായത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ബന്ധങ്ങൾ, അത് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന, അതായത് മെക്കൻസി പോലത്തെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന കോർപ്പറേറ്റുകൾ ഉണ്ട്, സിവിൽ സർവൻസ് ഉണ്ട്, പുറത്ത് യൂണിവേഴ്സിറ്റികളിൽ അക്കാഡമിഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ അക്കാഡമിഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഇത്തരത്തിൽ ഒരു ബെഞ്ച് ഓഫ് സൗഹൃദങ്ങൾ അല്ലെങ്കിൽ നെറ്റ്വർക്കുകൾ നിങ്ങൾക്ക് കിട്ടും. സോ അതുകൊണ്ട് എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോളേജിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും എളുപ്പമായിട്ട് തീരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈക്ക് വേറൊരു ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ കോർപ്പറേറ്റിലൊക്കെ ഉള്ളൊരു ലൈക്ക് ജോലി കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് റെഫറൽ. അതായത് ഓൾറെഡി ആ കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരാളെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, നിങ്ങൾക്ക് നല്ല ടാലന്റ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഫ്രണ്ടിനോട് ചോദിക്കാം, എന്നെ ഒന്ന് റെഫർ ചെയ്യുമോ. അപ്പൊ നിങ്ങൾക്കും അവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നു വിടുന്നത്. സോ ഇത്തരത്തിലുള്ള നല്ല നെറ്റ്വർക്കുകൾ ഉണ്ടാക്കുന്നതും ഇത്തരത്തിലുള്ള ലൈക് കോളേജിലെ നല്ല കോമ്പീറ്റിംഗ് ക്രൗഡിനെ കാണുമ്പോഴാണ്. അത് ലൈക് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ യു നീഡ് ടു ഗോ ടു ഡൽഹി യൂണിവേഴ്സിറ്റി. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളും കൂടിയാണ്. ഇൻഫാക്ട് സിവിൽ സർവീസ് ഞങ്ങൾക്കാണെങ്കിൽ കോളേജിൽ നിന്ന് സിവിൽ സർവീസ് കിട്ടിയ ആൾക്കാരുടെ മാത്രം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആൻഡ് ദർ ആർ നമ്പർ ഓഫ് പീപ്പിൾ. അങ്ങനത്തെ എനിക്കൊന്ന് വേറൊരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. കാരണം ഇതിൽ എനിക്കൊന്ന് 98-ന് ശേഷം
സിവിൽ സർവീസ് കിട്ടിയ ആൾക്കാരൊക്കെയാണ് ഉള്ളത്. സോ വിച്ച് മീൻസ് അതിനു മുമ്പുള്ള ബാച്ചും അവിടെ തന്നെ ഉണ്ടാവും എനിക്ക് തോന്നുന്നത്, ഇൻക്ലൂഡിങ് ഫോറിൻ എക്സ്റ്റേണൽ മിനിസ്റ്റർ ശ്രീ ജയശങ്കർ സാറും സ്റ്റീഫൻസ് എന്നുള്ള ഒരാളാണ്. സോ ദാറ്റ് ഈസ് ദ ലെവൽ ഓഫ് കോൺട്രിബ്യൂഷൻ ദാറ്റ് ഡൽഹി യൂണിവേഴ്സിറ്റി ഹാസ് ബീൻ മേക്കിംഗ്. അതുകൊണ്ടും കൂടിയാണ് നിങ്ങൾ എല്ലാവരും ലൈക്ക് വൺ ഡേ യു നീഡ് ടു ഡ്രീം ഫോർ ഡൽഹി യൂണിവേഴ്സിറ്റി ആൻഡ് ഗെറ്റ് ത്രൂ ഇറ്റ്. കാരണം ഞാൻ അങ്ങനെ സ്വപ്നം കണ്ട്, ഇപ്പൊ എന്റെ സ്റ്റോറി തന്നെ പറയുകയാണെങ്കിൽ, എന്റെ ബ്രദർ എന്റെ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്ത ഒരാളാണ്. 10th വരെ ഞാൻ നാട്ടിൽ പഠിച്ചു, എന്റെ നാട് കോഴിക്കോടാണ്. പക്ഷെ സ്റ്റീഫൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്, കാരണം സ്റ്റീഫൻസ് പഠിക്കണമെങ്കിൽ അന്ന് +2 നിങ്ങളുടെ മാർക്കും പ്ലസ് ഒരു റിട്ടേൺ ടെസ്റ്റും പ്ലസ് ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഈ റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂവും ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ നാട്ടിലെ ഒരു പരിമിതി വെച്ചിട്ട് അത്രയും എക്സ്പോഷർ കിട്ടില്ല. അതുകൊണ്ട് എന്റെ ബ്രദർ എന്നെ ആദ്യം മുംബൈയിൽ സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ ജൂനിയർ സ്കൂൾ ഉണ്ട്, അവിടെ പ്ലേസ് ചെയ്യാൻ നോക്കി. പക്ഷെ അതെനിക്കൊരു കൾച്ചറൽ ഷോക്ക് ആവുമെന്ന് വിചാരിച്ചിട്ട് ഹി പുട്ട് മീ ടു തിരുവനന്തപുരത്തേക്ക് പോയി. കാരണം തിരുവനന്തപുരത്തായിരുന്നു ഹ്യൂമാനിറ്റീസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കൂൾസ് ഉള്ളത്. ഈവൻ CBSEന്റെ സോൺസിലാണെങ്കിൽ തിരുവനന്തപുരം സോണാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമിങ്. സോ അങ്ങനെ ഒരു റീസൺ കൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയി. അവിടുന്ന് ഓൾ ഇന്ത്യ റാങ്ക് ഹ്യൂമാനിറ്റീസിൽ 4th വാങ്ങിയിട്ടാണ് പിന്നെ റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂവും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റീഫൻസിൽ പോകുന്നത്. അപ്പൊ അത്രയും ലൈക്ക് ഒരു കാലത്തെ ലോങ് ഡ്രീം കൊണ്ടാണ് ഞാൻ ലൈക്ക് സ്റ്റീഫൻസിൽ പോയിട്ടുള്ളത്. അതുകൊണ്ടും കൂടിയാണ് ഇത്തരത്തിലൊരു ഡ്രീം കരിയറിലേക്ക് എനിക്ക് എത്താൻ പറ്റിയതും ആ ഒരു എക്സ്പോഷറിന്റെ ഭാഗമാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ബാക്കി കോളേജിൽ പഠിച്ചവർക്ക് അല്ലെങ്കിൽ DUവിന് പുറമെ പഠിച്ചവർക്ക് കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ലുക്ക് അറ്റ് ദ നമ്പേഴ്സ്. 102 പേര്, 950 102 പേര് ഡൽഹി യൂണിവേഴ്സിറ്റി. ആൻഡ് ഐ തിങ്ക് ദാറ്റ് നമ്പർ ടെൽസ് യു എവറിഥിങ്. സോ ദാറ്റ് ഇസ് ദ ലെവൽ ഓഫ് എന്താ പറയാ DUവിന്റെ ഇമ്പാക്ട് ഓൺ. അത് സിവിൽ സർവീസിൽ മാത്രമല്ല, ലുക്ക് അറ്റ് എനിത്തിങ്. അതിപ്പോ പ്ലേസ്മെന്റ് ആയിക്കോട്ടെ, ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ആയിക്കോട്ടെ, സിവിൽ സർവീസ് ആയിക്കോട്ടെ, എല്ലാത്തിലും DU ഹാസ് ഇറ്റ്സ് ഓൺ ഡോമിനേഷൻ. അത് ഞങ്ങളുടെ കോൺഫിഡൻസ് അഹങ്കാരമാണ്. പക്ഷേ ഇറ്റ്സ് ലൈക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. കാരണം അതാണ് ദ ഡിഫറൻസ് ദാറ്റ് ആക്ച്വലി DU വിൽ ബ്രിങ് ഇൻ യുവർ ലൈഫ്. സോ ഇത്രയാണ് ആക്ച്വലി എനിക്ക് ഇനിഷ്യലി അല്ലെങ്കിൽ എൻ്റെ ഒരു ഓവറോൾ ഇതിൽ പറയാനുള്ളത്. ഹൗ DU ഹാസ് ഇമ്പാക്റ്റഡ് ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് മീ ടു ബിക്കം വാട്ട് എവർ ഐ ആം നൗ. സോ ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ഞാൻ എടുക്കാം. സോ സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി എന്നിൽ നിന്ന് എന്തൊക്കെ അറിയണോ അതെല്ലാം ഐ വുഡ് ലൈക്ക് ടു ഷെയർ. സോ ദാറ്റ്സ് ഓൾ ഫ്രം മൈ സൈഡ്. Okay, Ajay, it was really great and informative. So the floor is now open for discussion. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ you could raise your hands. Okay, Ishra, you can unmute and ask. Hi, sir. Uh, uh, Good evening. So, Good I evening. believe you're an English graduate, right? Yes, I So, was. was this your dream? I mean, UPSC as a UPSC civil service rank holder, ഈ സിവിൽ സർവീസിൽ ജോയിൻ ചെയ്യണം എന്നത് സാറിന്റെ ചൈൽഡ്ഹുഡ് ഡ്രീം ആയിരുന്നു, അല്ലെങ്കിൽ did Delhi made you want to do it? And if so, why did you choose English as your level of language or the subject of your graduation? Okay, Dad. So basically 2 questions. One, was it like long-term dream? Not really. I mean, എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഐ വാസ് ഇൻ ദ സെക്കൻഡ് കാറ്റഗറി. അതായത് പുറത്തേക്ക് പോയി നല്ല യൂണിവേഴ്സിറ്റീസിൽ പഠിച്ച് ഒരു അക്കാഡമിഷ്യൻ ആയി തീരണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. ബട്ട് ഒരു 3rd ഇയർ ആയപ്പോൾ, ലൈക്ക് ഫൈനൽ സെമസ്റ്റർ ആയപ്പോൾ, ഐ ഹാഡ് ദിസ് തോട്ട് ഗോയിങ് ഇൻ മൈ ഹെഡ്. അതായത് ലൈക്ക് നമ്മൾ കുറെ റിസർച്ച് ഒക്കെ ചെയ്യും, പക്ഷെ എൻ്റെ ഒരു നേച്ചർ വെച്ച് ഐ നീഡ് ടു ഡു സംതിങ് ഇൻ ദ ഗ്രൗണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഒരു നേച്ചർ അങ്ങനെയല്ല എന്ന് എനിക്ക് മനസ്സിലായി. നമ്മളിപ്പം പ്രത്യേകിച്ച് എൻ്റെ ഏരിയ എന്ന് പറയുന്നത് സബോൾട്ടൻ ലിറ്ററേച്ചർ ആണ്. സാധാരണക്കാരുടെ സാഹിത്യങ്ങളൊക്കെ പഠിക്കലായിരുന്നു എൻ്റെ ഇത്. അപ്പം അതിൽ നമ്മൾ സാധാരണക്കാരെ കുറിച്ചൊക്കെ പഠിക്കും, പക്ഷെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് അടിച്ചു. അങ്ങനെ ആ സംശയത്തിന്റെ ഫലമായിട്ടാണ് ഐ ഹാഡ് എ ഡിസ്കഷൻ വിത്ത് മൈ ബ്രദർ. അപ്പൊ ഹി സൈഡ്, ഓക്കെ, ഇഫ് യു തിങ്ക് ഓക്കെ യു ആർ ഇൻട്രസ്റ്റഡ്, വൈ ഡോണ്ട് യു ഗിവ് ദിസ് എക്സാമിനേഷൻ? അറ്റ്ലീസ്റ്റ് ഇപ്പം ഒന്നും ആയില്ലെങ്കിലും കുറെ നോളജ് ഒക്കെ കിട്ടും, ദാറ്റ് വിൽ ബി ഈവൻ ഹെൽപ്ഫുൾ ഫോർ യു എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞു. സോ അങ്ങനെയാണ് ഞാനിത് തുടങ്ങുന്നത്. സോ ഇറ്റ് വാസ് ഇൻ എ ലോങ് ടേം ഡ്രീം, നമ്പർ 1. നമ്പർ 2, വൈ ഇംഗ്ലീഷ്? സോ എനിക്കും ഇപ്പൊ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് എല്ലാ സബ്ജക്റ്റിലും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അത് 10th കഴിഞ്ഞിട്ട് ലൈക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കുമെന്നുള്ള ഉറപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലൈക്ക് വാട്ട് സബ്ജക്ട് യു നീഡ് ടു ഗോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എനിക്ക് മുന്നിലുണ്ടായിരുന്നു. സോ ഐ വാസ് ലൈക്ക് ഈക്വലി ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഇംഗ്ലീഷ്, നോട്ട് മച്ച് ഇൻ ഇക്കണോമിക്സ്. അപ്പൊ ഈ 3 സബ്ജക്റ്റുകളും DUവിലും ഉണ്ട്. സോ അപ്പൊ
എന്റെ ബ്രദറിനോട് ഞാൻ അഗൈൻ ഡിസ്കസ് ചെയ്തു, എനിക്ക് ഇതിൽ എല്ലാത്തിലും ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഹി സെഡ് ഓക്കെ, എല്ലാത്തിലും ഇൻട്രസ്റ്റ് ഉണ്ട്, ഓക്കെ ദെൻ ഗോ ഫോർ ഇംഗ്ലീഷ്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ കുട്ടികളെ ലൈക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, അതായത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേക്സ്പിയറും കുറെ ബ്രിട്ടീഷ് പോയമോ ആണെന്ന്. പക്ഷെ ആക്ച്വലി ഡിയുവിന്റെ ഇംഗ്ലീഷ് തന്നെ ടോട്ടലി ഡിഫറെന്റ് ആണ്. സോ ഡിയുവിന്റെ ഇംഗ്ലീഷിൽ നമ്മൾ കുറെ ഇന്ത്യൻ റൈറ്റേഴ്സിനെ പഠിക്കും, അതേസമയം തന്നെ നമ്മൾ അതിന്റെ പൊളിറ്റിക്സ്, അതിന്റെ സോഷ്യോളജി, അതിലെ ക്യാരക്ടേഴ്സിന്റെ ഒരു അനാലിസിസ്, ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടാണ്. അതിൽ ഫിലോസഫി ഉണ്ട്, അതിൽ സോഷ്യോളജി ഉണ്ട്, അതിൽ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, അതിൽ ഹിസ്റ്ററി ഉണ്ട്. സോ എല്ലാ സബ്ജക്റ്റിന്റെയും കോമ്പിനേഷൻ ആയിട്ടാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഓൾദോ ഞങ്ങൾ ഒരു ബുക്ക് വെച്ചിട്ടായിരിക്കും അത് പഠിക്കുന്നതെന്നുള്ളൂ. ഇപ്പോൾ ഒരു ക്യാരക്ടർ എടുത്താൽ ആ ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരു ബുക്ക് എഴുതുന്നതിന്റെ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ സോഷ്യോ പൊളിറ്റിക്കൽ പശ്ചാത്തലം എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൃതി വരുന്നത്, അതിലെ ഫിലോസഫിക്കൽ അനാലിസിസ് എന്താണ്. ഇപ്പൊ നിങ്ങൾ കുറച്ചു പേരെങ്കിലും സ്വാമി ആൻഡ് ഫ്രണ്ട്സ് വായിച്ചിട്ടുണ്ടാവും, ഇപ്പൊ ആർ കെ നാരായൺ സാറിന്റെ. സോ ഞങ്ങൾ സ്വാമി ആൻഡ് ഫ്രണ്ട്സിനെ കേവലം ഒരു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആയിട്ടല്ല കണക്കാക്കുന്നത്, മറിച്ച് കൊളോണിയൽ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു സ്ട്രോങ് ഇന്ത്യൻ റൈറ്റിങ്ങും, അതിലെങ്ങനെയാണ് ഗാന്ധിയുടെ പൊളിറ്റിക്സും, ഗാന്ധി എങ്ങനെയാണ് ലൈക്ക് ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് തീമായിട്ട് വരുന്നതും, അതിലെങ്ങനെയാണ് ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഇന്ത്യൻ എഡ്യൂക്കേഷനെ ലൈക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതൊക്കെയുള്ള രീതിയിൽ പല രീതിയിലാണ് ഞങ്ങൾ അനലൈസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഒരു 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 നമ്മൾ നേരത്തെ കണ്ട ഒരു ഷേക്സ്പിയറിന്റെ മാത്രം പ്ലേ പഠിച്ചിട്ട് അതിന്റെ മാത്രം, ഇപ്പം പൊതുവെ സ്കൂൾസിലുള്ള പ്രവണതയാണ് മറ്റേ ഇംഗ്ലീഷിൽ പഠിപ്പിച്ചിട്ട് മലയാളത്തിൽ അതിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ പറയുന്നത്. ആൻഡ് ലെറ്റ് മീ ടെൽ യു, അവർ ക്ലാസ് വാസ് ഇൻ നോട്ട് അറ്റ് ഓൾ ട്രാൻസ്ലേഷൻസ്, മറിച്ച് ഇതുപോലെയുള്ള കുറെ ഡിസ്കഷൻസും ഡിബേറ്റും ആയിരുന്നു. ലൈക്ക് ഹൗ ടു സോഷ്യോ പൊളിറ്റിക്കലി അനലൈസ് എ പെർട്ടിക്കുലർ ഒരു നോവൽ അല്ലെങ്കിൽ ഒരു കഥാപാത്രം എന്നുള്ള രീതിയിൽ. സോ അങ്ങനെ എൻ്റെ പലവിധേനയുള്ള ഇൻട്രസ്റ്റിനെ ലൈക്ക് എല്ലാം കൂടെ ഒന്നിച്ച് വരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഇംഗ്ലീഷ് എന്നുള്ളത് കൊണ്ടാണ് ലൈക്ക് ഐ എൻഡഡ് അപ്പ് ഇൻ ഇംഗ്ലീഷ്. സോ അതാണ് അതിന്റെ റീസൺ. സോ ഐ ഹോപ്പ് ഐ ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ. Okay, sir. Thank you. താങ്ക് യു. Okay. Now I think Hanna, are you there? You want to ask a question? Or Srividya? Srividya ചോദിച്ചോളൂ. Good evening, sir. ഗുഡ് ഈവനിങ് ശ്രീവിദ്യ. Circling back to the fact that you majored in English, I am a person who's personally very interested in English literature. I would like to pursue that as a degree. After sir പറഞ്ഞു ഇപ്പൊ സെയിന്റ് സ്റ്റീഫൻസില് സർ ഇപ്പോ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തടിഞ്ഞ അതിന്റെ എക്സ്പ്ലോർ ചെയ്യുന്ന vivid possibilities or like the expansion of not just literature but also the socio-political as well as the philosophical aspects and literary analysis. So my question for you is, DU പോലുള്ള esteemed universities തന്നെ നമ്മളിപ്പോ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് എടുക്കുന്ന സമയത്ത് the first university that would probably come to your mind is EFLU പോലുള്ള universities because they specialize in that language. But I just want to ask you, St. Stephen's അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റീസ് പോലുള്ള യൂണിവേഴ്സിറ്റീസിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മാത്രമല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള പാത്തിലോട്ടുള്ള സ്കോപ്പ് അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് എങ്ങനെയായിരിക്കും? if I could be able to do that, like pursue that in the future. All right, great. Srividya, thank you so much for putting that initial doubt. അതായത് ഇപ്പൊ ഇംഗ്ലീഷ് എടുക്കുമ്പോൾ why don't we go for IFLU? So let me answer that question first and I'll come to that scope related question. സോ എന്തുകൊണ്ട് ഇഫ്ലു എടുത്തില്ല എന്നുള്ളതാണ്. സോ ക്ലിയർ റീസൺസ്. ഒന്നെന്ന് പറഞ്ഞാൽ ഇഫ്ലു ഇസ് എ യൂണിവേഴ്സിറ്റി. ഐ ഹോപ്പ് യു ഗൈസ് നോ വാട്ട് ഇസ് എ യൂണിവേഴ്സിറ്റി, വാട്ട് ഇസ് എ കോളേജ്. ഡൽഹിയിലേക്ക് വരുമ്പോൾ ഓൾദോ ഇറ്റ്സ് കോൾഡ് ഡൽഹി യൂണിവേഴ്സിറ്റി, അതിൽ 72 കോളേജസ് ആണല്ലോ. സോ എന്ത് സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇഫ്ലുവിലെ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവിടുത്തെ കുഞ്ഞു മക്കളാണ്. കാരണം അവിടെ MA ചെയ്യുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ട്, MPhil ചെയ്യുന്ന ആൾക്കാരുണ്ട്, PhD ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ DUലേക്ക് വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് കോളേജ്. കോളേജ് എന്ന് പറയുമ്പോൾ ഡിഗ്രി വരെയുള്ള കോളേജാണ്. MA അധികം ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഇല്ല, കാരണം MA കോമൺ ആയിട്ട് ഒരു സ്ഥലത്ത് ക്ലാസ് നടക്കുക ചെയ്യുന്നത്. സോ ബേസിക്കലി നിങ്ങൾ മാക്സിമം മീറ്റ് ചെയ്യുന്നത് ഇപ്പൊ 4 വർഷത്തെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ 4 വർഷം വരെയുള്ള നിങ്ങളുടെ സീനിയേഴ്സിനാണ്. സോ വിച്ച് മീൻസ് നിങ്ങൾ കോളേജിന്റെ എല്ലാ ആക്ടിവിറ്റീസിലും ആക്റ്റീവ്ലി ഇൻവോൾവ് ആയിരിക്കും. സോ അങ്ങനെയുള്ള ഒരു എക്സ്ട്രാ കരിക്കുലർ എക്സ്പോഷർ കിട്ടും. മറ്റിടത്തിൽ നിങ്ങൾ അവരൊന്നും ചെയ്യിപ്പിക്കാൻ സമയമില്ല, ബിക്കോസ് നിങ്ങൾ കുഞ്ഞുമക്കളാണ്, നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ മതി, നിങ്ങൾ പതിയെ ഞങ്ങൾ മാസ്റ്റേഴ്സ് ഒക്കെ ആകുമ്പോൾ പതിയെ ചെയ്താൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലുള്ള പ്രശ്നമുണ്ട്. സോ അങ്ങനെയുള്ള ഒരു ലൈക്ക് ഒരു എക്സ്പോഷർ, അതായത് കുറച്ചുകൂടി
എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകാനും കുറെ, ഞാൻ നേരത്തെ പറഞ്ഞ DU കോളേജസ് ആർ നോൺ ഫോർ ദെയർ സൊസൈറ്റി ആക്ടിവിറ്റീസ്, അതായത് ക്ലബ്സുകൾ ബേസിക്കലി. ഈ ക്ലബ്ബുകളുടെയൊക്കെ അത്രത്തോളം ക്ലബ് ആക്ടിവിറ്റീസ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ കാണാൻ പറ്റില്ല. കാരണം അവിടെ കുറച്ചും കൂടി ഒരു ഇന്റലക്ച്വലി വലിയ ക്രൗഡാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് അത്രത്തോളം ക്ലബ് ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ അവരും താല്പര്യം ഉണ്ടായില്ല, പിന്നെ നിങ്ങൾക്ക് അവസരവും ഉണ്ടായില്ല. സോ ഈ രണ്ട് റീസൺ കൊണ്ടാണ് ക്ലിയർലി ഐ മേഡ് എ ഡിസിഷൻ ഗോ ടു കോളേജ്. കാരണം എന്റെ ബ്രദറും എനിക്ക് അങ്ങനെയാണ് സജസ്റ്റ് ചെയ്തത്. കാരണം ചെറിയ പ്രായത്തിൽ കൊണ്ട് യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒരു എക്സ്പോഷറും കിട്ടില്ല എന്നുള്ള പുള്ളി തന്നെ എന്നോട് പറഞ്ഞത്. സോ ദാറ്റ് ഇസ് വൈ ഐ ഡെഫിനറ്റ്ലി വെൻ ടു സ്റ്റീഫൻസ്. കാരണം ഇപ്പൊ സ്റ്റീഫൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ 32 പേര് ഒരു ക്ലാസ്സിൽ. ലുക്ക് അറ്റ് ദ ലെവൽ ഓഫ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ദാറ്റ് യു ഗെറ്റ്. ആ 32 പേര് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ടാലന്റും ആയിരിക്കും, ആ സബ്ജക്റ്റിനോട് ഇഷ്ടപ്പെട്ട് വന്നവരുമായിരിക്കും. ഇനി കമ്മിങ് ബാക്ക് ടു യുവർ സെക്കൻഡ് റൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് എന്താണ് സ്കോപ്പ് എന്നുള്ളത്. പല ടൈപ്പ് ഓഫ് സ്കോപ്സ് ഉണ്ട്. ഒന്നെങ്കിൽ ഇഫ് യു ആർ ഗോയിങ് ഫോർ ഇംഗ്ലീഷ് ടീച്ചിങ് എന്നുള്ള സാധനത്തിലേക്ക് പോകാം, അതാണ് ഡയറക്റ്റ് ഓപ്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ കുറെ അൺകൺവെൻഷണൽ പരിപാടി ഉണ്ട്. അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഇപ്പോൾ ക്രിയേറ്റീവ് മാർക്കറ്റിംഗ്, അതേപോലെ സ്ക്രിപ്റ്റിംഗ്, അല്ലെങ്കിൽ തിയേറ്റർ ആണെങ്കിൽ തന്നെ തിയേറ്റർ ഒരു കരിയർ ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതല്ലാതെ ഇപ്പൊ ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക്സ് പോലെയുള്ള സബ്ജക്റ്റിലാണെങ്കിൽ കോർപ്പറേറ്റിൽ വേറൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്. അതായത് ഇഫ്ലൂലൊക്കെ മാസ്റ്റേഴ്സിനാണ് അത് ഓഫർ ചെയ്യുന്നത്, ബാച്ചിലേഴ്സിനല്ല. മാസ്റ്റേഴ്സിൽ കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് പറഞ്ഞിട്ട് കോർപ്പറേറ്റിൽ വേണ്ട ലാംഗ്വേജിന് പഠിക്കുന്ന ഒരു പരിപാടിയാണ്. അതിന് നല്ല പ്ലേസ്മെന്റും ഉണ്ട്. ജസ്റ്റ് ലൈക്ക് ഒരു കോർപ്പറേറ്റ് പരിപാടി പോലെ തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അതും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ട് യു ക്യാൻ ഗോ ഫോർ MBA. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IIMs, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകൾ, ദേ ഹാവ് സ്റ്റാർട്ടഡ് ദിസ് പോളിസി കോൾ ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് എഞ്ചിനീയേഴ്സിന്റെ കോൺസെൻട്രേഷൻ IIMസിൽ കൂടിയത് കാരണം അവർക്ക് ഒരേ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് IIMസിൽ വരുന്നു. ആൻഡ് ലെറ്റ് മീ ടെൽ യു, നമ്മൾ ഏത് ഓഫീസ് സ്പേസ് ആണെങ്കിലും ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആൾക്കാർ, അത് ഡൈവേഴ്സ് നോട്ട് ഇൻ ടേംസ് ഓഫ് അവർ ഏത് സബ്ജക്ട് പഠിച്ചു എന്നുള്ളതല്ല, മറിച്ച് ഡൈവേഴ്സിറ്റി ഇൻ ടേംസ് ഓഫ് ഇപ്പം ജെൻഡർ, ഇൻ ടേംസ് ഓഫ് ലാംഗ്വേജ്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വരുള്ളൂ. അതായത് ഒരു ഇംഗ്ലീഷുകാരൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു എഞ്ചിനീയർ ചെയ്തിട്ടുള്ള ഒരാൾ ചിന്തിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സയൻസുകാരൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു എഞ്ചിനീയറിംഗ് കാരൻ ചിന്തിക്കുന്നുണ്ടാവുക. സോ ഈ ഒരു സാധനം മനസ്സിലാക്കിയിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്കൂൾസ് IIMs അവർ ദേ ഹാവ് ഇൻട്രൊഡ്യൂസ് ദിസ് പോളിസി കോൾ ഡൈവേഴ്സിറ്റി അഡ്മിഷൻസ്. അതായത് നോൺ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് എക്സ്ട്രാ മാർക്ക് കൊടുത്തിട്ട് അവർക്ക് അഡ്മിഷൻ കൊടുക്കുകയാണ്. ഇപ്പൊ ഐ ഹാവ് മൈ ക്ലോസ് ഫ്രണ്ട്, ഷീ സ്റ്റഡീഡ് വിത്ത് മീ ഇൻ ഇംഗ്ലീഷ്, അപ്പൊ സ്റ്റീഫൻസിൽ തന്നെ. അത് കഴിഞ്ഞ് ഷീ വർക്ക് ഫോർ ബൈജൂസ്, അവിടെ തന്നെ പ്ലേസ്മെന്റ് കിട്ടിയിട്ട് എന്നിട്ട് ഷീ വെന്റ് ഓൺ ടു ഡു MBA ഇൻ IIM കോഴിക്കോട്. ഇപ്പൊ ആള് ചെന്നൈയിൽ പ്ലേസ്ഡ് ആണ്. ഹൗ കം ഷീ ഗോട്ട് ഇൻ ബിക്കോസ് ഓഫ് ദിസ് ഡൈവേഴ്സിറ്റി അഡ്മിഷൻ. ഇംഗ്ലീഷാണ് പഠിച്ചെങ്കിലും പക്ഷെ ഇംഗ്ലീഷിലെ റൈറ്റിംഗ് സ്കില്ല്, ഇംഗ്ലീഷിലെ അനലിറ്റിക്കൽ സ്കില്ല്, കാരണം ഞങ്ങൾ നന്നായിട്ട് അനലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു നോവലിനെ വെച്ചിട്ട് വി അനലൈസ് അല്ലോ. അപ്പൊ അങ്ങനെയുള്ള അവന്യൂസ് ഉണ്ട്. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു ക്യാൻ ഗോ ഫോർ കോർപ്പറേറ്റിലെ ജനറൽ മാനേജറിയൽ റോൾസ് ഉണ്ട്. അതിലും ഇംഗ്ലീഷുകാർക്ക് അല്ലെങ്കിൽ ഏത് സോഷ്യൽ സയൻസുകാർക്കും പറ്റും. സോ ഇത്തരത്തിലുള്ള നമ്പർ ഓഫ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് അത് തരാം. ജസ്റ്റ് ഇതൊക്കെയാണ് ഒരു മേജർ ആയിട്ടുള്ളത്. അല്ലാതെ തന്നെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പക്ക കോർപ്പറേറ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അതും ഉണ്ട്. കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഇപ്പൊ മാർക്കറ്റിംഗിലെ ചില വേർഡ്സ് പോലും ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇപ്പൊ അമൂലിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അട്ടർലി ബട്ടർലി ഡെലീഷ്യസ്. സോ അങ്ങനെയുള്ള ചില കീ വേർഡ്സ് ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ സ്വിഗ്ഗിന്റെ ഒക്കെ മാർക്കറ്റ് ക്യാമ്പയിൻസ്, IPLന്റെ സമയത്ത് അത് വേറെ രീതിയിലായിരിക്കും ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടാവുക. സോ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് ചിലപ്പം ഒരു ക്രിയേറ്റീവ് ആയ പേഴ്സൺ ആയിരിക്കും. അല്ലെങ്കിൽ ചില കമ്പനികളിൽ മാസ്റ്റർ സ്റ്റോറി ടെല്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് നടക്കുന്നുണ്ട്, ചീഫ് സ്റ്റോറി ടെല്ലർ. ഇപ്പം ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ എന്നൊക്കെ പറഞ്ഞാൽ ചീഫ് സ്റ്റോറി ടെല്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റിംഗ് നടക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റി ഇംഗ്ലീഷുകാർക്ക് ഓപ്പൺ ആണ് ആക്ച്വലി. Okay, sir. Thank you. താങ്ക് യു. Okay, another Vaishnav wants to ask it out. Vaishnav ചോദിച്ചോളൂ. So, good evening, sir. So, my question for you is, how did you start your preparation for UPSC civil service examination, and what was your study plan for that? Alright. So basically what happened was that നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 6th സെമിസ്റ്റർ ആയപ്പോഴത്തേക്കും ഐ ഗോട്ട് ക്യൂരിയോസിറ്റി ഒക്കെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാന്. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ആ പ്രായത്തിൽ കൂടി ഇപ്പൊ കടന്നു പോകുന്നുണ്ട്. കുറച്ച് നമുക്ക് ആ പ്രായത്തിൽ കുറച്ച് ചോരത്തിളപ്പ് കൂടുതലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു, കാരണം ഓൾ ഇന്ത്യ റാങ്ക് നേരത്തെ ഹ്യൂമാനിറ്റീസിലൊക്കെ കിട്ടിയോണ്ടായിത്തോടെ ഓക്കെ ഇത് പെട്ടെന്ന് തന്നെ സാധനം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ MAയുടെ സമയത്ത് ഒരു അറ്റംപ്റ്റ് കൊടുത്തായിരുന്നു. അത്ര സീരിയസ് ഒന്നും അല്ലെങ്കിലും കൊടുത്തായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഇന്റർവ്യൂ വരെ എത്തി. പക്ഷെ ആ സമയം കോവിഡ് ആയത് കാരണം എന്റെ ഗ്രാജുവേഷൻ റിസൾട്ട് കിട്ടിയില്ല. അപ്പൊ ഗ്രാജുവേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് UPSC ഇന്റർവ്യൂ അപ്പിയർ ചെയ്യാൻ പറ്റില്ല. സോ എന്റെ കാൻഡിഡേറ്റ്സ് അങ്ങനെ ക്യാൻസൽ ആയിപ്പോയി.
സോ അത് കഴിഞ്ഞിട്ട് 2022 ഞാൻ MA തീരുന്നു. എന്നിട്ട് ഞാൻ ഒരു വർഷം കംപ്ലീറ്റ് ബ്രേക്ക് എടുത്തിട്ട് തിരുവനന്തപുരത്ത് ലീഡ് IAS എന്ന് പറയുന്ന അക്കാഡമി, അതും ഒരു സ്റ്റിഫേനിയൻ തന്നെ തുടങ്ങിയതാണ്. അപ്പം അവിടെ പോകുന്നു. 2023 പ്രിലിംസിൽ എനിക്ക് രണ്ടാമത്തെ പേപ്പർ CSAT എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്, അതിൽ ജസ്റ്റ് ഷോർട്ട് മാർജിനിൽ പോകുന്നു. അപ്പം 23 എൻ്റെ പ്രിപ്പറേഷൻ ഇങ്ങനെ സ്റ്റക്ക് ആയിരുന്നപ്പോഴാണ് ഞാൻ ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുടയിൽ എനിക്കൊരു ടീച്ചിങ് ഓപ്ഷൻ വന്നു. അങ്ങനെ ഞാൻ ടീച്ചിങ് എടുത്തു. അതിന്റെ അവിടുന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് 2024 ഞാൻ ക്ലിയർ ചെയ്തു, അതായത് പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ ഒക്കെ ക്ലിയർ ചെയ്തു. പക്ഷെ എന്റെ റാങ്ക് 730 ആയിരുന്നു. അപ്പൊ എനിക്ക് ഇന്ത്യൻ റെയിൽവേ സർവീസിലായിരുന്നു എനിക്ക് അന്ന് സർവീസ് കിട്ടിയത്. അതായത് സിവിൽ സർവീസിൽ നമുക്ക് 19ഓളം സർവീസ് ഉണ്ട്, IAS IPS മാത്രമല്ല 19ഓളം സർവീസ് ഉണ്ട്. അതിൽ ഒരു സർവീസാണ് ഇന്ത്യൻ റെയിൽവേ സർവീസ്. സോ എനിക്ക് കഴിഞ്ഞാണ് ഇന്ത്യൻ റെയിൽവേ സർവീസ് കിട്ടി. പക്ഷെ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും 2025 റീഅപ്പിയർ ചെയ്തു. അങ്ങനെയാണ് ഈ വർഷം 109 റാങ്ക് എനിക്ക് കിട്ടിയത്. സോ എന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി പ്രോസസ് ഡ്രിവൺ ആയിട്ടാണ് പഠിച്ചത്. അതായത് റുട്ടീൻ ആയിട്ട് പോകും. എനിക്ക് ഒരു ദിവസത്തെ പ്ലാൻ അക്കാഡമിന്ന് തരും, ആ പ്ലാൻ അനുസരിച്ച് ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതൊരു 1 ഇയർ ലോങ് പ്രിപ്പറേഷൻ ആണല്ലോ. സോ വാട്ട് ഹാപ്പൻസ് വെച്ചാൽ നമ്മളിപ്പോൾ ഡീവിയേറ്റ് ചെയ്യാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ചില ദിവസം ഒട്ടും അത്ര സുഖം ഉണ്ടായില്ല. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മൊത്തമുള്ള 365 ദിവസത്തിന് ഓരോ ദിവസമായിട്ട് പതുക്കെ 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 ആ പ്രോസസ്സിനൂടെ ലൈക്ക് മോക്ക് ടെസ്റ്റുകൾ എടുത്ത് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്ത് ഇന്റർവ്യൂസിനാണെങ്കിൽ കമ്മ്യൂണിക്കേഷനും കുറെ മോക്ക് ഇന്റർവ്യൂസും എടുത്ത് നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ലൈക്ക് ആ എൻ്റയർ ഔട്ട്കമ്മിൽ ഫോക്കസ് ചെയ്യാതെ പ്രോസസ്സിനെ ഇങ്ങനെ മെല്ലെ മെല്ലെ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നു. സോ അതാണ് ലൈക്ക് എൻ്റെ കേസിൽ വർക്ക് ചെയ്തില്ല. ഞാൻ കുറച്ചുകൂടി അങ്ങനെ ഒരു പ്രോസസ് ഡ്രിവൺ മനുഷ്യനാണ്. പെട്ടെന്ന് എനിക്ക് അങ്ങനെ നമ്മൾ എന്താ പറയുക ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ടെൻഡൻസി ഇല്ല. എന്ന് വെച്ചാൽ സമയം എടുത്തിട്ടാണെങ്കിലും സാധനം നടന്നോളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ആ ഒരു ഗ്രാജുവൽ അപ്രോച്ച്, ബട്ട് ആ ഒരു പ്രോസസ്സിനെ ഓരോ തവണയും ഷാർപ്പൺ ചെയ്തെന്ന് തോന്നുന്നു എൻ്റെ ലൈക്ക് ഒരു ജേർണി ടു ക്ലിയർ ദിസ് എക്സാം. ഐ വുഡ് സേ സീക്രട്ട് ടു ക്ലിയർ ദിസ് എക്സാമിനേഷൻ. Okay, Jay, that was really താങ്ക് യു വൈഷ്ണവ്. നമുക്കൊരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിൽ കൂടി പോകുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ്. സംടൈംസ് ഇറ്റ് ഈസ് വെരി ഗ്രേറ്റ് ടു മൂവ് വിത്ത് ദ പ്രോസസ്. ദാറ്റ് വാസ് എക്സലന്റ്. ഉറപ്പായിട്ടും ബിക്കോസ് യു ടെൻ ടു ഡീവിയേറ്റ്, കാരണം നമ്മള് മനുഷ്യന്മാരൊക്കെ ആണല്ലോ. അപ്പൊ നമ്മള് ലൈക്ക് വി ലൂസ് ദ ട്രാക്ക് ഇൻ ബിറ്റ്വീൻ. അപ്പൊ നമുക്ക് നമ്മളൊരു പ്രോസസ്സിലാണ്, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും വന്ന് ടെസ്റ്റ് എഴുതുന്നു, അതിന് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്നു, എവിടെയാണ് നമ്മുടെ വീക്ക് പോയിന്റ് അത് നമ്മൾ ഷാർപ്പൺ ചെയ്യുന്നു. സോ ഇതൊക്കെ ആ പ്രോസസ്, ആ സിസ്റ്റമാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ബേസിക്കലി അതൊരു സിസ്റ്റമാണ്. സോ ആ സിസ്റ്റമാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ബേസിക്കലി. ഗ്രേറ്റ്. നൗ ഹന്നയ്ക്ക് ഒരു സംശയമുണ്ട്. യു ക്യാൻ ആസ്ക് Hi, ഹന്ന. sir. Good evening. ഗുഡ് ഈവനിങ് Sir, ഹന്ന. I have a doubt. It's not related to a particular subject, but generally, നമ്മൾ പ്രിപ്പറേഷൻ ടൈമിലാണെങ്കിലും ഫോർ വട്ട് എവർ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിലാണെങ്കിലും നമുക്ക് അറ്റ് സം പോയിന്റ് ഒരു ഡീമോട്ടിവേറ്റഡ് ഫീലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓക്കെ ഇസ് ഇറ്റ് പോസിബിൾ എന്നുള്ളൊരു ഫീലിംഗ് വരുവാണെങ്കിൽ ഹൗ കെൻ യു പുഷ് ത്രൂ ദാറ്റ്? ഇഫ് യു ഹാഡ് സച്ച് മൊമെന്റ്സ്, പ്ലീസ് ഷെയർ. Yeah, That yeah, is my definitely. question. I think if my friends had listened to this question, they would have all laughed because I am such a kind of person who ended up in a lot of emotions. So that is there. So എനിക്ക് ഇഷ്ടംപോലെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. സോ ഹൗ ഐ നാവിഗേറ്റഡ് 2-3 തിങ്സ്. ഒന്നെന്ന് പറഞ്ഞാൽ ഐ ആം എ ബിലീവർ ഓഫ് ഗോഡ്. അപ്പൊ നമ്മൾ കുറെ ദൈവത്തിനോട് സങ്കടങ്ങളൊക്കെ പറയും. അപ്പോ നടപടിയാകുന്നില്ല. അപ്പൊ ലൈക്ക് വി സ്പെൻഡ് സം ടൈം വിത്ത് ഗോഡ്, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യും. അതൊന്ന്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇങ്ങോട്ടേക്ക് ഇറക്കിയ കുറെ ആൾക്കാരുണ്ടല്ലോ, ദാറ്റ് ഈസ് ആർ ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോളേജ് ഫ്രണ്ട്സ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ്. കാരണം അവർ നിങ്ങളുടെ ലൈഫിൽ ത്രൂ ഔട്ട് ഉണ്ടാകുന്ന ആൾക്കാർ. നമ്മൾ സ്കൂൾ ഫ്രണ്ട്സ് പോലെയല്ല. കോളേജ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങൾ ഇപ്പോൾ പാരന്റ്സിനേക്കാൾ കൂടുതൽ നമ്മൾ ഷെയർ ചിലപ്പോൾ കോളേജ് ഫ്രണ്ട്സിനോടായിരിക്കും. കാരണം അവർ നിങ്ങളെ ജഡ്ജ് ചെയ്യൊന്നുമില്ല. ചിലപ്പോൾ പാരന്റ്സ് നിങ്ങൾ ജഡ്ജ് ചെയ്തേക്കാം, പക്ഷേ കോളേജ് ഫ്രണ്ട്സ് ആർ നോട്ട് ഗോയിങ് ടു ജഡ്ജ് യു, കാരണം അവരും ആ ഫേസിൽ കൂടെ കടന്നു പോകുന്നതായിരിക്കും. സോ എനിക്ക് ഹാഡ് ഗുഡ് നമ്പർ ഓഫ് ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ അവരെ വിളിച്ചിട്ടൊക്കെ സങ്കടങ്ങളും കരിയൊക്കെ ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിന് നമ്മളെപ്പോലെ ചിന്തിച്ചിട്ട് നമുക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരും. കാരണം നമ്മൾ ആ ഇമോഷണൽ ഹാങ് ഓവറിൽ ഇരിക്കുന്ന കാരണം നമുക്ക് ചിലപ്പോൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതേസമയം നമ്മുടെ ഫ്രണ്ട്സിന് നമ്മളെ പോലെ ചിന്തിച്ചിട്ട് ലൈക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതാണ് ലൈക്ക് സെക്കൻഡ് വേ ഓഫ്, നമുക്ക് ഇപ്പോൾ അഹന്ന പറഞ്ഞ പോലെ പോസിബിൾ ആകില്ല, നമ്മളെ കൊണ്ട് നടപടിയാകില്ല എന്ന് തോന്നുന്ന മൊമെന്റിൽ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആത്മാർത്ഥ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് എനിക്ക് ഉള്ള സങ്കടങ്ങളൊക്കെ പറയും. അപ്പോൾ ലൈക്ക് അവരൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രിൻസിപ്പൽ ഉണ്ട്. അതായത് എൻ്റെ വാട്സ്ആപ്പ് ബയോ അതാണ്. അതായത് ഇറ്റ് ഈസ് എ പോസിബിലിറ്റി ഓഫ് എ ഡ്രീം കമ്മിങ് ട്രൂ മേക്സ് ലൈഫ് ഇൻട്രസ്റ്റിംഗ്. സോ ബേസിക്കലി ഞാൻ 2 പ്രിൻസിപ്പിൾസാണ് ഫോളോ ചെയ്യുന്നത്. ഒന്ന്, ഞാൻ പോസിബിലിറ്റീസിൽ വിശ്വസിക്കും. 2, ഞാൻ അവസാനം വരെ ഐ നെവർ ഗീവ് അപ്പ്. അതായത് അവസാനം വരെ കളി കാണാന്ന് പറയുന്നത് പോലെയാണ്.
സോ ഈ രണ്ട് സാധനങ്ങളിൽ ഞാൻ എപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു പോസിബിലിറ്റി എവിടെയെങ്കിലൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഫോൾസ് സെൻസ് ഓഫ് ഓപ്റ്റിമിസം എന്നൊക്കെ വിളിച്ചാൽ പോലും എന്നെ ആ ഒരു സെൻസ് ഓഫ് ഹോപ്പ് ജീവിതത്തിൽ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നെവർ ഗിവിങ് അപ്പ്. അതായത് ഞാൻ അവസാനം വരെ എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചു നോക്കുക. ഈവൺ ഇഫ് ഐ ഫെയിൽ, ഓക്കെ, ഫെയിൽ ബെറ്റർ എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിച്ചിട്ട് ഐ ട്രൈ ടു ഗിവ് ഒരു ലാസ്റ്റ് ചാൻസ്. ഈവൺ ലൈക്ക് അതിൽ ഫെയിൽ ആയില്ലെങ്കിൽ. സോ ഈ മൂന്ന് പ്രിൻസിപ്പിളാണ്. നമ്പർ 1 ഗോഡ്, നമ്പർ 2 ഗോഡ് ആയിട്ട് സെൻഡ് ചെയ്ത കുറെ ഫ്രണ്ട്സ്, നമ്പർ 3 ദ പേഴ്സണൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഐ ഫോളോ ഇൻ ലൈഫ്. ഐ തിങ്ക് ദീസ് ആർ ദ 3 things that help me a lot to come out of any moment of doubt അല്ലെങ്കിൽ any moment of self doubt that I had in my life, especially with this preparation. Thank you so much, sir. Thank you. Bye. Okay, next is Efria. Everybody has doubt. Yeah, definitely. I am here for clearing all of their doubts. Okay, Efria ചോദിച്ചോളൂ. Hi, good evening, sir. Good evening, Efria. First of all, സാറിന്റെ ഫസ്റ്റ് ഷെയർ ചെയ്ത എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ വേർഡ്സും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. എന്താ പറയാ, ഡിയൂന്ന് കേൾക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് ലിറ്ററലി സാറ് പറഞ്ഞത് കേട്ടപ്പോ കൂടിയതേ ഉള്ളൂ. Thank you. ലൈക്ക് സാർ ഷെയർ ചെയ്യുന്ന ഓരോ വേർഡ്സിലും സാറിന്റെ ആ പ്രൗഡ് ഫീലിംഗ് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് ഇപ്പൊ തന്നെ ഈ ലൈക്ക് വി ആർ പ്രിപ്പയറിംഗ് ഫോർ CUET ആൻഡ് ഫോക്കസിങ് ലൈക്ക് DU ആണ് ഏറ്റവും കൂടുതൽ എയിം ചെയ്യുന്ന. Yeah. ലിറ്ററലി ഞാൻ DU ആണ് എയിം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ കിട്ടണം, ഒരു മോട്ടിവേഷൻ തന്നെ സാറിന്റെ ഈ ടോക്സിലൂടെ ഭയങ്കരമായിട്ട് കിട്ടി. ആൻഡ് റിയലി താങ്ക് യു ഫോർ ദാറ്റ്. ആ ഒരു എന്താ പറയാ, ആ ഒരു സ്മൈലിംഗ് ഫേസോട് കൂടി തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു മോട്ടിവേഷൻ തന്നെയാണ് കിട്ടിയത്. ആൻഡ് ഹിയർ എനിക്ക് ചോദിക്കാനുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ആം അസ്പയറിംഗ് a person who is aspiring to become an IPS officer, ഒരു സിവിൽ സർവന്റ് ആവണം എന്നാണ് ആഗ്രഹം. ആൻഡ് ഇപ്പൊ സാറിന്റെ അതേ തോട്ട് തന്നെ, നമ്മള് പാവപ്പെട്ടവരെ പറ്റി പഠിക്കുന്നുണ്ട്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക, അതേ ഒരു തോട്ട് തന്നെ വന്നിട്ടാണ് ചെറുപ്പത്തിലേ തുടങ്ങി ഇങ്ങനെ ഒരു ആഗ്രഹം വന്നത്. അപ്പോ ഞാൻ DUല് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ, CUET കിട്ടിയത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് UPSC ട്രൈ ചെയ്യാനായിട്ട് ഉള്ള എന്താ പറയാ, ഫസ്റ്റ് ഇയർ തന്നെ നമ്മള് കോച്ചിങ്ങിന് കയറുന്നു, അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് കയറേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ഒപ്പം തന്നെ ഞാൻ നല്ല രീതിയിൽ അലർജിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോ അവിടെ എപ്പോഴും ഇവിടെ തന്നെ പറയുമ്പോഴായാലും ഭയങ്കര പൊല്യൂട്ടഡ് ആണ് അവിടെ എന്ന് പറയുന്ന ഒരു വലിയൊരു കോൺസെപ്റ്റ് ഉണ്ട്. എന്നാൽ നേരെ തിരിച്ച് വേറൊരു സൈഡ് പറയുമ്പോൾ DU സെന്റ് സ്റ്റീഫൻസ് കോളേജിന്റെ ആ ഒരു സറൗണ്ടിങ് അത്ര പൊല്യൂട്ടഡ് അല്ല, സേഫ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചും ക്യാൻ യു ഷെയർ? Yeah, sure. രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. Efria, thank you so much for sharing that, my words inspired you. Number 2 is like your question. By the way, what was your question? Sorry. Allergic എന്നുള്ളത് third question ആണ് എനിക്ക് ഓർമ്മയുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഞാൻ മറന്നു. Sorry. സർ UPSC പ്രിപ്പയർ UPSC, ചെയ്യാനായിട്ട് okay. കോളേജിൽ Yeah, ഫസ്റ്റ് ഇയർ. got it. So അത് എനിക്കൊന്ന് എഫ്രിയ അവിടെ പോയിട്ട് അവിടുത്തെ അറ്റ്മോസ്ഫിയർ നോക്കിയിട്ട് ചെയ്താൽ മതി. കാരണം ചില സമയത്ത് ലൈക്ക് നമുക്ക് ചിലപ്പോൾ അതായത് പ്രിപ്പറേഷനും ക്ലാസ് റൂംസും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പാടായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. പക്ഷെ അത് കുറച്ച് ദിവസം നമ്മളൊന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി, നമ്മളൊരു പുതിയ സ്ഥലം, പുതിയ കൾച്ചർ, പുതിയ രീതികള്, കാരണം നിങ്ങൾ സ്കൂളിൽ പഠിച്ച പോലെയല്ല അവിടുത്തെ രീതികൾ, ഭയങ്കര ലൈക്ക് ടോട്ടലി ഡിഫറെന്റ് ആണ്. സോ ലൈക്ക് ചിലപ്പോൾ യു മേ ടേക്ക് ലൈക്ക് ഒരു 6 മാസം ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ലൈക്ക് യു ക്യാൻ ടേക്ക് ഇപ്പോൾ ഒരു കോച്ചിങ്, ലൈക്ക് ഇപ്പം 1 year 2 year കോച്ചിങ് അല്ലെങ്കിൽ 2 year കോച്ചിങ് ഒക്കെ ഓഫർ ചെയ്യുന്ന ഈവൻ കേരളത്തിലെ അക്കാഡമികളും ഡൽഹിയിലെ അക്കാഡമികളും ഉണ്ട്. പക്ഷെ ഡൽഹി അക്കാഡമി ചൂസ് ചെയ്യുമ്പോൾ ലൈക്ക് യു നീഡ് ടു ബി ബിറ്റ് ചൂസി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ആണ് ഓരോ അക്കാഡമിയിലുള്ളത്, പിന്നെ ഹെവിലി പ്രൈസ്ഡും ആണ്. അപ്പം പക്ഷെ ഞാനുള്ള സമയത്ത് തന്നെ 3 ലക്ഷമൊക്കെ ആയിരുന്നു ലൈക്ക് കോച്ചിങ് ഫീ മാത്രം. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ലൈക്ക് ഏതെങ്കിലും അക്കാഡമിയിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പോയിട്ട് ലൈക്ക് വെറുതെ പൈസയും ടൈമും കളയരുത്. അതാണ് നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത്, കോളേജിലെ ആക്ടിവിറ്റീസിന് ഇൻവോൾവ് ചെയ്യാതെ ഞാൻ ഈ പറഞ്ഞ പോലെ എപ്പോഴും ബുക്കിഷ് ആയിട്ട് UPSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് അഡ്വൈസബിൾ അല്ല. കാരണം നമുക്ക് കോളേജിൽ കിട്ടേണ്ട കുറെ സ്കില്ലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കുറെ സൗഹൃദങ്ങൾ, കുറെ ഇങ്ങനെ പരിപാടികൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ള സ്കിൽ സെറ്റുകൾ. ഇപ്പൊ എനിക്കറിയാൻ ഇപ്പൊ സർവീസിലെ എന്റെ കുറെ ഫ്രണ്ട്സ് ആണെങ്കിലും കോളേജിൽ ഇങ്ങനെ അടച്ച മുറിയിലിട്ട് പഠിച്ചിട്ട് സർവീസിൽ കയറിയവരല്ല കൂടുതലും. 1-2 പേരുണ്ടില്ല ഞാൻ പറയുന്നില്ല. മറിച്ച് കോളേജിൽ നിന്നിട്ട് കുറെ എക്സ്പീരിയൻസ് അവരുടെ പ്രിപ്പറേഷന് വേണ്ടി, അതായത് പ്ലാൻ ചെയ്യുന്നത്, അതേപോലെ അതിനുവേണ്ടി എക്സിക്യൂട്ട് ചെയ്യുന്നത്, മോട്ടിവേറ്റഡ് ആകുന്നത്, ഇതെല്ലാം അവർ കോളേജിൽ നിന്ന് പഠിച്ചിട്ടുള്ള കുറെ സ്കില്ലും കൂടിയാണ്. സോ
കോളേജിൽ അങ്ങനെ ഒരു അടച്ചിട്ട പഠിത്തം ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ UPSCനെയും കോളേജിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതികളുണ്ട്. അതായത് ഇപ്പം പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പൊളിറ്റിക്കൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് UPSC പ്രിപ്പറേഷനിലും ഉണ്ട്. അല്ലെങ്കിൽ സെയിം കോഴ്സ് വിത്ത് ഇംഗ്ലീഷിലാണെങ്കിലും എല്ലാ സബ്ജക്റ്റിലും അങ്ങനെ ഒരു കോമ്പിനേഷൻസ് ഓഫ് ഈ കാര്യങ്ങളിൽ കുറെ അറിവുകൾ കിട്ടുന്നു. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഡിബേറ്റിംഗ് ക്ലബ്ബിൽ മെമ്പർ ആണെങ്കിൽ ഡിബേറ്റിംഗ് ക്ലബ്ബിൽ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡെയിലി പത്രം വായിക്കുന്നത് നിങ്ങളുടെ UPSCനെയും അതേപോലെ അവിടെയുള്ള ഡിസ്കഷൻ ക്ലബ്ബുകളെയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഇത്തരത്തിലുള്ള കുറെ സാധനങ്ങളുണ്ട്. അല്ലാതെ കോളേജിൽ അടച്ചിട്ടൊരു പ്രിപ്പറേഷനിലേക്ക് പോകുമ്പോൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ബയോഡാറ്റയിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ഉണ്ടാവില്ല എഴുതാൻ. നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നെറ്റ്വർക്കുകൾ ഉണ്ടാവില്ല. സോ വാട്ട് ഹാപ്പൻസ് ഇപ്പൊ UPSC ഫെയിൽ ചെയ്തെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് കോർപ്പറേറ്റിൽ ജോയിൻ ചെയ്യണം. നിങ്ങൾ ആരോട് പോയി റെഫറൽ ചോദിക്കണം. സോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് പാത്ത് ചൂസ് ചെയ്യണം. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ ഗൈഡ് ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു, അതായത് ഡൽഹിയിൽ പോയി, അതായത് കേരളത്തിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു എന്നാൽ ഡൽഹിയിൽ എത്തിയിട്ടുമില്ല എന്നുള്ളൊരു അവസ്ഥയായിപ്പോൾ. സോ അതുകൊണ്ട് അവിടെ പോയി സെറ്റിലായി ലൈക്ക് അക്കാഡമിക് ബർഡൻ അത്ര ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോച്ചിങ് എടുക്കുക. അല്ലാതെ കോച്ചിങ്ങിന്റെ പേരില് ആരോടും മിണ്ടാതെ ബുദ്ധിജീവി ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ചിലപ്പം ലൈക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കോളേജിൽ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല, ഡൽഹി പോയത് വെറുതെ എന്നുള്ളത് തോന്നും. മൂന്നാമത്തെ കാര്യം FA ചോദിച്ചത് ഒരു IPS ഓഫീസർ ആസ്പയറിംഗ് ആയതുകൊണ്ട് നല്ല ചോദ്യമാണ്. അതായത് ഡൽഹിയിൽ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. ഐ സ്റ്റിൽ ബിലീവ് ഡൽഹി ഈസ് നോട്ട് എ പ്ലേസ് ടു സെറ്റിൽ ഡൗൺ. പക്ഷെ നമ്മളൊരു കൂടിപ്പോയി ഒരു 5 വർഷമായിരിക്കും ലൈക്ക് FA നമ്മൾ അവിടെ താമസിക്കാൻ പോകുന്നത്. പക്ഷെ അത് വേർത്താണ്. കാരണം ഈ ഇത്രയും നല്ല കോളേജസുകളെല്ലാം അവിടെ ആയതുകൊണ്ട് നമ്മൾ അതൊരു ലൈക്ക് ലൈഫിൽ ഒരു ട്രേഡ് ഓഫ് ആയിട്ട് കണ്ടാൽ മതി. കാരണം ഈ കോളേജുകൾ അവിടെ നിന്നാലും മാറ്റാനും പോകുന്നില്ല. പക്ഷെ നല്ല കോളേജുകളൊക്കെ അവിടെയും തന്നെയാണ്. സോ അലർജിക് ആണെന്നുള്ളത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പൊല്യൂഷൻ ഞാൻ 2017 വളരെ ബെസ്റ്റാണ് 2026 ആയപ്പോഴത്തേക്കും. സോ അത് ഉറപ്പായിട്ടൊരു പ്രശ്നമാണ്. പക്ഷെ ആസ് എൻ IPS ഓഫീസർ യു നെവർ നോ ലൈക്ക് എവിടെയാണ് ഇപ്പം FA പോസ്റ്റഡ് ആകുന്നത്, അല്ലെങ്കിൽ ഏത് കൈൻഡ് അങ്ങനെ ഒരു സിനാരിയോയില് നമ്മള് ലൈക്ക് ഈവൻ വേഴ്സ് സിനാരിയോ ആണെങ്കിലും അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഹെൽത്ത് ഇഷ്യൂ പറഞ്ഞിട്ട് ലൈക്ക് നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്തിരിക്കുന്നത് ഒരു മണ്ടത്തരായിരിക്കും. കാരണം ഇപ്പം നാട്ടിലാണെങ്കിൽ നമ്മൾ കുറെ ജങ്ക് കഴിക്കുന്നില്ല, ബർഗറും ഷവർമയൊക്കെ നമ്മളും കഴിക്കുന്നുണ്ടല്ലോ. സോ അൺഹെൽത്തി പ്രാക്ടീസ് നമ്മൾ ഇവിടെയും ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ച് എയറും കൂടി അതിനോട് ബ്രീത്ത് ചെയ്യുന്നതേ ഉള്ളൂ ഡിഫറൻസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ അവിടെ ലൈഫ് ലോങ് സെറ്റിൽ ചെയ്യാനല്ലല്ലോ പോകുന്നത്, കൂടി പോയ ഒരു 5 വർഷം, അതിനപ്പുറത്തേക്ക് നമ്മൾ നിൽക്കണില്ലല്ലോ. സോ ഐ തിങ്ക് ഗിവൺ ദാറ്റ് കോണ്ടെക്സ്റ്റ് ഒരു ലൈക്ക് അലർജീന്റെ പേരിൽ ഡൽഹി പോകാതിരിക്കുന്നത് ഐ വുഡ് സേ ഒരു മണ്ടത്തരായിരിക്കും എന്നുള്ളതാണ്. Okay, sir. Thank you so much. Thank you. താങ്ക് യു. ബൈ ബൈ. Okay, Ajay. Oh, another student has also a doubt. Devasri will be asking a doubt. നിങ്ങൾ ഡൗട്ട് ചോദിക്കാൻ ഒന്നും മടിക്കാൻ കേട്ടോ. ബിക്കോസ് ഒന്ന് ഐ വാസ് ഓൾസോ കോളേജ് ടീച്ചർ. അപ്പോൾ എനിക്ക് ഈ യങ്സ്റ്റേഴ്സിന്റെ പൾസ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ പിന്നെ ടൈമും ഉണ്ട്. ലൈക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. ദേവശ്രീ. ഓക്കെ. Devasri hand raise ചെയ്തിരുന്നു. Yes, she is coming. Devasri ചോദിച്ചോളൂ. ദേവശ്രീ അൺമ്യൂട്ട് ആയി, ചോദിച്ചോളൂ. യു ആർ അൺമ്യൂട്ട് ആയിട്ടുണ്ട്, പറഞ്ഞോളൂ. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ എന്തോന്ന്. ഷീസ് അൺമ്യൂട്ടിങ് ഹെർ സെൽഫ് ബട്ട് കേൾക്കാൻ പറ്റുന്നില്ല. എന്ന് ചാറ്റിനകത്ത് മെസ്സേജ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാനത് എടുത്ത് പറയുകയും ചെയ്യാം ഇഫ് വോയിസ് വരുന്നില്ലെങ്കിൽ. ഓക്കെ ദേവശ്രീ, ചാറ്റിനകത്ത് മെസ്സേജ് ഇട്ടു. ഐ വിൽ റീഡയറക്ട് ടു ഹിം. ഇൻ ദ മീൻ ടൈം വിശ്വനാഥന് ഒരു സംശയമുണ്ട്. വിശ്വനാഥൻ ക്യാൻ ആസ്ക്. Hi, sir. ഹലോ. Sir, could you give us a bit of advice on how to give your best shot at the UPSC interview? കാരണം എനിക്കെപ്പോഴും ഒരു സ്കെയർഡ് ഫീൽ ചെയ്യുന്നത് ഇന്റർവ്യൂയുടെ കാര്യമാണ്. അതായത് സ്റ്റട്ടർ ചെയ്യാതെ നമ്മുടെ പോയിന്റ്സ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൺവേ ചെയ്യുന്നത്. അതുപോലെ തന്നെ
ക്വസ്റ്റ്യൻസിലെ ബെയ്റ്റും ലൂപ്പ് ഹോളും കണ്ടെത്തി അതുപോലെ തന്നെ അത്ര ഒരു ചെറിയ സ്പോട്ടിൽ തിങ്ക് ചെയ്ത് അതിന് റിപ്ലൈ കൊടുക്കുന്നത് അതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറയാമോ? Yeah, exactly. One thing is like there is a preparation for interview, but then again, ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻ ആക്ച്വലി തുടങ്ങുന്നത് ലൈക്ക് ഐ തിങ്ക് ഡേ വൺ. നിങ്ങൾ ഈ ലോകത്ത് ജനിച്ച തൊട്ട് ഡേ വൺ തൊട്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആക്ച്വലി ഇന്റർവ്യൂ പ്രിപ്പറേഷനെ ഹെൽപ്ഫുൾ ആക്കും. സോ ഇൻ ദ സെൻസ് ദാറ്റ് നിങ്ങൾ ആൾക്കാരോട് സംസാരിക്കുക. ലൈക്ക് നിങ്ങൾ നല്ലൊരു സംസാരിക്കാനുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്പർ വൺ എന്ന് പറയുന്നത്. ഇപ്പം ആംബിവേർട്ടും ഇൻട്രോവേർട്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഇൻട്രോവേർട്സ് പ്ലീസ് ടു സ്റ്റാർട്ട് സ്പീക്കിംഗ് ഔട്ട് യുവർ സെൽഫ് ടു ലൈക്ക് അതർ പീപ്പിൾ. അങ്ങനെ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന് കുറെ ബാരിയേഴ്സ് പോകും. അത് എനി ലാംഗ്വേജ്, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, വട്ട് എവർ ഇറ്റ് ഈസ്. നമ്പർ ടു എന്ന് പറയുന്നത് നിങ്ങളുടെ സംസാരത്തിൽ ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് വരിക എന്നുള്ളതാണ്. കാരണം ഇന്റർവ്യൂവിൽ ഒരിക്കലും നമുക്ക് എല്ലാം പഠിച്ചിട്ട് പോയി പറയുക എന്നുള്ള ഒരു ഓപ്ഷൻ അല്ല. അവിടെ നമ്മൾ ആക്ച്വലി വർക്ക് ചെയ്യുക, നിങ്ങളുടെ കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡും ഓട്ടോമാറ്റിക്കലി അതിന്റെ കൂടെ വന്നോളും. പലരും പറ്റുന്നതെന്ന് വെച്ചാൽ ഇന്റർവ്യൂവിന്റെ ഹാളിൽ എത്തുമ്പോഴത്തേക്ക് മറ്റേ നമ്മൾ പറയില്ല, അതായത് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ ബാറ്റിൽ ലൂസ് ചെയ്യാൻ അല്ലെങ്കിൽ തോറ്റു എന്ന് സമ്മതിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഹോളിൽ കയറുന്നതിന് മുമ്പേ പഠിച്ചവൻ എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ള സാധനം നമ്മൾ ഓൾറെഡി സമ്മതിക്കും. സോ അത് മാറിയിട്ട് ലൈക്ക് നമ്മൾ അവിടെ പോയിട്ട് കോൺഫിഡൻറ്റ്, അറിയില്ലെങ്കിൽ അറിയില്ല, അല്ലെങ്കിൽ സോറി സർ ഐ വിൽ ബി റെഫറിങ് ടു ഇറ്റ്, അല്ലെങ്കിൽ ഐ വിൽ ബി ഐ ഡോണ്ട് നോ എന്ന് പറയുന്നതും ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. കാരണം നിങ്ങൾ എത്ര ഫേക്ക് ചെയ്യാൻ നോക്കിയാലും നിങ്ങളെ ഒന്ന് സ്ട്രെസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങളുടെ മനസ്സിലൂടെ എന്താ കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു എന്താ പറയുക എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് പറ്റും. എക്സ്പേർട്ട് ഇൻ ദ സെൻസ് ഒരു 10-5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കാണെങ്കിൽ സുഖമായിട്ട് മനസ്സിലാവും. കാരണം ഞാൻ കുറെ കുട്ടികളുടെ ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പം ആരാണ് ഫേക്ക് ചെയ്യുന്നത്, ആരാണ് ലൈക്ക് ഫേക്ക് ചെയ്യാത്തത് നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. സോ നിങ്ങൾ കോൺഫിഡൻസ് വലിയ, പ്രസൻസ് ഓഫ് മൈൻഡ് വലിയ. പക്ഷെ ഇത് ഇങ്ങനെ വെറുതെ കിട്ടുന്ന സാധനമല്ല. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇന്റർവ്യൂവിന് പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ റിസർച്ച് ചെയ്തിരിക്കണം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ, ഒരു ക്ലാസിക് എക്സാമ്പിൾ പറയാം. ഇപ്പൊ സ്റ്റീഫൻസിൽ ഇപ്പൊ ഇല്ല, പണ്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പണ്ട് എല്ലാ കാൻഡിഡേറ്റ്സിനും ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇത്തവണ ലൈക്ക് ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇന്റർവ്യൂ ഉള്ളൂ. സോ ഞങ്ങൾ പോകുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഞാൻ ആദ്യം സ്റ്റീഫൻസിന്റെ വെബ്സൈറ്റ് നോക്കിയിട്ട് സ്റ്റീഫൻസിന്റെ ഹിസ്റ്ററി, ആ കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കും. എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ബ്ലാ ബ്ലാ ബ്ലാ. അതാണ് ഒരു സെറ്റ് ഓഫ് ലൈക്ക് നമ്മുടെ റിസർച്ച്, നമ്മൾ പഠിക്കാൻ പോകുന്ന ആൽമ മേറ്റർ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത്തെ കാര്യം തന്നെ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന കോഴ്സ്, ആ കോഴ്സിൽ ആരൊക്കെയാണ് അലൂമിനി, ആ കോഴ്സ് ഓഫർ ചെയ്യുന്ന സിലബസ് എന്താണ്, ആ സിലബസിൽ ഏതാണ് എൻ്റെ ഫേവറേറ്റ് ഏരിയ, എൻ്റെ ഫേവറേറ്റ് ഓതർ ആരാണ്, ഇതൊക്കെ നമ്മൾ പ്രെഡിക്റ്റബിൾ ഏരിയാസ് എന്ന് പറയും. അതായത് നമ്മൾ ആ പെർട്ടിക്കുലർ ഡിസിപ്ലിൻ എടുക്കുന്നതുകൊണ്ട് എന്തൊക്കെ ബോർഡ് നമ്മളോട് ചോദിക്കാം എന്നുള്ള രീതിയിൽ. ഇത് രണ്ടുമാണ് ലൈക്ക് എക്സ്റ്റേണൽ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ. അടുത്തൊരു കുറച്ചുകൂടി ഡീപ്പിൽ പോയി കഴിഞ്ഞാൽ ദർ ഇസ് സംതിങ് കോൾഡ് ഇന്റേണൽ പ്രിപ്പറേഷൻ. അതായത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീഫൻസിൽ പഠിക്കുന്ന എൻ്റെ തന്നെ ഒരു സീനിയർ ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിച്ച. പുള്ളീനെ വിളിച്ചിട്ട് സ്റ്റീഫൻസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ ഇവന്റ്സ്, അപ്പൊ വെബ്സൈറ്റിൽ ഇഷ്ടംപോലെ ഇവന്റ്സ് കാണും, പക്ഷെ നമുക്കറിയില്ലല്ലോ എന്താ ആക്ച്വലി ആ ഇവന്റ്സ്, എന്താ അവിടെ ആക്ച്വലി ചെയ്യുന്നത്, എന്താണ് അവിടുത്തെ സ്പിരിറ്റ്. അപ്പൊ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഐ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു ഹിം. എൻ്റെ സ്കൂൾ സീനിയർ ആയിരുന്നു. സോ അങ്ങനെയുള്ള കുറെ ഇൻസൈഡർ പെർസ്പെക്റ്റീവും കിട്ടും. സോ ഇതെല്ലാം കൂടെ, അതായത് എക്സ്റ്റേണൽ റിസർച്ച്, ഇൻസൈഡ് പെർസ്പെക്റ്റീവ്, ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതിനപ്പുറത്തേക്ക് ഇനിയൊന്നും ചോദിക്കില്ല. ചോദിച്ചാൽ എന്ത് പറയും, നമ്മൾ ഐ ഡോണ്ട് നോ കോൺഫിഡൻ്റ്ലി പറയും. ഇതാണ് നമ്മുടെ കോൺഫിഡൻസും പ്രസൻസ് ഓഫ് മൈൻഡും ഹെൽപ്പ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇഫ് യു ആർ എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ, നമ്മൾ ഈ ചെയ്ത റിസർച്ച് എല്ലാം നമുക്ക് അവരുടെ ആൻസർ ആയിട്ട് പുറത്തേക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റും. അതേസമയം നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡും കോൺഫിഡൻസും കൂടി ബൂസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ എത്രത്തോളം അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, റിസർച്ച് ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ ടോപ്പിക്കുകൾ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഫാക്ടേഴ്സിലാണ്. സോ ഇന്റർവ്യൂ ഇസ് നോട്ട് സംതിങ് ടു ബി സ്കേർഡ് അറ്റ് ദ മൊമെന്റ്. കാരണം അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. ജസ്റ്റ് ദാറ്റ് യു സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ യുവർ കമ്മ്യൂണിക്കേഷൻ. കാരണം 1-2 മാസം കൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇന്നലെ 2-3 ദിവസം മുമ്പ് ഒരു ആർട്ടിക്കിൾ വായിച്ചായിരുന്നു ഫ്രണ്ട് ലൈനിൽ, ഹിന്ദുവിന്റെ ഫ്രണ്ട് ലൈനിൽ. അപ്പം അതിലൊരു സാർ, എനിക്കറിയുന്ന ഒരു സാർ, അവിടുത്തെ സീനിയർ ഡെപ്യൂട്ടി എഡിറ്ററാണ്, ഞാൻ പഠിപ്പിച്ച കോളേജിന്റെ അലൂമിനിയാണ്. അപ്പൊ സാർ എഴുതിയൊരു സാധനമുണ്ട്, ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കുറെ ഇപ്പോൾ വെക്കേഷന് ലൈക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ അവർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ലൈക്ക് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് വെക്കുക. അതായത് ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉത്തരം പറയണം, അല്ലെങ്കിൽ ഇന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ ഉത്തരം പറയണം. ഇങ്ങനെ കുറെ പ്രെഡിക്റ്റബിൾ ലൈൻസിൽ ലൈക്ക് അവർ ചോദ്യം സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനുള്ള ഒരു റെഡിമെയ്ഡ് ഉത്തരം ഉണ്ടാക്കും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് 2 മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ആക്ച്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രെഡിക്റ്റബിൾ അല്ലാത്ത ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് നല്ലപോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിലാണ്. സോ ഫസ്റ്റ് വർക്ക് ഓൺ യുവർ കമ്മ്യൂണിക്കേഷൻ, സെക്കൻഡ് വർക്ക് ഓൺ യുവർ കോൺഫിഡൻസ് ആൻഡ് പ്രസൻസ് ഓഫ് മൈൻഡ്. ഹൗ ദാറ്റ് ഈസ് ഗോയിങ് ടു വർക്ക്, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഇന്റർവ്യൂവിനെ കുറിച്ച് അവെയറും റിസർച്ചും ചെയ്യുമ്പോഴാണ് ആക്ച്വലി നിങ്ങൾക്ക് കോൺഫിഡൻസും പ്രസൻസ് ഓഫ് മൈൻഡും വരുന്നത്. സോ ഇതാണ് ലൈക്ക് വിശ്വ എനിക്ക് ഇന്റർവ്യൂവിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഡോണ്ട് വറി, ഐ മീൻ
ഐ തിങ്ക് ഈ ഒരു പ്രോസസ്സിൽ തന്നെ യു വിൽ ലേൺ ദോസ് സ്കിൽസ്. നോ വറീസ്. Thank you, sir. Thank you so much. താങ്ക് യു. Okay, then Kripa has a doubt to ask. Hi, Kripa, sir. ചോദിക്കൂ. ഹായ് കൃപ. ഹായ് സാർ. ഇപ്പൊ എനിക്കുള്ളൊരു ഡൗട്ട്, ഇപ്പൊ സാറ് പറഞ്ഞു DU പോലത്തുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് ഒത്തിരി ഓർഗനൈസേഷൻസ് ഉണ്ട്, ഓർഗനൈസ് ചെയ്യാൻ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരു മീഡിയോക്കർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് സിലബസിൽ നിന്ന് വന്ന കുട്ടി അത്രയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ചെയ്തിട്ടില്ല. ചിലപ്പം എബിലിറ്റി ഉണ്ടായിരിക്കാം അവരുടെ ഉള്ളില്, അന്നേരം അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം ആൻഡ് ക്രാക്ക് ചെയ്തു, DU വന്നു, അല്ലെങ്കിൽ നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വന്നു. അപ്പം തന്റെ ചുറ്റിനുള്ള ആൾക്കാരെല്ലാം ഭയങ്കര പൊട്ടൻഷ്യൽ ആണ്, തനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, തന്നെ കൊണ്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റുമോ? അപ്പം ഒരു ഇൻസെക്യൂരിറ്റി പോലെ വന്നാൽ അവരുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ, ബിക്കോസ് ഞാനൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. അപ്പം ഞാൻ ഇനി എക്കണോമിക്സിൽ UG ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം തന്റെ ചുറ്റിനുള്ള ആൾക്കാർക്കെല്ലാം അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പം എന്നെ കൊണ്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒരു എൻകറേജ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും നമ്മുടെ ചുറ്റിനും ഉണ്ടാവുന്നത്. ആൻഡ് ഒരു ക്വസ്റ്റ്യനും കൂടെ, സാറിന്റെ ബ്രദറിനെ പറ്റി ഒത്തിരി പറയുന്നു. സാറിന്റെ ബ്രദർ ഇപ്പൊ എന്താ ചെയ്യണേ? ഗ്രേറ്റ്. ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് പെട്ടെന്ന്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആൻസർ ചെയ്യാം. ചേട്ടൻ ആക്ച്വലി BA കഴിഞ്ഞിട്ട്, അതായത് ഹിന്ദു കോളേജിൽ നിന്ന് BA കഴിഞ്ഞ് JNUവിൽ MA MPhil PhD ചെയ്തു. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ എ ബ്രീഫ് പീരീഡ്. പിന്നെ പെർമനന്റ് പോസ്റ്റ് കേരള യൂണിവേഴ്സിറ്റിയിൽ വന്നതുകൊണ്ട് അത് ഇങ്ങോട്ടേക്ക് വന്നതാണ്. സോ ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 1, കൃപ ആക്ച്വലി നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇപ്പോഴും ഇടയ്ക്ക് ആ സാധനമാണ് എനിക്ക് അടിക്കാറുണ്ട്, ടു ബി ഫ്രാങ്ക്. അതായത് ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമുക്ക് എപ്പോഴും അടിക്കും. എസ്പെഷ്യലി എനിക്കൊന്ന്, ഞാൻ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് സിവിൽ സർവീസിന് ആദ്യം ഞങ്ങൾക്ക് 3 മാസം ഫൗണ്ടേഷൻ എന്ന കോഴ്സ് ഉണ്ട് മസൂരിയിൽ വെച്ചിട്ട്. എല്ലാ സർവീസും ഒരുമിച്ച് വരും. അപ്പൊ അതിൽ തന്നെ ലൈക്ക് കുറെ ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുക്കും. അപ്പൊ നമുക്ക് കുറെ ഡൗട്ട് ഒക്കെ ഉണ്ടാവും മനസ്സിൽ. പക്ഷെ നമ്മളിങ്ങനെ ആലോചിക്കും, ഇത് ചോദിക്കണോ വേണ്ടയോ, ചോദിക്കണോ വേണ്ടയോ. ആദ്യത്തെ 1 മാസം എന്റെ മനസ്സിൽ കൂടെ മൊത്തം ഈ ചിന്തയാണ്, ഞാനിത് ചോദിച്ചാൽ മോശമാവോ, ചോദിച്ചാൽ തെറ്റിപ്പോവും. പിന്നെ പതുക്കെ ഞാൻ വാ തുറക്കാൻ തുടങ്ങി. പിന്നെ 3rd month ഒക്കെ ആയപ്പോഴത്തേക്ക് ഐ വാസ് ലൈക്ക് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ക്വസ്റ്റ്യൻ ചോദിക്കുക, വെറുതെ ചോദിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല, ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ എന്റെ ഒരു ലൈക്ക് സെഷൻസ് എടുക്കുന്നു. അപ്പൊ ഞാൻ അവസാനം എന്നോട് ക്ലാസ് എടുക്കാനൊക്കെ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ലൈക്ക് അത് ഞാൻ അത്ര ആക്റ്റീവ് ആയി എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ. സോ ഇതന്നെയാണ് നമ്മുടെ പ്രോഗ്രഷൻ പോകുന്നത്. അതായത് ലൈക്ക് കൃപ ആ തോട്ടിൽ നിന്ന് പുറത്തേക്ക് വരണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആദ്യത്തെ 1 മാസം എന്റെ തലയിൽ കൂടെ പോയ തോട്ട് പ്രോസസ് ഉണ്ടല്ലോ, അതിന്റെ അന്ന് മെല്ലെ പുറത്തേക്ക് വന്നത്. എങ്ങനെയാ പുറത്തേക്ക് വരിക? ഇപ്പം കൃപ പറഞ്ഞ പോലെ ഇതുപോലെ ഭയങ്കര വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന കുട്ടികളോടൊപ്പം CUET എഴുതിയിട്ടാണ് കൃപ ആ എക്സാം ക്രാക്ക് ചെയ്തിട്ടുള്ളത്. വിച്ച് മീൻസ് ഓൾറെഡി ഒരു ലെവലിംഗ് അപ്പ് അവിടെ നടന്നിട്ടുണ്ട്. കാരണം അവരുടെ അതേ കോമ്പിറ്റൻസിയാണ് കൃപയ്ക്കുള്ളതെന്നുള്ള കൃപ പ്രൂവ് ചെയ്തിട്ടാണ് അഡ്മിഷൻ കിട്ടിയത്. അതായത് വെറുതെ കാശ് കൊടുത്ത് മേടിച്ച സീറ്റ് ഒന്നും അല്ലല്ലോ. അത് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഓഫർ യു ദാറ്റ് ലൈക്ക് അങ്ങനെ ഒരു ക്യാഷ് കൊടുത്താൽ കിട്ടുന്ന സീറ്റും അല്ല ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ സീറ്റുകൾ എന്ന് പറയുന്നത്. സോ ആ ഒരു തോട്ട് അവിടെ തന്നെ ബ്രേക്ക് ആണ്. അതായത് CUET പോയ എല്ലാവരും ഉള്ള എക്സാം എഴുതിയിട്ട് തന്നെയാണ് ഞാനും അവിടെ എത്തിയിട്ടുള്ളത്. അതായത് വലിയ കയറി വന്നവരല്ല എന്നുള്ള സാധനം നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത്, ഇത് കുറച്ചൊന്നും സമയം എടുക്കും. ചിലപ്പോൾ ആദ്യത്തെ 1 വർഷം നമ്മൾ ഇതെല്ലാം ഒരു ഫിഗറിങ് ഔട്ട് ഒരു ഫേസ് ആയിരിക്കും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആയ കൃപയ്ക്ക് തന്നെ ആ മാറ്റം ഫീൽ ചെയ്യും. കൃപ എല്ലാ ആൾക്കാരോട് സംസാരിക്കും, ക്ലാസ്സിൽ ഡൗട്ട് ചോദിച്ചു തുടങ്ങാൻ തുടങ്ങും, പരിപാടികളിൽ പതുക്കെ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങും. അവിടുന്ന് പതുക്കെ കൃപ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. ഞാൻ ഒരുപാട് കുട്ടികളിലും എന്നിലും ഈ ഒരു മാറ്റം കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ലൈക്ക് ഞാൻ ആ കാര്യങ്ങൾ സംസാരിക്കുന്നത്. കാരണം ചില സമയത്ത് നോർത്ത് നിന്നുള്ള ചില കുട്ടികള് കോൺഫിഡൻസ് ഐ മീൻ കണ്ടന്റ് ഒന്നും ഇല്ലാതെ കാര്യമായിട്ട് കാമ്പൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇവരുടെ ലാംഗ്വേജ് കൊണ്ട് മാത്രം ഇവരിങ്ങനെ ചുമ്മാ ഷോ കാണിച്ചുകൊണ്ടിരിക്കും. അതേസമയം ചിലപ്പോൾ നമ്മുടെ ചോദ്യത്തിനായിരിക്കും ഭയങ്കര സബ്സ്റ്റൻസ് ഉള്ളത്. പക്ഷേ ലൈക്ക് നമുക്ക് ആ കോൺഫിഡൻസ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. അപ്പൊ ആദ്യം ഒന്ന് കോൺഫിഡന്റ് ആകാം. നമ്മൾ നമ്മളോട് തന്നെ പറയാ, CUET എഴുതിയിട്ട് തന്നെയാണ് ഞാനും എത്തിയിട്ടുള്ളത്, ഐ എം നോട്ട് ലൈക്ക് എന്നാ വലിയ കയറി വന്നതല്ല എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിനൊരു നാച്ചുറൽ ഫ്ലോ ഓഫ് ടൈം ഉണ്ട്. അതായത് കൃപ തന്നെ പതുക്കെ 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 ലൈക്ക് പിടിച്ച് 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 മേലേക്ക് കയറി വരും. സോ അതിനുള്ള ഒരു നാച്ചുറൽ സമയം കൊടുക്കും ഒന്ന് സെറ്റിൽ ആകാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം പുതിയൊരു സ്ഥലമാണ്, നമ്മുടെ കൾച്ചർ എന്നും ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് ഒരു സ്ഥലമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്കൂൾ പോലെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിലല്ല നമ്മൾ അവിടെ പോകുന്നത്. പിന്നെ നമുക്കതൊരു ഹോമായി മാറും, പക്ഷെ ഹോം ആകുന്ന വരെയുള്ള ഒരു സെറ്റിൽമെന്റ് ഫേസ് ഉണ്ട്. അതായത് സൈക്കോളജിയിൽ ഒരു തിയറി ഉണ്ട്. ആക്ച്വലി സൈക്കോളജി GS മീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈക്കോളജിസ്റ്റ് അല്ല, സോഷ്യോ സൈക്കോളജിസ്റ്റ് ആണ് പുള്ളി. ബേസിക്കലി സോഷ്യോളജിസ്റ്റും സൈക്കോളജിസ്റ്റും കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു 3 സ്റ്റേജസ് ഓഫ് ലൈക്ക് ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ കാര്യം പറയുന്നുണ്ട്. ആദ്യം അത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാം. ആദ്യം നമ്മളൊരു ലൈക്ക് നിങ്ങളിപ്പോ ഒരു ഗെയിം പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മാച്ച്, ആദ്യം നമ്മൾ കളിയൊക്കെ കണ്ടു പഠിക്കും. അതായത് ഈ പറഞ്ഞ പോലെ എന്താ നടക്കുന്നത്, എങ്ങനെ പരിപാടി എന്നൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ മെല്ലെ ഈ പറഞ്ഞ പോലെ അത് നമ്മളും ആ ഗെയിം കളിച്ചുകൊണ്ട് മെല്ലെ തുടങ്ങും.
പിന്നെ മൂന്നാമത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമ്മൾ മാസ്റ്റർ ചെയ്യും. സോ ഇതാണ് 3 സ്റ്റേജ് ഓഫ് മനുഷ്യന്റെ ലൈഫ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കും. രണ്ടാമത്തെ നമ്മൾ മെല്ലെ കളിച്ചു തുടങ്ങും. മൂന്നാമത്തെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ മാസ്റ്റർ ചെയ്യും. സോ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആകുമ്പോഴത്തേക്ക് കൃപ ഓട്ടോമാറ്റിക്കലി ആ ഒരു ലെവലിലേക്ക് എത്തും. അതെല്ലാം ഇൻ ടേംസ് ഓഫ് നിങ്ങളുടെ ലാംഗ്വേജ്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ലൈക്ക് ഓവറോൾ അപ്രോച്ച് ടുവേർഡ്സ് ലൈഫ്, പെർസ്പെക്റ്റീവ് ടുവേർഡ്സ് ലൈഫ്, ഇതൊക്കെ ട്രാൻസ്ഫോം ചെയ്യപ്പെടും. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യപ്പെട്ട ഒരാളും കൂടിയാണ് ഞാൻ. ഇതേപോലത്തെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ എനിക്കും ഇഷ്ടം പോലെ ഉണ്ട്, ഇപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു സാധനമാണ് മനുഷ്യന്, ലൈക്ക് മനുഷ്യന്റെ ബ്രെയിൻ തന്നെയാണ് അതിന്റെ പൊട്ടൻഷ്യൽ. ഞാൻ പണ്ട് കോവിഡിന്റെ സമയത്ത് രത്തൻ ടാറ്റ എഴുതിയ ഒരു ആർട്ടിക്കൽ ഉണ്ടായിരുന്നു. അതായത് ഈ സാധനം കടന്നു പോകും, അതായത് കോവിഡും നമ്മൾ ലൈക്ക് ദീസ് ടു ഷാൾ പാസ് ബിക്കോസ് പുള്ളി പറഞ്ഞ, അതായത് ന്യൂക്ലിയർ ബോംബ് ഇട്ടിട്ട് തകർക്കാൻ പോയ ജപ്പാൻ എന്ന് പറയുന്ന ഒരു ഐലൻഡ് 60 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന ഒരു എക്കോണമി അവരുടെ സ്വന്തം ഒരു ചെറിയ വൈറസിന് കൊണ്ട് എടുക്കാൻ പറ്റുന്ന പുള്ളി ലൈക്ക് അന്ന് ഒരു ആർട്ടിക്കിൾ എഴുതി. So, എനിക്ക് പറയാനുള്ളത് ഹ്യൂമൻ ബ്രെയിനിന്റെ പൊട്ടൻഷ്യലും ഹ്യൂമൻ കപ്പാസിറ്റി അത്രയും കൂടുതലാണ്. സോ ഇവഞ്ച്വലി യു വിൽ ഓൾസോ മാസ്റ്റർ. അത്രയേ ഉള്ളൂ. സോ ബി കോൺഫിഡൻറ്റ്, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ദേവശ്രീ മുമ്പേ ചോദിക്കാൻ പറ്റില്ല, ബട്ട് ഷി ഹാസ് ലെഫ്റ്റ് എ ഡീറ്റെയിൽഡ് മെസ്സേജ് ഇൻ ദ ചാറ്റ്. ഞാനൊന്ന് വായിക്കാം. അതിൽ ചെറിയ ഭാഗം ഞാൻ തന്നെ അഡ്രസ് ചെയ്യാം, ബാക്കി ഐ വിൽ ലീവ് യു ടു ഓക്കെ. അജയ് ആസ് വെൽ. സാധനം ചോദിച്ചിരിക്കുന്ന സംഭവം അജയെ പോലെ തന്നെ ഷീ ഈസ് ഓൾസോ കൺഫ്യൂസ്ഡ് ഇൻ സെലക്ടിങ് എക്കണോമിക്സ്, പൊളിറ്റി, ഹിസ്റ്ററി, ഇതെല്ലാം ഇഷ്ടമാണ്. ഇംഗ്ലീഷ് ഇഷ്ടമല്ല, പക്ഷെ ബാക്കി ഹിസ്റ്ററി, പൊളിറ്റി, ഹിസ്റ്ററി ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ UPSC പ്രിപ്പറേഷൻ തന്നെയാണ് താല്പര്യം. സോ ഷീ ഈസ് നൗ സ്റ്റക്ക് വെദർ ഷീ ഷുഡ് ടേക്ക് എക്കണോമിക്സ് ഓർ പൊളിറ്റി. അപ്പം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള, കാരണം ഹെർ ഡൗട്ട് ഈസ് ദാറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എല്ലായിടത്തും എക്കണോമിക്സിന് മാത്സ് വേണമെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല ആക്ച്വലി ദേവശ്രീ, കാരണം ഡൽഹി യൂണിവേഴ്സിറ്റി മാത്രമാണ് എക്കണോമിക്സ് എടുക്കാൻ മാത്സ് കമ്പൽസറി പറയുന്നത്. ബാക്കി ഏത് കോളേജുകളിലും യു കുഡ് റൈറ്റ് വിത്ത് ഇംഗ്ലീഷ്, GAT ആസ് വെൽ ആസ് എക്കണോമിക്സ്. അപ്പോൾ ഷീ ഈസ് ഓൾസോ ട്രൈയിങ് ഫോർ അഡ്മിഷൻ ഇൻ കാര്യവട്ടം ക്യാമ്പസ് ആസ് വെൽ. സോ ഏത് സബ്ജക്റ്റ് പുള്ളിക്കാരി UPSC പ്രിപ്പറേഷന് വേണ്ടി എടുക്കണം, വെദർ ഇറ്റ് ഈസ് പൊളിറ്റി ഓർ എക്കണോമിക്സ്, ഏതെടുക്കണം? കാരണം അതിന്റെ സ്കോപ്പ് UPSCക്കും അല്ലാതെയും എങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് ഡൗട്ട്. ഓക്കെ, 2-3 കാര്യങ്ങളാണ് ദേവശ്രീ. അതായത് ബേസിക്കലി UPSCന്റെ പേരിൽ ലൈക്ക് യു ഷുഡ് നോട്ട് ടേക്ക് എ ഗ്രാജുവേഷൻ ലാംഗ്വേജ്, സോറി ഗ്രാജുവേഷൻ സബ്ജക്ട്. ഞാൻ പ്രാക്ടിക്കൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനും കൂടിയാണ് ഞാൻ. കാരണം നിങ്ങൾക്ക് ഒരു ഒരു മോട്ടിവേഷനെ പുറത്തൊരു അഡ്വൈസ് തന്നിട്ട് നിങ്ങളെ വഴിതെറ്റിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ലുക്ക് അറ്റ് ദ പീപ്പിൾ ഹു ക്ലിയേഴ്സ് ദിസ്, 60% എഞ്ചിനീയേഴ്സ് ആണ്. സോ വിച്ച് മീൻസ് അവർ ഗ്രാജുവേഷനിൽ ഇതേപോലെ സബ്ജക്ട് പഠിച്ചിട്ടുള്ള വരുന്നുണ്ട്. മറിച്ച് അവർ ദേ ആർ ലുക്കിംഗ് അറ്റ് ഓക്കെ, അതായത് ഇത് കിട്ടിയില്ലെങ്കിൽ അവർക്കൊരു ജോബ് അവിടെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ്. സോ UPSCക്ക് വേണ്ടിയിട്ട് ഡു നോട്ട് ടേക്ക് എ സബ്ജക്ട്. കാരണം ഏത് സബ്ജക്ട് പഠിച്ചാലും, ഇപ്പം ആർട്സ് സബ്ജക്ട്സ് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് അവിടെ സയൻസ് സബ്ജക്റ്റ് ആയിട്ടുള്ള കുറെ സബ്ജക്റ്റ് ഉണ്ട്. എൻവയോൺമെന്റ്, സയൻസ് ആൻഡ് ടെക്, ജോഗ്രഫി പോലുള്ള സബ്ജക്റ്റുകളുണ്ട്. ഇനി തിരിച്ച് സയൻസ് സബ്ജക്ട് പഠിച്ച ആൾക്ക് ഇതേപോലെ കുറെ ആർട്സ് സബ്ജക്റ്റുകൾ UPSCയിൽ വരുമ്പോൾ എഗൈൻ പഠിക്കണം. പോളിറ്റി ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പോളിറ്റി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. സോ ഇതൊക്കെ ആർട്സ് സബ്ജക്റ്റുകളാണ്. സോ എല്ലാവർക്കും വിഷമമുണ്ട് പഠിക്കാൻ പുതിയ പുതിയ സബ്ജക്റ്റുകൾ. സോ അത് ഈക്വലിയും ആണ്. സോ അതുകൊണ്ട് ലൈക്ക് യു ഡോണ്ട് നീഡ് ടു ലൈക്ക് ലിമിറ്റ് യുവർ സെൽഫ്. അതാണ് നമ്പർ 1. എക്കണോമിക്സ് വേഴ്സസ് പോളിറ്റി, 2-3 ഫാക്ടേഴ്സ്. ഒന്ന്, ദേവശ്രീന്റെ ഇൻട്രസ്റ്റ്. കാരണം ഇൻട്രസ്റ്റ് മാറ്റർ ചെയ്യും. കാരണം വെറുതെ നമ്മളിപ്പോ ഓക്കെ എക്കണോമിക്സ് പോയാൽ കൂടുതൽ ജോലി സാധ്യത ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയിട്ട് അത് തന്നെ താല്പര്യമില്ലാതെ പെട്ടുപോയി കഴിഞ്ഞാൽ പെടും. അതൊന്ന്. പിന്നെ DUവിന്റെ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു അപ്ലൈഡ് എക്കണോമിക്സ് ആണ്. അതായത് നമ്മൾ പഠിക്കുന്ന എക്കണോമിക്സ് പോലെയല്ല, കുറച്ചുകൂടി അപ്ലൈഡ് എക്കണോമിക്സ് ആണ്. അത് കുറച്ചുകൂടി മാർക്കറ്റ് ഓറിയന്റഡും പ്ലേസ്മെന്റ് ഓറിയന്റഡും ആണ്. സോ ഇഫ് യു വോണ്ട് ടു ഹാവ് ഒരു പ്ലാൻ ബി, അല്ലെങ്കിൽ കുറച്ചുകൂടി മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സാധനം പഠിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടുള്ള എക്കണോമിക്സ് എടുക്കാം. പക്ഷെ പൊളിറ്റിക്കൽ സയൻസിനും അതേപോലെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി ഓഫേഴ്സ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി എക്കണോമിക്സിൽ ഉണ്ടാവുന്നേ ഉള്ളൂ. സോ പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് ദേവശ്രീന്റെ ഇൻട്രസ്റ്റ് ആണ്. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കാന്നുള്ളതുണ്ടല്ലോ, അല്ലാതെ അവസാനം മാർക്കറ്റിന് വേണ്ടി പഠിച്ചിട്ട്. കാരണം ആ സബ്ജക്ട് കൊണ്ട് ഒരു കരിയറും കിട്ടി, പക്ഷെ കരിയർ ഇഷ്ടപ്പെടാതെ ജീവിക്കുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ദേവശ്രീക്ക് തന്നെ തോന്നും എന്ത് തേങ്ങ ഞാൻ എന്റെ ജീവിതത്തിൽ കാണിക്കുന്നതെന്നുള്ളത്. സോ ഫസ്റ്റ് യു ലൈക്ക് ടേക്ക് ദ സബ്ജക്ട് വിച്ച് യു ആർ മോസ്റ്റ് ഇൻട്രസ്റ്റഡ്. കാരണം അതിൽ UPSC ഒരു ഫാക്ടർ ആകരുത്. കാരണം UPSC കിട്ടിയാലും ഇല്ലെങ്കിലും ലൈക്ക് ഒരു പ്ലാൻ ബി ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിലും അടുത്തൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു പ്രാക്ടിക്കൽ ലൈക്ക് കാര്യമാണ്. കാരണം എന്താ പറയുക, നമ്മള് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ആ ഒരു കീഴാണു പെർസെൻറ്റേജിനാണ് UPSC കിട്ടുന്നത്. അതിൽ കുറെ ലക്ക് എലമെന്റ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്.
സോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കൊരു സ്ട്രോങ് പ്ലാൻ ബി ഉണ്ടാകുന്നത് എപ്പോഴും നമ്മളെ കോൺഫിഡന്റ് ആക്കും. കാരണം ആ പ്ലാൻ ബി എന്ന പ്ലാൻ എയിലേക്ക് കോൺഫിഡന്റ് ആയി അപ്പിയർ ചെയ്ത ഒരാളാണ് ഞാൻ. കാരണം ഞാൻ വിചാരിച്ചോണ്ട് 2024 പ്രിലിംസ് എഴുതുമ്പോൾ ഇത് കിട്ടിയാലും ഇല്ലെങ്കിലും എനിക്ക് ഒരു ജോബ് ഉണ്ട്, കോളേജിൽ ഒരു ജോബ് ഉണ്ട്, ഐ വിൽ ഗോ ബാക്ക് ടു ഇറ്റ്. ആ ഒരു കോൺഫിഡൻസിലാണ് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ എൻ്റെ പ്ലാൻ എയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതെപ്പോഴും എനിക്ക് ധൈര്യവും ഊർജവും തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്ന സബ്ജക്ട് എടുക്കുക, അല്ലാതെ UPSC വേണ്ടി ഒരു സബ്ജക്ട് എടുക്കാതിരിക്കുക. രണ്ടാമത്തത് കുറച്ചുകൂടി മാർക്കറ്റ് ഓറിയന്റഡ് ആയാണ് ചിന്തിക്കുന്നെങ്കിൽ എക്കണോമിക്സ് എടുക്കാം, അല്ല മാർക്കറ്റ് ഓറിയന്റിനേക്കാൾ കുറച്ചുകൂടി പൊളിറ്റിക്കൽ സയൻസ് ആണ് ഇഷ്ടമെങ്കിൽ അതെടുക്കാം. സോ അതാണ് അതിന്റെ ഒരു സൊല്യൂഷൻ, വേ ഔട്ട്. Okay, that was really informative. So, അടുത്ത ഒരാളും കൂടെ ഉണ്ട്. ഗായത്രി also wants to ask a doubt. ഗായത്രി? ഗുഡ് ഈവനിങ് സർ. ഞാൻ ഒരു സ്പോർട്സ് പേഴ്സൺ ആണ്. അപ്പോൾ ഡൽഹിയിൽ തണുപ്പ് കാലത്ത് വളരെ തണുപ്പും ചൂട് കാലത്ത് വളരെ ചൂടുണ്ട് ഒന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട അറ്റ്മോസ്ഫിയർ ഒന്ന് ഷെയർ ചെയ്യാമോ? അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. നമ്മളിപ്പോൾ IAS ഒക്കെ മിക്കവരുടെയും, എല്ലാവരുടെയും എന്നല്ല, വരുന്ന മിക്കവരുടെയും പേരിന് മുമ്പിൽ ഡോക്ടർ എന്നാണ് കാണുക. അതായത് ഉദാഹരണത്തിന് ഡോക്ടർ അദീല അബ്ദുള്ള. അപ്പോ ഡോക്ടർ എന്നുള്ള ജോബ് IASനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണോ അങ്ങനെ കാണുന്നത്? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്പോർട്സിൽ എങ്ങനെ DU കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? ഐ തിങ്ക് DUന്ന് ഒരുപാട് സ്പോർട്സ് പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യന്റെ കോച്ച്, ഇന്ത്യൻ മെൻസ് ക്രിക്കറ്റ് ടീമിന്റെ കോച്ച് ഗൗതം ഗംഭീർ ഉൾപ്പെടെ കുറെ DUക്കാരുണ്ട്. അപ്പം സോ ബേസിക്കലി എക്സ്ട്രാ കരിക്കുലർ അഡ്മിഷൻ ആയിട്ടുണ്ട് കോളേജുകൾക്ക്. അപ്പോൾ ലൈക്ക് സ്പോർട്സ് കോട്ടയിലുള്ള അഡ്മിഷൻ ഉണ്ട്. അതിന്റെ പ്രൊസീജിയർ കുറച്ച് ഡിഫറെന്റ് ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ അറ്റ്മോസ്ഫിയർ ഇസ് റിയലി ഗുഡ്. കാരണം ഒന്നെന്ന് പറയുന്നത് നാഷണൽ ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ കുറെ സ്റ്റേഡിയംസും അവിടെയുള്ള പ്രാക്ടീസ് ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഇപ്പൊ എന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു. ഷീ വാസ് എ നാഷണൽ ലെവൽ ഷൂട്ടർ. അതായത് ഒളിമ്പിക്സ് ടീമിൽ അവൾ അടുത്ത തവണ റെപ്രസെന്റ് ചെയ്യപ്പെടും. അവളുടെ സിസ്റ്ററും ആക്ച്വലി ഒരു ഒളിമ്പിക്സ് ടീം മെമ്പർ ആണ് ആക്ച്വലി. സോ ഇത്തരത്തിലുള്ള ലൈക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ അവിടെയുള്ള കോച്ചസ് ആണെങ്കിലും ലൈക്ക് സായിയുടെ കോച്ചസും അതേപോലെ ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള കോച്ചസ് ഒക്കെയാണ്. ഇപ്പം ഞങ്ങളുടെ അവിടെയുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ സാറ് ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനും ഹോക്കി ടീമിന്റെ കോച്ചൊക്കെ ആയിരുന്നു. സോ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി എന്തുകൊണ്ട് ആൾക്കാരുടെ ഡോക്ടർ, രണ്ട് രീതിയിലാണ് ഡോക്ടർ കാണപ്പെടുന്നത്. ഒന്ന് മെഡിക്കൽ ഡോക്ടർ, അല്ലെങ്കിൽ PhD കിട്ടിയിട്ടുള്ള ഡോക്ടർ ആയിരിക്കും. സോ ഡോക്ടേഴ്സ് ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ എഞ്ചിനീയേഴ്സ് ആണ് അതിലും കൂടുതൽ. പിന്നെ ഈ ഡോക്ടർ എങ്ങനെ പേര് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ നമുക്ക് സിവിൽ സർവീസ് കിട്ടിയിട്ടും ഹയർ എഡ്യൂക്കേഷൻ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. സോ അങ്ങനെ പോയി ലൈക്ക് പഠിക്കുന്ന ആൾക്കാരുണ്ട്. സോ അതുകൊണ്ടും കൂടി അങ്ങനെ പോയിട്ട് PhD കിട്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ പേരിൽ ഡോക്ടർ എന്നുള്ളത് IASന്റെ കൂടെ വരുന്നത്. സോ അതുകൊണ്ടായിരിക്കും മെയിൻ ആയിട്ട്. അല്ലാതെ മെഡിക്കൽ ഡോക്ടേഴ്സ് റിലേറ്റീവ്ലി കുറവാണ് കമ്പയർഡ് ടു എഞ്ചിനീയേഴ്സ്. ഓക്കെടാ, താങ്ക് യു. ഓക്കെ, ശിവനന്ദ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. ശിവനന്ദ, ഡൗട്ട് ഉണ്ടോ? ഹലോ സർ, ഗുഡ് ഈവനിങ്. ഹായ്, ഗുഡ് ഈവനിങ്. സർ ആക്ച്വലി ഒരു ഡൗട്ടായിട്ടല്ല, എൻ്റെ സാറിന്റെ സെയിം ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. കാരണം എല്ലാ സബ്ജക്ട്സും എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇപ്പം ഇംഗ്ലീഷിനോട് കൂടുതൽ താല്പര്യമുണ്ട്. അപ്പൊ അതിനൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ തന്നു. താങ്ക് യു സോ മച്ച്. കാരണം ഇംഗ്ലീഷ് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന്, അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നും മനസ്സിലാക്കി തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അത് പിന്നെ ഇതുപോലെ ഒരു ഒരു സെഷൻ കിട്ടിയിട്ട് ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ അതൊരു ഇതായി പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഞങ്ങളുടെ ഒരുപാട് കോമൺ ആയിട്ടുള്ള ഡൗട്ട് ആയിരിക്കും ഈ ഡിമോട്ടിവേഷൻ വരും, അതെല്ലാം സാർ നന്നായി ക്ലിയർ ചെയ്തു തന്നു. താങ്ക് യു സോ മച്ച് സാർ. അല്ല, സ്കോപ്പ് ഏത് സബ്ജക്റ്റിനാണെങ്കിലും ഇറ്റ്സ് ഓൾ അബൌട്ട് ഈ പറഞ്ഞ പോലെ നമ്മളെ ഇൻട്രസ്റ്റും അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഏത് എക്സ്റ്റെൻഡ് വരെ പോകും എന്നുള്ളൊരു രീതിയിലാണ്. അതിനാണ് DU ഒക്കെ നല്ലൊരു ബ്രിഡ്ജാണ്. അതായത് ലോകത്തിന് നിങ്ങളെ ലൈക്ക് ലോകത്തിലേക്ക് നിങ്ങൾ എത്തിക്കാനുള്ള ഒരു നല്ല പാലാണ് ആ ഒരു സെൻസിൽ DU. കാരണം ഇഷ്ടംപോലെ പുറത്തേക്കുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് ആൾക്കാർ പോകുന്നു, പഠിക്കുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അവർ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ ലൈക്ക് വെൽ പ്ലേസ്ഡ് ആകുന്നു. സോ അങ്ങനെയുള്ള സ്കോളർഷിപ്പുകൾ കിട്ടി പഠിക്കുന്നു ആൾക്കാർ. സോ അങ്ങനെയുള്ള കുറെ ലൈക്ക് നിങ്ങളെ തന്നെ ലിമിറ്റ് ചെയ്യാതിരുന്നാൽ മതി. കാരണം അതിൽ തന്നെ കുറെ സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം കോർപ്പറേറ്റിലാണെങ്കിലും അല്ലാതെയൊക്കെ ആണെങ്കിലും. ഓക്കെ,
ഓക്കെ ഓക്കെ. എബലിന് ഒരു സംശയമുണ്ട്. എബലസ് ഇരിക്കണ. സർ ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് അബിൻ. എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ പ്രോക്രാസ്റ്റിനേഷൻ ഭയങ്കര കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഞാനും നന്നായിട്ട് സമയം വേസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. സമയം വേസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാൻ നമ്മൾക്ക് ചില പോയിന്റ് നമുക്കിത് പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആ റിയാലിറ്റിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയാണ് കൂടുതലും വേസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് വേണ്ട എന്നൊരു ചിന്തയാണ്. അപ്പം അതിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞാൽ ചില സമയം നമുക്ക് മോട്ടിവേഷൻ കിട്ടും, പക്ഷെ നമ്മൾ തുടങ്ങുമ്പം ഇത് ഒത്തിരി ഉണ്ട്, പിന്നെ നമ്മൾ സ്റ്റോപ്പ് ആവും. അപ്പൊ അതിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം? ഒന്നെന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും ആ ഒരു ഇപ്പൊ ഞാനും ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകാറുണ്ട്. ബട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ലൈക്ക് സ്വപ്നം കാണുക എന്നുള്ള ഒരു സാധനം. അതായത് ഇപ്പം ഞാനും ലൈക്ക് ഇപ്പൊ സ്റ്റീഫൻസ് കിട്ടണം, അപ്പൊ സ്റ്റീഫൻസിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തു നോക്കിയിട്ട് അവിടുത്തെ ലൈക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ക്യാമ്പസ്. നിങ്ങൾ ഹാഫ് ഗേൾ ഫ്രണ്ട് സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ റോക്ക് സ്റ്റാർ എന്ന സിനിമയിലാണെങ്കിലും ലൈക്ക് കാണിക്കുന്ന സ്റ്റീഫൻസ് തന്നെയാണ്. അപ്പൊ ലൈക്ക് നമ്മളിങ്ങനെ ആ കോളേജിന്റെ ഭാഗമാവണം, ആ കോളേജിന്റെ ലോൺസ് കൊടുക്കുകയാണെങ്കിൽ നടക്കണം എന്നുള്ള സാധനം നമ്മൾ നമ്മളോട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സോ മോട്ടിവേറ്റഡ് ആകുക അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റഡ് ആകുന്ന ഒരു സമയത്ത് ലൈക്ക് നമ്മൾ അത് തന്നെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു സാധനമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൈക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക. അതായത് നമ്മൾ ഇപ്പോൾ രാവിലെ ഒരു ടു ഡു ലിസ്റ്റ് പോലെ ഉണ്ടാക്കി ഇന്ന സാധനങ്ങളൊക്കെ കവർ ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൈക്ക് മെഷീനിട്ട എണ്ണ പോലെ എണ്ണയിട്ട മെഷീൻ പോലെ ലൈക്ക് നമ്മൾ പ്രവർത്തിച്ചോളും. അപ്പം അങ്ങനെ ഒരു ലൈക്ക് പ്ലാൻ നമ്മൾ ഡെയിലി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിലും ആ പ്ലാനിങ് സ്കിൽ എപ്പോഴും ഹെൽപ്ഫുൾ ആവും. അതായത് കുഞ്ഞു കാര്യങ്ങൾ തൊട്ട് നിങ്ങളുടെ ലൈഫിന്റെ ഏത് പ്ലാൻ ആണെങ്കിലും നിങ്ങൾക്കൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ടായിരിക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഒത്തിരി. സോ ഏബിള് പറഞ്ഞ പോലെ ഇപ്പൊ എങ്ങനെയാണ് ഈ സാധനം തിന്നുമ്പോൾ ലൈക്ക് മടുപ്പ് തോന്നും, ഇതൊക്കെ ആവും. അപ്പം ഞാൻ വിശ്വസിക്കുന്ന ജിമ്മ് ഇപ്പൊ നിങ്ങൾ എത്ര പേര് ജിമ്മ് പോകുന്നത് എനിക്കറിയാം. പക്ഷെ നമ്മൾ ജിമ്മിൽ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പൽ ഉണ്ടല്ലോ. അതായത് ഇന്ന് നമ്മൾ 2 കിലോന്റെ ഡമ്പൽ പൊക്കി കഴിഞ്ഞാൽ നാളെയും നമ്മൾ 2 കിലോ ഡമ്പൽ അല്ല പൊക്കുന്നത്. നമ്മള് ലൈക്ക് ഒരു 3 കിലോ പൊക്കും. അല്ലെങ്കിൽ ഒരു 15 റൗണ്ടാണ് പൊക്കേണ്ടതെങ്കിൽ 15 റൗണ്ടായി കഴിഞ്ഞിട്ട് ട്രെയിനർ പറയും ഈസി ഈസി ഒന്നുകൂടെ എന്ന് പറയും. അതായത് ഇറ്റ്സ് ലൈക്ക് പുഷിങ് അവർ ഓൺ ബൗണ്ടറീസ്. ഇപ്പം നമ്മൾ അതിനു വേണ്ടി നമ്മളെ മാനസികമായി റെഡിയാക്കണം. അതായത് ലൈക്ക് ഇന്ന് മൂഡില്ലെങ്കിൽ അതിനെതിരെ ഒരു കൗണ്ടർ കറന്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം. അതായത് അതിനെതിരെ മൂഡില്ല എന്ന് പറയുന്നതിന്റെ ഇടയിൽ കൂടെ ഒരു പ്രോബ്ലം എങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ള രീതിയിൽ പിന്നെ നിങ്ങളുടെ ലെവൽ കൂട്ടിക്കൊണ്ടേയിരിക്കുക. ലെറ്റ്സ് സേ നിങ്ങൾ ഇന്ന് 100 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തതെങ്കിൽ നെക്സ്റ്റ് ഡേ മേക്ക് ഇറ്റ് എ പോയിന്റ് നിങ്ങൾ ഒരു 110 അല്ലെങ്കിൽ 120 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ കേപ്പബിലിറ്റിനെ നിങ്ങൾ ഇങ്ങനെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരും. നമ്മൾ അതിനെ ലൈക്ക് ഈ ട്രെയിനിങ്ങിനൊക്കെ വിളിക്കുന്ന ഒരു പേരാണ് റേസിംഗ് ദ ബാർ. അതായത് നിങ്ങൾ ഹൈ ജമ്പിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ 1 മീറ്റർ ചാടും, പിന്നെ നമ്മൾ 1 മീറ്റർ തന്നെ ചാടിക്കൊണ്ടിരിക്കുകയല്ല, 1 മീറ്റർ ഒരു 1:10 ആക്കും, പിന്നെ 1:20 ആക്കും. സോ ഇങ്ങനെ ഒരു ലൈക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ട് എന്നിട്ട് നെക്സ്റ്റ് ഡേ നിങ്ങളുടെ ഒരു 100%നേക്കാൾ ഒരു 110% നെക്സ്റ്റ് ഡേ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ലൈക്ക് അവിടുത്തെ ലൈക്ക് റിയൽ ക്വസ്റ്റ്യൻ. അതിൽ എപ്പോഴും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള വിരാട് കോഹ്ലിയാണ്. കാരണം വിരാട് കോഹ്ലിനോട് ലൈക്ക് ഒരു ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട് ലൈക്ക് കാരണം ഇന്ത്യയിലെ ഏറ്റവും ലൈക്ക് ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ് പുള്ളി, ഇറസ്പെക്റ്റീവ് ഓഫ് ഹിസ് ഏജ്. അപ്പൊ അതെങ്ങനെ പോസിബിൾ ആയി പറഞ്ഞപ്പോൾ പുള്ളി പറയുന്നുണ്ട്, അതായത് ഞാൻ എല്ലാ ദിവസവും ഞാൻ ആ തലേദിവസം ഇടുന്ന എഫേർട്ടിനേക്കാൾ ഒരു 110% കൊടുക്കാൻ പറ്റുമെന്നാണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. സോ അതുകൊണ്ട് ലൈക്ക് ഡീമോട്ടിവേറ്റഡ് ആകുന്ന സമയത്ത് നിങ്ങൾ ഡ്രീം ചെയ്യുക. ഡ്രീം ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു സ്പിരിറ്റ് കിട്ടും. ആ സ്പിരിറ്റ് വെച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്ത് പിറ്റേ ദിവസത്തേക്കാൾ അല്ലെങ്കിൽ തലേദിവസത്തേക്കാൾ ബെറ്റർ ആകുക, ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ് ആകുക ഇൻ ദ വെരി നെക്സ്റ്റ് ഡേ എന്നുള്ളത് തന്നെയാണ് ലൈക്ക് ഏറ്റവും നല്ല വേ ഔട്ട് എന്ന് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സർ. ഓക്കെ. താങ്ക് യു ഡാ. ഓ, അജയ് ക്ഷീണിച്ചു തുടങ്ങിയ എന്തായാലും 2 more doubts we can take. ഇല്ല എനർജി എനിക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല കോളേജിൽ ക്ലാസ് എടുക്കുന്നുണ്ടോ ആൻഡ് ദ വേ കുട്ടികൾ ചോദിച്ച ചോദ്യങ്ങൾ വാസ് റിയലി ഗുഡ്. എന്ന് വെച്ചാൽ ഭയങ്കര ആവേശമുള്ള ക്രൗഡാന്ന് ഭയങ്കര എവിഡന്റ് ആണ് ക്വസ്റ്റ്യൻസിലും അവരുടെ റെസ്പോൺസിലും എല്ലാം. യെസ് യെസ് യെസ്. സോ റിയ എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് ഈസ് ലോ. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ ഓക്കെ. ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ പറയാം. അപ്പോൾ വാട്ട് ഷീ സേസ് ഈസ് ഷുവർ ദാറ്റ് ഷുവർ. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിന് ഭയങ്കര ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്. കാരണം ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജോബ് ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ല എന്നുള്ള തോന്നലുണ്ട്. അതുകൊണ്ട് ആ ഇംഗ്ലീഷിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് റിയ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഇംഗ്ലീഷില് ലൈക്ക് നമ്മള് ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ലാന്ന് പറയുന്നത് ലൈക്ക് തെറ്റാണ്. ഇപ്പൊ ടീച്ചിങ്ങിൽ വരുമ്പോൾ സ്കൂൾ ലെവൽ ടീച്ചിങ് തൊട്ട് കോളേജ് യൂണിവേഴ്സിറ്റി ലെവൽ വരെ ടീച്ചിങ് ഉണ്ട്. ലൈക്ക് ഒരു സ്ഥലത്ത് പോലും നിങ്ങൾക്ക് ലൈക്ക് ഇംഗ്ലീഷ് കാണാതിരിക്കാൻ പറ്റില്ല. അതായത് എല്ലാ കോളേജസുകളിലും
ഇംഗ്ലീഷ് ആണ് ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള വിഷയം. കാരണം സയൻസ് കുട്ടികൾക്ക് ഇംഗ്ലീഷിന്റെ ലെവൽ ഓഫ് ടീച്ചിങ് വേണം, ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്കാണെങ്കിലും ഇംഗ്ലീഷ് ഉണ്ട്. സോ ഇംഗ്ലീഷ് ഇല്ലാത്തൊരു കോളേജിനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. അതുകൊണ്ട് ടീച്ചിങ് അത്രയും സ്ട്രോങ് ആണ്. രണ്ടാമത്തേത് പറയുന്നത് ഇംഗ്ലീഷിലെ അനലിറ്റിക്കൽ സ്കില്ലുണ്ട്. ആ അനലിറ്റിക്കൽ സ്കില്ല് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ MBAക്ക് പോവാണെങ്കിലും ഈ അനലിറ്റിക്കൽ സ്കില്ലാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അതിന്റെ ഇന്റർവ്യൂവിന് വേണ്ടി ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലേസ്മെന്റിന്റെ ഇന്റർവ്യൂവിന് വേണ്ടി ഇരിക്കുമ്പോൾ ഈ അനലിറ്റിക്കൽ സ്കില്ല് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു സാധനമാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് റിസർച്ച് ആണ് ഇഷ്ടമെങ്കിൽ ഇഷ്ടംപോലെ കൾച്ചറൽ സ്റ്റഡീസ് പോലെയുള്ള ഡിസിപ്ലിൻ ഉണ്ട്, പബ്ലിഷിംഗ് ഹൗസുകളുണ്ട്. നിങ്ങൾക്ക് കോർപ്പറേറ്റിൽ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സെറ്റപ്പിലാണ് പോകുന്നതെങ്കിൽ ജേർണലിസം ഒരു കരിയറാണ്. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലിംഗ്വിസ്റ്റിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഇഫ്ലൂവിൽ ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിലാണെങ്കിലും അതൊരു കോർപ്പറേറ്റ് പ്ലേസ്മെന്റ് പോലെ വർക്ക് ചെയ്യുന്നത്, അതായത് കോർപ്പറേറ്റ് പോകാൻ വേണ്ടി ആൾക്കാർ പഠിക്കുന്നത്. സോ ഇംഗ്ലീഷിന് സ്കോപ്പ് ഇല്ല എന്ന് പറയുന്നത് ലോകം കാണാത്തോണ്ടുള്ള പ്രശ്നമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഏത് സബ്ജക്റ്റിനും സ്കോപ്പ് ഉണ്ട്. അതിന്റെ ബെസ്റ്റ് സ്ഥലങ്ങൾ നിങ്ങൾ പഠിക്കുകയും അതിന്റെ ബെസ്റ്റ് ഇൻപുട്സ് നിങ്ങൾ കൊടുക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാത്തിനും സ്കോപ്പ് ഉണ്ട്. പക്ഷെ അതിൽ ബ്രാഞ്ചുകൾ ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ അത് ചിലപ്പോൾ MBAയിലായിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ പോകുന്നത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോർപ്പറേറ്റിലേക്ക് പോകുമ്പോഴായിരിക്കും, മാർക്കറ്റിംഗിലായിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. സോ ഇംഗ്ലീഷിന്റെ സ്കോപ്പ് ഏത് സബ്ജക്റ്റിനേക്കാൾ കൂടുതലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ പറയും നിങ്ങൾ കരിക്ക് കാണുന്ന ആൾക്കാരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതിൻ്റെ അകത്തൊരു സീൻ, ഒരു ബിടെക്കാർ വാർക്കപ്പ് പണി തൊട്ട് എല്ലാ പണിയും ഞങ്ങൾ എടുക്കും, വാർക്കപ്പ് പണി തൊട്ട് IAS വരെ ഞങ്ങൾ എല്ലാ ജോലിയും എടുക്കാറുണ്ടെന്ന് പറയുന്ന ഒരു സീനുണ്ട്. അതേപോലെ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറയാറ് ആർട്സ് സബ്ജക്റ്റുകളിലെ ബിടെക് ആണ് ഇംഗ്ലീഷ് എന്ന് പറയാറുണ്ട്. കാരണം നമ്മൾ എല്ലാ പണിയും എടുക്കും. ടീച്ചിങ് തൊട്ട് എല്ലാ പണിയും ഞങ്ങൾ എടുക്കുന്നു. ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് തന്നെ പറയാറുണ്ട്. സോ ഇംഗ്ലീഷിന് ഇഷ്ടം പോലെ സ്കോപ്പ് ഉണ്ട്. അറിയാം, ലോകം കാണാത്ത ആൾക്കാർ അങ്ങനെ പറയുന്നത്. ഓക്കെ, ദാറ്റ് വാസ് റിയലി ഇൻഫോർമേറ്റീവ് അജയ്. കാരണം ഭയങ്കര ഒരു സ്റ്റീരിയോ ടൈപ്പ് ഈവൻ ഞാൻ ചൈൽഡ്ഹുഡിലും എപ്പോഴും ഫേസ് ചെയ്യുന്നൊരു സംഭവമാണ്. ഡിഗ്രി തന്നെ എടുക്കുമ്പം എവറിബഡി തിങ്ക് ദാറ്റ് യുവർ ലൈഫ് ഈസ് ലോസ്റ്റ് ദർ. സോ ഇറ്റ് വാസ് റിയലി റിയലി ഗ്രേറ്റ് ദാറ്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിന് ഇത്രയും ഡീപ്പായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളത് ഇറ്റ് വാസ് എ ഗ്രേറ്റ് തിങ്. എഫ്രിയയ്ക്ക് ഒരു ഡൗട്ടും കൂടി ഉണ്ടെന്ന് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, സാറിനോടൊന്ന് ചോദിച്ചോട്ടെ എന്ന്. സോ എഫ്രിയ, ഓക്കെ, ഉറപ്പായിട്ടും. ഹായ് സർ, വീണ്ടും സാർ പറഞ്ഞ പോലെ ഫ്രീ തന്നെ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു പെട്ടെന്ന് കുഴപ്പമില്ല, ഫ്രീ അല്ലേ, ലൈഫിൽ ആവശ്യമല്ലേ വേണ്ടത്. ഈ ക്ലാസ്സിൽ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പെട്ടെന്ന് കിട്ടിയതാ. ഞാൻ ചോദിക്കണം വിചാരിച്ചു, ബട്ട് പെട്ടെന്ന് മിസ്സായി പോയി. സ്പോർട്സിനെ ബേസ് ചെയ്തിട്ടാണ്. ആക്ച്വലി ഞാനൊരു അത്ലറ്റ് ആണ്. അത്ര വലുതല്ലെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് സ്പോർട്സ് ഫീൽഡ്. അപ്പോൾ DUയിലെ സെന്റ് സ്റ്റീഫൻസിൽ അവിടെ എങ്ങനെയുണ്ട് ലൈക്ക് ഇതിനെ സ്പോർട്സിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ എനിക്ക് എന്റെ മൈൻഡിലോട്ട് വന്നു. ഒപ്പം തന്നെ സർ മെൻഷൻ ചെയ്ത് സർ വീണ്ടും അറ്റംപ്റ്റ് ചെയ്തിട്ട് ലൈക്ക് റാങ്ക് അങ്ങ് മുകളിലോട്ട് കയറ്റി 109 വന്നിരിക്കുകയാണ്. അപ്പൊ അതിനെ ബേസ് ആ ഒരു എക്സ്പീരിയൻസും കൂടി പറയാവോ? കാരണം ഫസ്റ്റ് എടുത്ത ആ ഒരു എന്താ പറയാ ഒരു സില്ലി ആയിട്ടല്ലെങ്കിലും പിന്നെ ആ ഒരു എന്താ പറയാ എടുത്ത എഫേർട്ട് വീണ്ടും കൂട്ടിയിട്ട് 109 എത്തി. ആ ഒരു ജേർണിയും കൂടിയും ഒന്ന് പറയാൻ പറ്റും? ഓക്കെ, ഓക്കെ, ഗ്രേറ്റ്. ഒന്ന് സ്റ്റീഫൻസിലെ സ്പോർട്സ് ഓപ്പർച്യൂണിറ്റി ആക്ച്വലി ഇന്ത്യയിലെ ബെസ്റ്റ് സ്പോർട്ടിംഗ് ടാലൻസ് വരുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് സ്റ്റീഫൻസ്. പക്ഷെ സ്റ്റീഫൻസിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ പല അഡ്മിഷൻസ് ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ കരിക്കുലറിന്റെ ബേസിസിൽ ഉണ്ടോ എന്നുള്ളത് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. കാരണം ഇടയ്ക്ക് എന്തോ സ്റ്റീഫൻസ് അത് മാറ്റിയോന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് ഐ തിങ്ക് ഞാനത് അജുവിനോട് അന്വേഷിച്ചിട്ട് അജുവിനോട് പറയാം. അത് എഫ്രിയിലേക്ക് അത് പാസ് ഓൺ ചെയ്യുമല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം എങ്ങനെയാ റാങ്ക് ഇംപ്രൂവ് ചെയ്തിട്ടുള്ളത് അല്ലെ, എനിക്ക് വന്ന ഞാൻ നേരത്തെ പറഞ്ഞ അതേ സാധനമാണ്. അതായത് നമ്മൾ തന്നെയാണ് നമ്മുടെ മൈൻഡ് ഈസ് ദ ലിമിറ്റേഷൻ അല്ലെ. അപ്പം ഞാൻ കഴിഞ്ഞ തവണ റാങ്ക് കിട്ടിയപ്പോ ഇനി ലൈക്ക് വീണ്ടും ഒന്ന് തന്നെ ആ റാങ്കിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം ഞാൻ വിചാരിച്ചത് ഐ ഡിസേർവ്ഡ് എ ബെറ്റർ റാങ്ക് എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ഓക്കെ ലക്ക് ഫാക്ടർ ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ എന്നുള്ള സാധനം കൊണ്ട് എന്തായാലും കിട്ടിയല്ലോ എന്നുള്ളതിലായിരുന്നു. അപ്പോഴും എനിക്ക് വീണ്ടും കൊടുക്കണോ എന്നുള്ള സംശയത്തിലായിരുന്നു. അപ്പം കഴിഞ്ഞ വർഷം കിട്ടിയ എൻ്റെ മാളവിക എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഡെലിവറി, അതായത് ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞ് 14 ദിവസം കഴിഞ്ഞിട്ടാണ് മെയിൻസിന്റെ പരീക്ഷ എഴുതുന്നത്. സോ 14 ദിവസം കഴിഞ്ഞിട്ട് മെയിൻസിന്റെ പരീക്ഷ എന്നിട്ട് ഫുൾ ഡേ എഴുതേണ്ട പരീക്ഷ. അപ്പോൾ 14 ദിവസം കൊണ്ട് ആ ചേച്ചി അത് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് എഴുതിക്കൂടാന്നുള്ളത് ഞാൻ സംസാരിക്കുന്ന ഒരു മാം ഉണ്ട്, ഒരു കാത്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു IRS ഇന്ത്യൻ റവന്യൂ സർവീസിലുള്ള ഒരു മാഡം ഉണ്ട്. അപ്പൊ ആ മാം എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, മാം എനിക്കൊരു മെന്റൽ ബ്ലോക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഇത് വീണ്ടും കൊടുക്കണല്ലോ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അത്ര മൂടൊന്നുമില്ല. അപ്പം അന്നേരം മാം അയച്ചാണ് മാളവിക വാസ് മൈ ജൂനിയർ. ഷീ ഡിഡ് ലൈക്ക് ഒരു 14 ദിവസം ഡെലിവറിയുടെ 14 ദിവസം കഴിഞ്ഞിട്ടാണ് അവൾ പരീക്ഷ എഴുതിയത്.
അതേസമയം മാം അവിടെ റവന്യൂ സർവീസ് ഇൻവെസ്റ്റിഗേഷൻ വിങ് ആയിരുന്നു, അത് റെയ്ഡ് പോലത്തെ പരിപാടിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇഫ് മാളവിക കൂടെ, അതായത് ചേച്ചി കഴിഞ്ഞ വർഷം 44ാമത്തെ റാങ്ക് കിട്ടിയ ആളാ, ഈ വർഷം കേരള കേഡർ ഓഫീസറാണ്. അപ്പം ഇഫ് മാളവിക ക്യാൻ ഡു വൈ ഡോണ്ട് യു അജയ്, അല്ലെങ്കിൽ ഷോ യുവർ മെറ്റൽ അജയ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മാം മെസ്സേജ് അയച്ചു. അതിന്റെ ഒരു ആവേശത്തിന്റെ പുറത്താണ് വീണ്ടും അറ്റംപ്റ്റ് കൊടുക്കാനുള്ള തീരുമാനമായത്. എന്തോ ദൈവഭാഗ്യം, കാരണം അന്ന് ആ മോട്ടിവേഷൻ കിട്ടിയില്ലായിരുന്നെങ്കിൽ ആക്ച്വലി ഞാൻ ഇത് വേണോ വേണ്ടയോ, ചിലപ്പോൾ അടുത്ത ഈ വർഷം എഴുതിയാൽ പോലെ ഒരു വർഷം ബ്രേക്ക് എടുത്തേനെ എന്നുള്ളൊരു തോട്ട് വന്നേനെ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ പ്രോസസ്സ് വൃത്തിക്ക് ചെയ്യുന്നില്ല. കഴിഞ്ഞ വർഷം ഞാൻ പ്രോസസ്സിൽ കുറെ കോംപ്രമൈസ് ചെയ്തു. അതായത് ചില ടെസ്റ്റുകൾ എടുക്കാതിരുന്നു, ചില ടെസ്റ്റുകളിൽ ആൻസർ എഴുതാതിരുന്നു, കോംപ്രമൈസ് ചെയ്തു. ഇത്തവണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണെങ്കിലും അക്കാഡമിയിൽ നിന്നാണെങ്കിലും സാർമാര് പറഞ്ഞു ഒരൊറ്റ ടെസ്റ്റ് നീ മിസ് ചെയ്യാനും പോണില്ല, എല്ലാ ദിവസം വന്ന് പരീക്ഷ എഴുതണം. സോ അങ്ങനെ കൃത്യമായിട്ട് ഇത്തവണ സിസ്റ്റം ഒരു രീതിയിലും ഒരു കോംപ്രമൈസും ഇല്ലാതെ പരീക്ഷ എഴുതി. ഇന്റർവ്യൂ ആണെങ്കിലും മോക്ക് ഇന്റർവ്യൂ എടുത്തോണ്ടിരുന്നു. സോ ഈ ഫാക്ടേഴ്സ് എല്ലാം കമ്പൈൻ ചെയ്താണ് ലൈക്ക് എന്റെ പേപ്പർ എനിക്ക് ലൈക്ക് ഓരോ പേപ്പറിലും ഇങ്ങനെ കൂടിക്കൂടി വന്നു. പേപ്പറിൽ എല്ലാത്തിലും സ്കോർ കിട്ടി. അപ്പം കുറഞ്ഞ ഏരിയാസിലെല്ലാം മാർക്ക് പിടിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പ്രോസസ്സിൽ വൃത്തിക്ക് ഫോളോയും ചെയ്തു. അങ്ങനെയാണ് ഇത്തവണ റാങ്ക് ഇംപ്രൂവ് ആയത്. സോ ബേസിക്കലി 2 things. വൺ, ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ ത്രൂ മാളവിക ചേച്ചി. സെക്കൻഡ്, ഇത്തവണ പ്രോസസ്സ് വൃത്തിക്ക് ചെയ്തു എന്നുള്ള ഒരു കോൺഫിഡൻസും. സോ ഈ 2 ഫാക്ടർ ആയിരുന്നു ഇത്തവണ റിസൾട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. Okay, nice, sir. Thank you so much. Thank Thank you. Rebecca also has a doubt. അതിനുശേഷം we will take one more question. Rebecca. Hi, sir. Good evening. Good evening, Rebecca. Am I audible? Yes, sir. Yeah, you are audible. So Please go. my ultimate aim എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഇന്ത്യൻ ഈ സെൻട്രൽ ഗവൺമെന്റിൽ ജോലി കിട്ടുക എന്നുള്ളതാണ് മൈ അൾട്ടിമേറ്റ് എയിം. ആൻഡ് കൺസിഡറിങ് ദാറ്റ് ഐ എം പ്ലാനിങ് ടു ടേക്ക് പൊളിറ്റിക്കൽ സയൻസ് ഡിഗ്രി ആസ് my undergraduate degree. So my question is that if I don't get my preferred subject like political science in Delhi University, because political science ന് നല്ലൊരു ഭയങ്കര ഡിമാൻഡ് ഉള്ളതാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. സോ ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് ഒരു അഡ്മിഷൻ അവിടെ കിട്ടിയില്ല എങ്കിൽ, ആൻഡ് മൈ CUET റാങ്കിങ് അനുസരിച്ച് എനിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെ വേറൊരു സബ്ജക്റ്റിന് എനിക്ക് അഡ്മിഷൻ കിട്ടുക, അപ്പം should I go for that, or should I choose another college for my preferred subject? So it is a question like, should I go for ഒരു prestigious college versus my preferred ഡിഗ്രിക്ക് ഞാൻ പോണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. പ്രസ്റ്റീജിയസ് കോളേജസ് എന്ന് പറയുമ്പോൾ ഇപ്പം ബേസിക്കലി ഡിയുവിന്റെ C-level കോളേജസ് ഉണ്ട്. അപ്പൊ അത്തരം കോളേജുകളിൽ ഈവൺ ഒരു നോർമൽ സബ്ജക്റ്റ് ആണെങ്കിലും പോകണ്ടായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടിയാണ്. അതായത് ഡിയുവിന്റെ ലൈക്ക് C-level കോളേജസ് ഉണ്ട്. അതായത് എനിക്ക് പേരുകൾ അങ്ങനെ ഓർമ്മ വരുന്നില്ല. അപ്പൊ ആ കോളേജുകളിൽ പോയാലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതായത് അത്ര ഡെവലപ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത്ര എക്സ്പീരിയൻസ്ഡ് ആയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്പോഷർ കിട്ടണം എന്ന് നിർബന്ധമില്ല. അതിനേക്കാൾ ബെറ്റർ ആയിരിക്കും നാട്ടിലെ ലൈക്ക് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇപ്പോൾ സീക്രട്ട് ഹാർട്സിലോ അല്ലെങ്കിൽ മാറി വാൻസിലൊക്കെ അല്ലെങ്കിൽ ദേവഗിരിയിലൊക്കെ പഠിക്കുന്നത് അതിലും ബെറ്റർ ആയിരിക്കും C-level കോളേജസ്. ഇനി പ്രസ്റ്റീജിയസ് കോളേജ് അല്ല എന്നുണ്ടെങ്കിൽ ഒട്ടും ഭയങ്കര മോശമായിട്ടുള്ള കോളേജാണ് എടുക്കേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BA പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഈ സബ്ജക്റ്റുകളിൽ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് കിട്ടും. അതായത് നമ്മൾ ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിച്ച പോലെ ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് വിത്ത് ഇക്കോണമി അങ്ങനെയുള്ള BA പ്രോഗ്രാം ഇപ്പോൾ സ്റ്റീഫൻസിലുണ്ട്, മിറാണ്ടയിലുണ്ട്, LSRലുണ്ട്, ഹിന്ദുവിലുണ്ട്. ഇവിടെ എല്ലാം BA പ്രോഗ്രാം ഉണ്ട്. അവിടെ റിലേറ്റീവ്ലി കോമ്പറ്റീഷൻ ലെസ് ആയിരിക്കും. സോ അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ അപ് ടു B-level കോളേജസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഗാർഗി കോളേജ് അങ്ങനെയുള്ള കോളേജുകളിലും ലൈക്ക് യു ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ. സോ അതല്ലാതെ C-level കോളേജസിലേക്ക് പോകണ്ടെന്ന് ഞാൻ പറയാം. സോ BA പ്രോഗ്രാം ഒരു ഓപ്ഷൻ ആണ്. അതേപോലെ അപ് ടു B-level കോളേജിൽ പോകുന്നതിൽ തെറ്റൊന്നുമില്ല. Okay, sir. Thank you. Okay. So വേറെ ആർക്കെങ്കിലും സംശയമുണ്ടോ? We can take one more question before we wind up. Okay. That is it then. എല്ലാവരും ഡൗട്ട് ചോദിച്ചു. Actually, I was very inspired, Ajay. You നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ആൻഡ് ഐ വാസ് റിയലി ഹാപ്പി ദാറ്റ് സോ മെനി ഓഫ് അവർ സ്റ്റുഡൻസ് ആസ്. എനിക്ക് സംശയം ഉണ്ടായിരുന്നു കാരണം അജയ് സമയം എടുത്ത് വരുമ്പോൾ ഇഫ് ദേ ഡു നോട്ട് ആസ്ക് ക്വസ്റ്റ്യൻസ്, ബട്ട് ഐ വാസ് വെരി സർപ്രൈസ്ഡ് ദേ ആസ്ക്ഡ് ഓൾ ദെയർ ഡൗട്ട്സ് എക്സെട്ര. സോ ഇതിൽ വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇവര് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒരു 9 വർഷം മുമ്പുള്ള അജയിനെ തന്നെയായിരുന്നു ഇങ്ങനെ
ലൈക്ക് 9 അല്ല, ഒരു 11 വർഷം മുമ്പ് 2015 സ്റ്റീഫൻസിൽ അഡ്മിഷൻ കിട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് തിരുവനന്തപുരത്തേക്കുള്ള കഷ്ടപ്പാടൊക്കെ ആയിട്ട് പോയത്. അപ്പം ആ സമയത്ത് എന്നിലുണ്ടായിരുന്ന അതേ ഫയർ തന്നെയാണ് ഇവരുടെ എല്ലാ ചോദ്യത്തിലും എനിക്ക് കാണാൻ പറ്റും. അന്നത്തെ അജയിന്റെ കുറെ ലൈക് ക്യൂരിയോസിറ്റി, ഈ കോളേജുകളെ പറ്റി അറിയാനും എന്താ അവിടെ കോളേജ്, ഞാൻ ഇങ്ങനെ ആ സമയത്ത് എന്റെ ചേട്ടൻ്റെ തന്നെ ഫ്രണ്ട്സ്, ഇപ്പോൾ ലീഡ് IAS അക്കാഡമിന്റെ ഡയറക്ടറും കൂടിയല്ല അനിരൂപ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കൂടെ ഞാൻ താമസിക്കുന്നത്, പുള്ളിയായിരുന്നു എന്റെ ലോക്കൽ ഗാർഡിയൻ. അപ്പം പുള്ളി ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറയണം. അപ്പൊ ഞാൻ ഇങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട്, എന്നിട്ട് അവരിങ്ങനെ എന്നെ മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. നിനക്ക് എന്തായാലും സ്റ്റീഫൻസ് കിട്ടും, പഠിക്കണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അന്നേരം ഞാൻ ഇങ്ങനെ അതെ ചേട്ടാ, നിങ്ങൾ എന്നെ ഇങ്ങനെ മോഹിപ്പിച്ച അവസരം എനിക്ക് കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറയായിരുന്നു. സോ അവരിങ്ങനെ ഓരോ ദിവസം ഓരോ കഥകളൊക്കെ പറയും രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ. സോ അങ്ങനെ ആ സമയത്ത് എനിക്കുള്ള ഒരു ക്യൂരിയോസിറ്റി. പിന്നെ ഇപ്പോഴും ലൈക് കോളേജ് ഈസ് ദ ബെസ്റ്റ് ടൈം. അതായത് നമ്മുടെ ലൈഫിന്റെ ആണെങ്കിലും ഏറ്റവും നല്ല കാലഘട്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പൊ നിങ്ങളുടെ പാരന്റ്സിനോട് ചിലപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, ആത്മാർത്ഥ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ പറ്റും. അവർ നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കും. സോ ഇത്തരത്തില് ലൈക് കുറെ ബോണ്ടുകൾ ഉണ്ടാകുന്ന സ്ഥലം കോളേജാണ്. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ് ഡൽഹി എന്ന് പറയുന്നത്. ഇപ്പോഴും എന്റെ ക്ലോസ് ബഡീസ് എല്ലാം അവിടെ തന്നെയാണ് ഉള്ളത്. ഡൽഹി അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടായ ഫ്രണ്ട്ഷിപ്പാണ്. സോ അതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഇവരുടെ ഓരോ ചോദ്യത്തിലും. ആ ഒരു 9 വർഷം മുമ്പുള്ള അജയ്, സ്റ്റീഫൻസിൽ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള കുറെ സംശയങ്ങളും കുറെ പേടികളും കുറെ ഈ പറഞ്ഞ പോലെ കുറെ ക്രൈസിസുകളും ഒക്കെ ഉള്ള അജയിനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റൊരു അഡ്വൈസേ ഉള്ളൂ, ലൈക്ക് ഡ്രീം ബിഗ്. അതായത് നിങ്ങൾ നെവർ സെറ്റിൽ ഫോർ ലെസ്. ഇപ്പോൾ ആൾക്കാർ ചോദിക്കും അതൊക്കെ ഓൾറെഡി ഇഷ്ടംപോലെ ആൾക്കാർ പരീക്ഷ എഴുതിയാണ് കിട്ടാനും പോണില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ സാധനമാണ്, അതായത് ബിലീവ് ഇൻ പോസിബിലിറ്റീസ്. നമുക്ക് ഒരു സീറ്റ് പോലെ, ഒരു സീറ്റ് കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ ചിന്തിക്കുക, അതിനുവേണ്ടി നന്നായിട്ട് പണിയെടുക്കുക. അതായത് ഞാൻ ലൈഫിൽ ഫോളോ ചെയ്യുന്ന ഒരു പോളിസി ഉണ്ട്. അതായത് ദൈവം താഴെ ഇറങ്ങി വന്നിട്ട് ചോദിക്കാണ് നീ പണിയെടുത്തിട്ടുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ലൈക്ക് ഉറപ്പായിട്ടും പണിയെടുത്തിട്ടുണ്ട്. ആ ഒരു ലെവൽ ഓഫ് കോൺഫിഡൻസ് നമ്മളുടെ ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇംപ്ലിമെന്റേഷൻ ഫേസിലും വേണം. അതായത് നിങ്ങൾ എടുക്കുന്ന ടെസ്റ്റുകളിലാണെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലാണെങ്കിലും ആ ഇന്റന്റ് കാണിക്കുക എന്നുള്ളതാണ്. അതായത് അവസാനം വരെ ഇരുന്ന് പഠിച്ചിട്ടാണെങ്കിലും ലൈക്ക് യു ഡു യുവർ 100% അല്ലെങ്കിൽ 100+% ഫോർ ദിസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ഫോർ ദിസ് പ്രോസസ്. സോ ദാറ്റ് എന്ത് ചെയ്യണം, നിങ്ങൾ CUET അല്ലെങ്കിൽ സ്റ്റീഫൻസ് അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കണം എന്നുള്ളൊരു ഇന്റന്റ് നിങ്ങളെ കാണിക്കണം. പക്ഷെ അത് നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടാക്കാൻ പാടില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് DUവിൽ കിട്ടിയില്ലെങ്കിൽ പോലും പ്ലെന്റി ഓഫ് അതർ ഓപ്ഷൻസ് ഉണ്ട്. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും കേരളത്തിലെ തന്നെ റെപ്യൂട്ടഡ് കോളേജസിൽ പഠിച്ചാലും മോശമൊന്നുമില്ല. കാരണം വേറൊരു ഫാക്ടർ, നിങ്ങളുടെ ഡിഗ്രി മാത്രം നിങ്ങളുടെ ലൈഫിനെ ഡിറ്റർമൈൻ ചെയ്യാനും പോകണില്ല. സോ നമ്മൾ പണിയെടുക്കുക, എന്നിട്ട് അവിടെ അന്ന് എക്സാം കളിക്കേണ്ട ദിവസം അല്ലെങ്കിൽ എക്സാം എഴുതേണ്ട ദിവസം വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ ചെയ്തതിൽ കോൺഫിഡൻസ് കാണിക്കുക. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. കാരണം എല്ലാം എല്ലാവർക്കും കിട്ടണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ബെസ്റ്റ് ഓപ്ഷൻ എടുക്കുന്നു. കാരണം ഒരു ഡിഗ്രിയും നിങ്ങളുടെ ലൈഫിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഡോണ്ട് ഗെറ്റ് ഡിസപ്പോയിന്റഡ് ഈവൻ ഇഫ് യു ഓൾസോ ഡോണ്ട് മേക്ക് ഇറ്റ്. കാരണം ദാറ്റ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ദ വേൾഡ്. ഇപ്പോൾ സ്റ്റീഫൻസ് പഠിക്കാത്ത അല്ലെങ്കിൽ DU പഠിക്കാത്ത ആൾക്കാരും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്, സക്സസ്ഫുൾ ആയി ജീവിക്കുന്നുണ്ട്. അതിൽ ദേ ഹാവ് മെയ്ഡ് എ കരിയർ ഔട്ട് ഓഫ് ഇറ്റ്. സോ അതുകൊണ്ട് നത്തിങ് ഈസ് യുവർ ബൗണ്ടറി, അല്ലെങ്കിൽ നത്തിങ് ഷുഡ് ലിമിറ്റ് യു ഇൻ ടേംസ് ഓഫ് പ്രിപ്പറേഷൻ ഇൻക്ലൂഡിങ് യുവർ ആങ്സൈറ്റി. അതുകൊണ്ട് വളരെ ഫ്രീ മൈൻഡോട് കൂടി പണിയെടുക്കുക. ആ പണിയെടുത്ത് തന്നെ കോൺഫിഡൻസ് പരീക്ഷ എഴുതുക എന്നുള്ളത് മാത്രമാണ്. കാരണം 9 വർഷം മുമ്പ് അജയ് അങ്ങനെ തന്നെയായിരുന്നു. ഒരുപാട് ടെൻഷൻ ആങ്സൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പണിയെടുത്തെന്നുള്ള ഒറ്റ കോൺഫിഡൻസിലാണ് പോയത്. അതുകൊണ്ട് കിട്ടിയ ഒരാളും കൂടിയാണ്. സോ അതുകൊണ്ട് ബിലീവ് ഇൻ പോസിബിലിറ്റീസ് ആൻഡ് നെവർ ഗിവ് അപ്പ് ആൻഡ് ഹാവ് ദാറ്റ് കോൺഫിഡൻസ് ദാറ്റ് യു ഹാവ് പുട്ട് ഇൻ ദി എഫേർട്ട്. ആൻഡ് ഐ തിങ്ക് എഫേർട്ട് വിൽ ഇവിടെ പേ ഓഫ് ചെയ്തില്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പേ ഓഫ്, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ലൈഫിന്റെ ഒരു ഓവറോൾ പിക്ചറിൽ വിശ്വസിച്ചാൽ മതി. അല്ലാതെ പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് വിചാരിച്ചൊരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ നിങ്ങൾ നോക്കാതിരുന്നതാണ്. സോ ദാറ്റ് ഈസ് മൈ ഫൈനൽ മെസ്സേജ്. ഐ നോ ഞാൻ കുറെ സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഐ ഹോപ്പ് ഒരാൾക്ക് അതൊരു ലൈക് സെൻസ് ഓഫ് മോട്ടിവേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാളവിക ചേച്ചിയുടെ സ്റ്റോറി എങ്ങനെയാണോ മറ്റൊരു IAS ഓഫീസറെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്നു DUവിനെ പറ്റിയുള്ള എന്റെ സ്റ്റോറി കുറെ DU സ്റ്റുഡൻസിനെ ഈ ബാച്ചിൽ നിന്ന് ഉണ്ടാക്കട്ടെ എന്നുള്ളൊരു പ്രത്യാശന്റെ പുറത്താണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫ്രം മൈ സൈഡ് ഡിയർ സ്റ്റുഡൻസ്. സോ ഐ ഹോപ്പ് യു അല്ലെങ്കിൽ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സോ ആക്ച്വലി രണ്ടുപേരോട് എനിക്ക് വന്നത് വേ യു എക്സ്പ്ലെയിൻ, വീണ്ടും കുറെ പേര് രണ്ട് ക്വസ്റ്റ്യനും കൂടി എടുക്കാമോ? ദാറ്റ് വുഡ് ബി ഷുവർ വൈ നോട്ട്, കം ഓൺ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ കുട്ടികളായിരുന്നു എന്റെ എനർജി. ഇപ്പൊ ഞാൻ കോളേജിൽ പോയ സമയത്ത് ഒരു ടീച്ചർ ഏറ്റവും നല്ല ലേണർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള എന്റെ സ്റ്റുഡൻസ് എന്നെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിലൊന്ന് എനർജറ്റിക് ആകാന്നുള്ള രണ്ട് രീതിയിൽ. അതായത് ടീച്ചറും എനർജറ്റിക് ആയിരിക്കണം, സ്റ്റുഡൻസും എനർജറ്റിക് ആയിരിക്കണം. ആ റെസിപ്രോസിറ്റിയിലാണ് ഒരു ക്ലാസ് ഏറ്റവും കൂടുതൽ വൈബ്രന്റ് ആകുന്നതെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഒന്ന് എന്റെ കോളേജ് സ്പേസിലും അതേപോലെ എന്റെ സ്റ്റുഡൻസിൽ നിന്നുമാണ്.
സോ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചു. നിങ്ങളുടെ എനർജി എന്നെയും ഭയങ്കര എനർജറ്റിക് ആക്കുന്നുണ്ട്. സോ Okay. പ്ലീസ് ഡു. So, Malavika has a doubt. Malavika? ഹലോ സാർ, ഗുഡ് ഈവനിങ് സാർ. ഞാൻ ഈവനിങ് മാളവിക. സാർ, എനിക്ക് ഡൗട്ട് ഉള്ളത് മുൻപൊരാൾ ഡൗട്ട് ചോദിച്ചിരുന്നു. ഇനിയിപ്പോ ഇഷ്ടമുള്ള കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ കിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് ഡൗട്ട് ഉള്ളത് വെച്ചാൽ ഈ ഗ്യാപ്പ് ഇയർ എടുക്കണ കാര്യമാണ്. ഇപ്പോ ഓക്കെ. സയൻസ് ഫീൽഡിലൊക്കെ ഗ്യാപ്പ് ഇയർ ഭയങ്കര കോമൺ ആണ്, എല്ലാവരും എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ എടുക്കും. പക്ഷെ ഈ കോമേഴ്സ് ആർട്സ് ഫീൽഡിൽ ഗ്യാപ്പ് ഇയർ ഒട്ടും കോമൺ അല്ല. അപ്പോൾ സാറിന്റെ അഭിപ്രായം എന്താണ് ഈ ഗ്യാപ്പ് ഇയർ എടുക്കണ കാര്യത്തില്? ഒരു വർഷം എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് മാളവിക. ഇപ്പൊ മാളവിക പറഞ്ഞാൽ സയൻസിന് ആൾക്കാർ 2-3 വർഷം, അല്ലെങ്കിൽ സോറി മെഡിക്കലിനും എഞ്ചിനീയറിംഗിനും ആൾക്കാർ 2-3 വർഷം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടിയ അത് ചിലപ്പോൾ നമ്മുടെ കരിയറിനെ ഇമ്പാക്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഒരു വർഷം ബ്രേക്ക് എടുത്തുകൂടാ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഒരു വർഷം ബ്രേക്ക് എടുക്കുന്നതിൽ ഞാൻ തെറ്റ് പറയില്ല, നമുക്ക് വിചാരിച്ച കോളേജുകളിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ. സോ അതൊരു ഓപ്ഷൻ ആണ് മാളവിക, അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മള് കിട്ടിയില്ലെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നമ്മൾ പണിയെടുക്കാന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ഒരു വർഷം ഇരുന്ന് പണിയെടുത്താൽ നമ്മൾ വെറുതെ നമ്മൾ പണിയെടുത്തു, അത് ഞാൻ പറഞ്ഞ പോലെ എവിടെയെങ്കിലൊക്കെ അത് ഉപകാരപ്പെടുകയും ചെയ്യും. ഓക്കെ സാർ, Okay. താങ്ക് യു സാർ. Okay, so Avinash in the ഓക്കെ. last question നമുക്ക് wind up ചെയ്യാം. And I want somebody from you guys to have a vote of thanks as well. So ആർക്കെങ്കിലും interest ആണെങ്കിൽ do leave me a message in the chat. So Avinash, you can ask your doubt. Good evening, sir. ഗുഡ് ഈവനിങ് അവിനാഷ്. Your words were truly inspiring. അപ്പം എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എനിക്ക് യൂഷ്വലി ഒരു ലോങ് ടേം ക്ലാരിറ്റി ഉള്ള വ്യക്തിയല്ല ഞാൻ. സോ ഐ ഗോ അലോങ് വിത്ത് ദ ഫ്ലോ. സോ എനിക്കിപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ക്വിക്ലി ഒരു UG പ്ലാൻ എൻ്റെ ഉണ്ട്. ബട്ട് പാരൻസും എല്ലാവരും ഒക്കെ മോനെ നിന്റെ ലോങ് ടേം ഗോൾസ് എന്തൊക്കെയാ, നീ എവിടെ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നത്, നിന്നെ കൊണ്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഐ യൂഷ്വലി ഡോണ്ട് ഹാവ് എ റെസ്പോൺസ്. സോ ഇസ് ഇറ്റ് സംതിങ് ഐ വിൽ ഫിഗർ അലോങ് വിത്ത് മൈ UG ലൈഫ്, ഓർ ഞാൻ ഇപ്പോഴേ അതിനെപ്പറ്റി ആലോചിച്ച് തുടങ്ങേണ്ട ടൈമാണ്? ഐ ജെന്യുവൻ ഡൗട്ട്. ഓക്കെ, ഓൾറൈറ്റ് അവിനാഷ്, ഐ തിങ്ക് ടു ലിറ്റിൽ ടു തിങ്ക്. ഇപ്പൊ എന്നോട് ചോദിച്ചാൽ അടുത്ത 2 വർഷം കഴിഞ്ഞാൽ എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി ഞാൻ ആകാശത്തേക്ക് നോക്കിക്കേണ്ടി വരും. സോ ടേക്ക് ലൈഫ് ഭയങ്കര ഈസി ആയിട്ട് എടുത്തേ. കാരണം എനിക്കറിയാം, ഇപ്പം നമ്മൾ മറ്റേ ബാംഗ്ലൂർ ഡേയ്സ് സിനിമയിൽ പറയുന്നല്ലോ, ലൈഫ് ഭയങ്കര പ്രഷർ കുക്കറാണല്ലോ. അതായത് ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ ചോദിക്കും കുട്ടികളായി ചോദിക്കും, ലൈക്ക് എന്തെങ്കിലുമൊക്കെ, ലൈക്ക് പഠിച്ചു കഴിഞ്ഞാൽ ചോദിക്കും ജോലിയായില്ലേ, ജോലിയായി ചോദിക്കും കല്യാണമായില്ലേ. സോ സൊസൈറ്റി വിൽ കീപ്പ് ഓൺ ആസ്കിങ് ക്വസ്റ്റ്യൻ. ഒന്നും തന്നെ നമുക്ക് ലോങ് ടേമിൽ എല്ലാം ലൈക്ക് കാണാൻ പറ്റില്ല. ഒരു ഓവറോൾ ഒരു ഐഡിയ ഉണ്ടായിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പൊ അവിനാശിനെ സംബന്ധിച്ച് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ പഠിക്കും എന്നുള്ളൊരു സാധനം മാത്രമേ അവിനാശ് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ചില കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യുന്നത് UGയിലാണ്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ 2017 സ്റ്റീഫൻസിൽ കയറി അജയിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സിവിൽ സർവീസ് എന്റെ ചിന്തകളിലേ ഉണ്ടായിരുന്നില്ല. പക്ഷെ 2019-20 ആയപ്പോഴത്തേക്കും ലൈക്ക് ആ ചിന്ത എന്നിൽ വന്നു. 26 ആകുമ്പോഴത്തേക്ക് ആ ചിന്തയിൽ പരിപൂർണമായി എത്തുകയും ചെയ്തു. സോ ഞാൻ അങ്ങനെ ഒരു ലോങ് ടേം പ്ലാനിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ഞാൻ ആയിരിക്കില്ല. ഞാൻ എവിടെയെങ്കിലും ആയിരിക്കും, ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. സോ അങ്ങനെ ഒരു ലോങ് ടേം പ്ലാനിന്റെ ആവശ്യമില്ല. കാരണം അതാണ് ലൈഫിന്റെ എക്സൈറ്റ്മെന്റും. കാരണം നിങ്ങളൊരു പുതിയ സ്ഥലത്ത് പോയി പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണല്ലോ ലൈഫ് ഇൻട്രസ്റ്റിംഗ് ആവുന്നതും പിന്നെ ലൈഫിൽ കുറെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും. ഇപ്പോഴേ അവിനാശ് പ്ലാൻ ചെയ്തിട്ട് പോയിട്ട് അവിടെ എത്തിയിട്ടുള്ള പുതിയ പുതിയ അറിവുകൾ ഓക്കെ ഇല്ലില്ല എന്റെ പ്ലാനിൽ ഞാൻ ഒരു മാറ്റവും വരുത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ റിജിഡ് ആയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ ലൈഫ് ഒരിക്കലും, അതായത് ലൈഫിന്റെ ബെസ്റ്റ് റിസൾട്ട്സും അല്ലെങ്കിൽ ബെസ്റ്റ് ടൈമും കിട്ടണമെങ്കിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോ അതുകൊണ്ട് നമുക്കൊരു ലോങ് ടേം പ്ലാനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓവറോൾ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും. അതായത് DU പോകണം, അല്ലെങ്കിൽ DUന്ന് പുതിയ അറിവുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് യൂട്ടിലൈസ് ചെയ്ത് എന്റെ അടുത്ത പ്ലാൻ ഉണ്ടാക്കും. അങ്ങനെയുള്ള ഒരു ബ്രോഡ് പ്ലാൻ ഉണ്ടാക്കാം. അല്ലാതെ ഒരു പ്ലാനിന്റെ ആവശ്യമില്ല അവിനാഷ്, അതൊരു മണ്ടത്തരായിരിക്കും. കാരണം DUന്നുള്ള എക്സ്പോഷർ ഒക്കെ കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അതാണ് നമ്പർ 1. നമ്പർ 2, ഡോണ്ട് വറി. അതായത് ഇതാണ് ലൈഫിന്റെ ബ്യൂട്ടി. കാരണം നിങ്ങളൊരു സെറ്റ് പാറ്റേണിൽ പോവുകയാണെങ്കിൽ ലൈഫ് ഒരിക്കലും ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു സ്ട്രെയിറ്റ് റൂട്ടിൽ കൂടി പോകുമ്പോൾ ഒന്നും എക്സൈറ്റിംഗ് ആണല്ലോ. ഇടയ്ക്ക് ഒരു വളവൊക്കെ ഉണ്ടായി, വളവിൽ ഒരു അഡ്വഞ്ചർ ഒക്കെ കാണിക്കുമ്പോഴാണ് ലൈഫ് ബ്യൂട്ടിഫുൾ ആകുന്നത്. ഇതാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ലൈക്ക് കോളേജിലൊക്കെ പോയിട്ട് ലൈക്ക് ഒന്ന് ചില്ലൊക്കെ ചെയ്ത് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ച് പുതിയ കാഴ്ചപ്പാടുകളൊക്കെ ടീച്ചേഴ്സിനോട് കിട്ടി എന്നിട്ടൊരു ഡിസിഷൻ എടുത്താൽ മതി. കാരണം പലരും UGക്ക് പോകുമ്പോഴാണ് പുതിയ സബ്ജക്റ്റുകളെ കുറിച്ച് അറിയുന്നതും പുതിയ ഓപ്പർച്യൂണിറ്റികളൊക്കെ അറിയുന്നതും അങ്ങനെ അതിലൊരു കരിയർ ഉണ്ടാക്കുന്നു, ഇൻക്ലൂഡിങ് മീ. കാരണം എന്റെ സെറ്റ് പാറ്റേണിലാണെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല പോകേണ്ടിയിരുന്നത്. സോ പാറ്റേൺ ചേഞ്ച് ചെയ്തു, അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഔട്ട്കം ഉണ്ടായി. സോ എവിടെയാണെങ്കിലും നമ്മൾ എടുക്കുന്ന പാത്ത്
100% ഡെഡിക്കേഷനോടെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ സൈഡിൽ ചെയ്യാൻ പറ്റുന്നു. ബാക്കിയെല്ലാം ലൈഫ് അങ്ങനെ അങ്ങോട്ട് ഒഴുകട്ടെ. Thank you, sir. താങ്ക് യു അവിനാഷ്. Okay, Ajay, that was really, really inspiring. So it was great that you invested this much time for us students. കാരണം ഈ ഇതിൽ നിന്ന് ഐ എം ഷുവർ ഈ വരുന്ന ഒരു 1.5-2 മാസം ഈ കുട്ടികളെ വെച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ആ ഒരു ഫയർ അത് അജയുടെ സ്പീക്കിംഗ് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. മൈ പ്ലഷർ. Okay. As a vote of thanks, I invite Sri. So ശ്രീവിദ്യക്ക് തന്നെ പറയണമെന്നൊരു ആഗ്രഹമുണ്ട്. So I will give her the opportunity to do the same. Okay, over to you, Srividya. Thank you so much, Aldo sir. First of all, a big thank you towards Ajay sir for taking the time out of what must be a very busy schedule for this, for your very informative and interactive session. Thank you for tutorium and Ajay sir for facilitating this session. It was very, very helpful. First of all, വളരെ നല്ല സെഷൻ ആയിരുന്നു. Your optimism has really rubbed off on me, and thank you so much. I'm very much grateful that you did not treat us with any sort of patronizing attitude. I'm really, really grateful that you treated our curiosity and worries and even our wonderment as such, and motivated us to pursue and sort of explore our options even more. Thank you so much for that. And as a person who wants to pursue English for the literature, for her future aspects and her career options, I've always been told by my family and my surroundings that it doesn't have a lot of scope or future. It doesn't provide a promising future. So thank you so much for breaking all those stereotypes and providing me with practical options, as well as supporting my sort of idealism for that sort of passion that I have nurtured within myself. And I would just like to thank you for each and every word and each and every answer that you provided us with, whether it was your professional life, whether it was your college life, or even your personal. Each tidbit of information was very, very important and very, very helpful, sir. So I'm very, very thankful that I was able to attend such a helpful and such a wonderful session this evening. You really have changed my perspective about my future prospects in general, and especially my career and my college life or my college future degree prospects in specific. And you managed to do that in less than 2 hours. So I'm really, really grateful for being the person that you were for the past 2 hours. I'm really grateful for every single line, every single word of information, and all sort of tidbits of yourself, and every sort of morsel of yourself in your life that you were able to provide us. There are a few people that I have actually, whose words I have actually been inspired by. And I'm really proud to say that you have managed to become one of the few people in the matter of less than 2 hours. I'm really, really grateful that I got the opportunity to attend such an amazing session. Thank you so much, sir. Thank you, thank you so much. Thank you. Okay. Thank you so much, Ajay, for your valuable time. So I always love introductions. Yeah. But thanks to your students, അവരാണ് എന്നെ പംപ്ഡ് അപ്പ് ആക്കിയത്. So I'm grateful to them. Okay, thank you. So that is actually tutorial gives you as well. കാരണം നിങ്ങൾ എപ്പോഴും ആ ഒരു എക്കോസിസ്റ്റം യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഫ്ലറിഷ് ആയ ആൾക്കാർ പറയുമ്പോൾ you will learn a lot. That is why we brought Ajay. Thank you so much for your time, Ajay. I hope you all the best in your career as well. Thank you so much. Thank you. Bye, bye everyone. Bye, all the very best. Bye. Good night. Thank you, sir. Thank you, sir. Thank you so much. Thank you, sir. Good night, sir. Thank you, sir. Thank you. Good night. Thank you, sir. Good night.